for Kantara, I gave an output which is not complete. Sorry to say, I've given the final output after the release after 3 days. Sunrise കണ്ടു കഴിഞ്ഞാൽ ഒരു കുയിലിൻ്റെ ശബ്ദം വന്നാലേ സൺറൈസിനൊരു കംപ്ലീഷൻ ഉണ്ടാവുള്ളൂ. സോ ആ കുയിലൊക്കെ മരിച്ചുപോയിട്ട് കുറേ നാളെ അതേ കുയിൽ തന്നെയാണ്. ഇനി വരുന്ന ഒരു 7 ചാപ്റ്റർ ഉണ്ട് ലോഹയുടെ. അതിലൊക്കെ നമുക്ക് ഒരുപാട് പ്രതീക്ഷയുണ്ട്. ആഹാ, അത് ആൾക്കാരുടെ ചെവി കൂടെ ചോര വന്ന സിനിമകളുണ്ട്. ഇപ്പം ഈ പറഞ്ഞ ഡീസർ എന്ന് പറഞ്ഞ പടത്തിലെ ഒരു സിഗരറ്റ് കത്തിച്ച് വലിക്കുമ്പോൾ ആ സിഗരറ്റിൻ്റെ അറ്റത്തുള്ള കരിയുന്ന ശബ്ദം പോലും കേൾക്കുന്നുണ്ടെന്ന് അവിടെ മ്യൂസിക് ഇല്ലാത്തതുകൊണ്ട്. അതിൻ്റെ അത് പ്രേമം എന്ന് പറഞ്ഞ സിനിമയില്ലേ, എല്ലാവരും ഇന്നും വിചാരിച്ചിരിക്കുന്നത് അത് സിംഗ് സൗണ്ടാണ്. അത് സിംഗ് സൗണ്ട് അല്ല. നിങ്ങൾ മരുഭൂമി പോയിട്ടുണ്ടോ? ഞാൻ പറഞ്ഞില്ല. അവിടെ എക്കോ വരില്ല, അറിയോ? എനിക്ക് തോന്നുന്നു ഒരു 20-25 years ആയെന്ന് തോന്നുന്നു അല്ലേ സിനിമയിൽ? 26 years. Or these years ഒരു 200-300-400 എത്ര പടങ്ങൾ വർക്ക് ചെയ്തു? മോർ ദാൻ ദാറ്റ് ഐ തിങ്ക്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ കൗണ്ട് ചെയ്യാൻ ആഗ്രഹിക്കാത്ത ആളാണ്. പക്ഷേ എൻ്റെ അസിസ്റ്റൻസ് ഒക്കെ ഇങ്ങനെ നോക്കുമ്പോഴത്തേക്ക് ഏകദേശം 1000 അടുപ്പിച്ചെന്നാണ് അവർ പറയുന്നത്. എനിക്ക് ഐ എം ഓൾസോ 1000 എന്ന് പറയുന്ന അവസ്ഥയാണ് എനിക്ക്. അങ്ങനെ കീപ്പ് ചെയ്തിട്ടില്ല, സത്യസന്ധമായിട്ട് പറഞ്ഞില്ല. വളരെ ജെന്യൂനായിട്ട് പറയുക. അനലോഗിൽ നിന്ന് ഡിജിറ്റൽ എല്ലാ ഫേസസും. സോ ഇപ്പോൾ ഇന്ത്യൻ സിനിമയുടെ ഒരു സൗണ്ടിന്റെ ഒരു ലാൻഡ്സ്കേപ്പ് എങ്ങനെയാണ് കാണുന്നത്? ഹൗ മച്ച് ഹാവ് യു ഇവോൾവ്ഡ്? ഹൗ ആർ വി അപ്പ് ദെയർ വിത്ത് സ്റ്റാൻഡേർഡ്സ് ഓഫ് ഹോളിവുഡ്? നമ്മൾ യൂഷ്വലി അവരുമായിട്ടാണല്ലോ എപ്പോഴും കമ്പയർ ചെയ്യാറ്. അത് നമുക്കിപ്പം ഇന്ത്യൻ സിനിമ ഈസ് ഇന്ത്യൻ സിനിമ, ഹോളിവുഡ് സിനിമ ഈസ് ഹോളിവുഡ് സിനിമ, അങ്ങനെ പറയാൻ പറ്റുള്ളൂ. കാരണം വെച്ച് കഴിഞ്ഞാൽ രണ്ടിനും 2 കൾച്ചറുണ്ട്. ഈ കൾച്ചറും സൗണ്ടും ഒരുപാട് റിലേറ്റഡ് ആണ്. ഇപ്പോൾ ഈ പറയുന്ന പോലെ ഹോളിവുഡ് സിനിമയുടെ സംസാര രീതി തന്നെ നിങ്ങളെടുത്താൽ ഒരു സാധാരണ അവർ ഷൗട്ട് ചെയ്ത് സംസാരിക്കില്ല. ഓൾവേസ് ഹാവ് എ കൺട്രോൾ ടോക്ക് ഈവൻ ദോ ദേ ആർ ആങ്ക്രി. പക്ഷെ നമ്മുടെ നാട്ടിലെന്ന് പറയുന്നത് ഏയ് എന്ന് പറഞ്ഞല്ലാതെ തുടങ്ങത്തില്ല. ഒരു ലോക്കൽ ടോക്കിലേക്ക് പോകുമ്പോഴത്തേക്ക് അപ്പോൾ എ ഷുഡ് ബി എ ലൗഡ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ ഡയലോഗ് ബേസ് ചെയ്തിട്ടാണ് ബാക്കിയെല്ലാം നമ്മൾ പ്രോഗ്രാംസ് ഫിക്സ് ചെയ്യുന്നത്. അതിൻ്റെ അടിയിൽ എന്ത് വരണം എന്നുള്ളതിൻ്റെ ഒരു ഫിക്സേഷൻ ഡയലോഗ് ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ അത്രയും ലൗഡായിട്ടുള്ള ഡയലോഗ് വരുമ്പോഴത്തേക്ക് നാച്ചുറലി എവറിത്തിങ് വിൽ ബിക്കം ലൗഡ്. സോ അതുകൊണ്ടാണ് ഇപ്പോൾ ആ ചോദ്യം എനിക്ക് മനസ്സിലായി എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ചോദ്യം വന്നതെന്നുള്ളത്. കാരണം വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഒരു കമ്പാരിസൺ ഉണ്ട്. മറ്റവരുടെ സ്റ്റാൻഡേർഡ് നമുക്കില്ല, അവർ മൂവീസ് ആർ സോ ലൗഡ് ഇൻ ദ തിയേറ്റർ എന്ന് പറയുന്നൊരു സംഭവം ഞാൻ പലപ്പോഴും ഫേസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിന് കാരണം എന്ന് പറയുന്നത് നമ്മുടെ കൾച്ചർ തന്നെയാണ് മെയിനായിട്ട് പറയുകയാണെങ്കിൽ. പിന്നെ വേറൊരു ചോദ്യം കൂടെ കണക്ട് ചെയ്ത് ചോദിച്ചായിരുന്നു. എന്തായിരുന്നു ചോദിച്ചത്? എത്രത്തോളം നമ്മൾ ഇവോൾവ് ആയി എന്നുള്ളത്. യെസ്, കറക്റ്റ്. ആ ഇവോൾവിങ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നമുക്കിപ്പോൾ ഇന്ന് ഒരു ഹോളിവുഡ് മൂവി നമ്മുടെ അടുത്തേക്ക് വരികയാണ്, നമുക്ക് മിക്സ് ചെയ്യണമെന്ന് പറഞ്ഞു, വി വിൽ ഡു എക്സാക്ട്ലി വാട്ട് ദേ നീഡ്. കാരണം വി ആർ ഓൾറെഡി ഇവോൾവ്, വി നോ ഹൗ ടു ഹാൻഡിൽ ഇറ്റ്. പക്ഷേ ഞാൻ പറയുന്നത് നമ്മൾ സുപ്പീരിയർ ആണ് എന്ന് ധൈര്യത്തോടെയും പ്രൗഡായിട്ടും നമുക്ക് പറയാൻ പറ്റും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു സിനിമ ഞാൻ അവിടെ കൊണ്ടുപോയിട്ടുണ്ട്, അവിടെ പോയി വർക്ക് ചെയ്തിട്ടുണ്ട്. വർക്ക് ചെയ്യുമ്പോൾ അവർക്ക് നമ്മുടെ കൾച്ചർ മനസ്സിലാക്കാൻ ഭയങ്കര പാടാണ്. നമ്മൾ അവരുടെ കൾച്ചർ ഭയങ്കരമായിട്ട് അറിയാം. കാരണം നമ്മൾ വളർന്നു വരുന്നതേ അവരുടെ ഇത് കണ്ടും പഠിച്ചിട്ടൊക്കെയാണ്. ഞാൻ അതിൽ നിന്ന് അവർ ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ ഞാൻ പഠിച്ചെടുക്കാറുണ്ട്, നമ്മുടെ സിനിമയിലേക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാറുണ്ട്. പക്ഷേ ഇൻ എ ഡിഫറെൻറ്റ് വേ, വിത്ത് നമ്മുടെ കൾച്ചർ റൂട്ടഡ് ആയിട്ടായിരിക്കും നമ്മളതിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. പക്ഷേ അവരുടെ ഒരു ഇമാജിനേഷൻ എന്ന് പറയുന്നത് വേറെ ലെവലാണ്. ഒരിക്കലും ഞാൻ അതിനെയല്ല കുറച്ച് കാണുന്നത്. ഞാൻ പറയുന്നത് നമ്മുടെ കൾച്ചറിനെ ഉൾക്കൊള്ളാൻ അവർക്ക് ബുദ്ധിമുട്ടാണ്. അപ്പം അത് മനസ്സിലാക്കിയാൽ മാത്രമേ അവർക്ക് നമ്മുടെ സിനിമ ഹാൻഡിൽ ചെയ്യാൻ പറ്റുള്ളൂ. സോ ഞാനവിടെ ഒരു പടത്തിന് പോയിട്ട്, ഞാൻ എൽ വിജയുടെ ഒരു സിനിമയാണ് ഞാൻ അവിടെ വർക്ക് ചെയ്യാൻ പോയത്, US പോയി. അപ്പോൾ അവരുടെ കൂടെ ഞാനിരുന്ന് വർക്ക് ചെയ്യാനായിട്ട് എനിക്കൊരു അവസരം കിട്ടി. അപ്പം ഞാൻ ആ പടത്തിൽ ഡിസൈനറായിട്ടും അവിടെ ഒരു ഫോറിനറാണ് മിക്സിങ് ആയിട്ടിരുന്നത്. സോ ഫ്രം day 1 he is not able to understand what is happening there. അപ്പോൾ അത് ഞാൻ വന്ന് അടുത്തിരുന്ന് ഞാനൊരു കസേരയിട്ട് പുള്ളിക്ക് പറഞ്ഞു കൊടുത്തത്, ഇത് ഈ സീനിൽ ഇങ്ങനെ അകത്ത് ചെരുപ്പിടില്ല, നമ്മൾ ഇടില്ലല്ലോ, ബട്ട് ദേ വെയർ ചെപ്പൽ. അത് തന്നെ അവർക്ക് കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് ഇതാണ്. കിണർ അവർ കണ്ടിട്ടില്ല. അതിൻ്റെ അകത്ത് കിണറിൽ വീണ് കഴിഞ്ഞാൽ എന്ത് സൗണ്ട്, എങ്ങനെ അതിൽ നിന്ന് എങ്ങനെ കേൾക്കും എന്നുള്ളതിൻ്റെ ഒരു റീക്രിയേഷൻ നമുക്ക് അവിടെ ചെയ്യണം. അപ്പം ഞാനിത് പറഞ്ഞു കൊടുക്കുക, കിണറിൻ്റെ അകത്ത് ഒരു ഭയങ്കര ഹോളോനെസ് ക്രിയേറ്റ് ആവും, ഡയലോഗ് ഷുഡ് ബി ട്രീറ്റഡ് ദാറ്റ് വേ. അപ്പോൾ അങ്ങനെ ഈച്ച് ആൻഡ് എവറി സ്മോൾ തിങ്സ് വി ഹാവ് ടു ടീച്ച് ദം ടു ഡു ഇറ്റ്. പക്ഷെ നമുക്കങ്ങനെയല്ല, നമ്മളത് ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഇത് ചെയ്യാൻ പറ്റും. പിന്നെ അതേപോലെ തന്നെ
ഈ അപ്ഗ്രേഡേഷൻ ഇപ്പോൾ ഡോൾബി അറ്റ്മോസ് എന്നൊക്കെ പറയുന്നത് അവരുടെ ഫൈൻഡിങ്സ് ആണ്, നമ്മുടേതല്ല. നമ്മളല്ല കണ്ടുപിടിച്ചിട്ടുള്ളത്. പക്ഷേ ഡെഫിനറ്റ്ലി അതിൻ്റെ ഫൗണ്ടേഴ്സ് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഡോൾബിയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഡോൾബി എന്ന് പറയുന്ന ആളുടെ പേരാണ്. അദ്ദേഹത്തിൻ്റെ കണ്ടുപിടുത്തങ്ങളുടെ കൂടെയാണ് ഇന്ന് നമ്മൾ എൻജോയ് ചെയ്യുന്ന സിനിമ തിയേറ്ററിലുള്ള എല്ലാ എന്താ പറയുക വേർഷൻസ്. മോണോയിൽ നിന്നും സ്റ്റീരിയോയിലോട്ടെത്തി, സ്റ്റീരിയോയിൽ നിന്നും 5.1 5.1 നിന്ന് അറ്റ്മോസിലോട്ടെത്തി. ഈ ഡെവലപ്മെൻറ്റ്സിന് വരാനുള്ള റീസൺ എന്ന് വെച്ചാൽ നമുക്ക് ഇന്ന് ഓരോരുത്തർക്കും തിയേറ്ററിൽ പോയി സിനിമ കാണാൻ ഒരു കാരണം വേണം. നമ്മൾ വെറുതെ ഇപ്പം നമ്മുടെ ഹോം തിയേറ്റേഴ്സ് ഇന്ന് ഡെവലപ്പ് ആവുന്ന സമയമാണ്. വീട്ടിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഗംഭീരമായിട്ട് നമുക്ക് കാണാം, അല്ലേ? ആ സമയത്ത് എന്തിന് നമ്മൾ തിയേറ്ററിൽ പോകണം? തിയേറ്ററിലേക്ക് എത്തിക്കണമെങ്കിൽ യു നീഡ് മോർ അപ്ഡേറ്റ്സ് എവറി ഡേ. അപ്പോൾ ഇപ്പം നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പുതിയ അപ്ഡേറ്റ്സിനെ കുറിച്ച് അവരുടെ ഡിസ്കഷൻസും കാര്യങ്ങളും പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിങ്ങനെ ഫൈൻ ട്യൂൺ ചെയ്ത് അനലോഗ് ചെയ്യുന്ന സമയത്ത് ഒരിക്കലും അന്ന് ഞാൻ ചിന്തിച്ചിട്ടില്ല ഇന്ന് കാണുന്ന തിയേറ്ററിൽ കിട്ടുന്ന ഒരു സംഭവം ഉണ്ടായി വരും എന്ന് ഞാൻ ചിന്തിച്ചിട്ടേ ഇല്ല. പക്ഷേ ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ആ ഒരു റെവല്യൂഷനാണ്. ഇപ്പം സൗണ്ടിന് വേറെ അടുത്തുള്ള തരത്തിലേക്ക് പോയി. അതേപോലെ തന്നെയാണ് വിഷ്വലിൻ്റെ കാര്യത്തിൽ. പക്ഷേ ഞാൻ ഇപ്പം ഈ അനലോഗ് ഡിജിറ്റൽ എന്ന് പറയുന്ന ഒരു ട്രാൻസിഷനിൽ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ എന്നുണ്ട്. അതൊരു ഡിബേറ്റബിൾ സംഭവമാണ്. അനലോഗ് ഈസ് ചെവി. നമ്മുടെ ശരിക്കും പറഞ്ഞാൽ ഞാൻ പലപ്പോഴും പറയാറുള്ളത് അനലോഗ് പാലും ഡിജിറ്റൽ പാൽപ്പൊടിയാണ്. അപ്പോൾ അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് ട്രൂത്ത്. നമ്മൾ കുറേ നാൾ പാൽപ്പൊടി വെച്ച് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് നമ്മൾ ഇതാണ് ഉഗ്രൻ എന്ന് വരും. പിന്നെ ഒരുപാട് നാൾക്ക് ശേഷം കഴിഞ്ഞ് കുറച്ച് പാൽ കുടിക്കുമ്പോൾ അയ്യോ ഇത് സംഭവമാണല്ലോ, ഇതാണല്ലോ നമ്മൾ മിസ് ചെയ്തത് എന്നുള്ള അവസ്ഥ ഈവൻ വിഷ്വലിൽ പോലും ഉണ്ട്. ഇപ്പോൾ ഈ പറയുന്ന പോലെ ഫോട്ടോഗ്രാഫേഴ്സിനൊക്കെ ക്ലീനായിട്ട് മനസ്സിലാവും ഫിലിമിൽ എടുത്തിട്ടുള്ള പിക്ചർ ക്വാളിറ്റിയും ഇപ്പോൾ ഡിജിറ്റലിൽ നമ്മൾ ഒരെണ്ണം എടുത്തിട്ട് അത് ആ ക്വാളിറ്റിയിലൂടെ എത്തിക്കാൻ നമ്മൾ വിടുന്ന പാട് മറ്റേത് വെറുതെ നമ്മൾ ലൈറ്റിങ്ങും സെറ്റ് ചെയ്ത് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ കിട്ടേണ്ട ഡെപ്ത് നമുക്ക് കിട്ടും, അല്ലേ? അതേപോലെ തന്നെയാണ് സൗണ്ടിൽ എനിക്കുണ്ടായ ഒരു അനുഭവമുണ്ട്. ഞാൻ ഒരുപാട് പേരോട് ഷെയർ ചെയ്തിട്ടുള്ളൊരു അനുഭവമാണ്. ഈ അനലോഗും ഡിജിറ്റലും ആയിട്ടുള്ളൊരു അനുഭവമാണ്. അതായത് പ്രിയദർശൻ്റെ ഒരു പ്രിയദർശൻ്റെ സിനിമയിൽ ഒരു ഹിന്ദി പടമാണ്, നോട്ട് ബുൽബുലൈ, ഇറ്റ്സ് ആക്ച്വലി അക്ഷയ് കുമാർസ് മൂവി. ഐ തിങ്ക് ഇറ്റ് ഇസ് ഭാഗം. സോ ആ പടം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് there's a scene where there's a fight happens in the market and രാജ്പാൽ യാദവ് എന്ന് പറഞ്ഞ ആർട്ടിസ്റ്റിൽ പുള്ളിയുടെ തലയിൽ ഒരാൾ തണ്ണിമത്തൻ വെച്ചിങ്ങനെ അടിക്കും. അപ്പോൾ ഇങ്ങനെ അടിച്ചിങ്ങനെ തെറിക്കുന്നു. ഈ ഷോട്ട് കാണുമ്പോൾ തന്നെ ഞാൻ മനസ്സിൽ ആസ് എ ഡിസൈനർ നമ്മൾ ചിന്തിക്കും, ആ ഷോട്ടിൽ ആ തണ്ണിമത്തൻ ഇങ്ങനെ തെറിക്കണം, ആ ജ്യൂസ് നമുക്ക് ഫീൽ ചെയ്യണം, ആ ക്രാഷ് ഫീൽ ചെയ്യണം എന്നൊക്കെ ഫീൽ ചെയ്തിട്ട് നമ്മൾ എഫക്ട്സ് ചെയ്യാനായിട്ട് ഇപ്പോൾ ഫോളി ആർട്ടിസ്റ്റ് ഉണ്ട്. They will be doing the effects. So they will have to buy watermelon, they have to crash and record the sound and present it to me. അപ്പോൾ ഞാനത് മിക്സ് ചെയ്ത് പ്രോപ്പറായിട്ട് എത്തിക്കാനുള്ളത്. ഈ സീൻ എത്തിയപ്പോഴത്തേക്ക് ഞാൻ പ്ലേ ചെയ്യുന്നു. ഞാൻ ജസ്റ്റ് വെയിറ്റിംഗ് ടു ഹിയർ ദാറ്റ് സൗണ്ട്, ടിക്ക് എന്നൊരു സൗണ്ട്. അപ്പോൾ ഞാൻ ടിക്കോ എനിക്ക് വേണ്ടത് ഇതാണെന്ന് പറഞ്ഞിട്ട് എനിക്ക് ഫോണിൽ വിളിച്ചിട്ട് എനിക്ക് ദേഷ്യം വന്നിട്ട് ഐ സ്റ്റാർട്ടഡ് ഷൗട്ടിങ് അറ്റ് ദ എൻ്റയർ ടീം. നമ്മുടെ കൂടെ നിന്ന് അവർ വർക്ക് ചെയ്ത് എനിക്ക് വേണ്ടത് എത്തിക്കണമെന്നല്ലോ അവർ. അപ്പോൾ ഞാൻ വാസ് ജസ്റ്റ് ഷൗട്ടിങ് അറ്റ് ദം, നിങ്ങൾ എന്തേ കാണിക്കുന്നത്? ഒരു 3 തണ്ണിമത്തം മേടിക്കാൻ പൈസ ഇല്ലെങ്കിൽ നിങ്ങൾ എൻ്റെ അടുത്ത് പറ, നമുക്ക് മേടിച്ചുകൊണ്ട് വന്ന് അത് പൊട്ടിക്കുക എന്ന് പറഞ്ഞ് ഞാൻ ബഹളം വയ്ക്കുക. ഞാൻ വിചാരിച്ച് എന്നെ പറ്റിക്കാനായിട്ടൊരു സൗണ്ട് ഇട്ട് തന്നു, അത്രേ ഉള്ളൂ. അപ്പോൾ അവർ പറഞ്ഞു, ഇല്ല സാർ, ഞങ്ങൾ 5 വാട്ടർമെലൻ പൊട്ടിച്ചു, ഞങ്ങൾക്ക് ആ സൗണ്ട് കിട്ടുന്നില്ല, ഇതാണ് കിട്ടിയ സൗണ്ട് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നോ, ഐ ഡോണ്ട് ബിലീവ് യു. അപ്പോൾ ഞാൻ വാട്ടർമെലൻ വാങ്ങിച്ച് ഞാൻ എൻ്റെ സ്റ്റുഡിയോ കൊണ്ടുവന്ന് ഞാൻ പൊട്ടിച്ചു. ഞാൻ തന്നെ റെക്കോർഡ് ചെയ്യുന്നു. അപ്പോൾ ഞാൻ പൊട്ടിക്കുന്ന സമയത്ത് ഐ എം ഹിയറിങ് ദാറ്റ് സൗണ്ട്, ദ വാട്ടർമെലൻ ക്രാഷ് ഐ ക്യാൻ ഹിയർ വിത്ത് മൈ ഇയേഴ്സ്. ഞാൻ റെക്കോർഡ് ചെയ്തിട്ട് ഞാൻ പറഞ്ഞു, കണ്ടോ എനിക്കിപ്പോൾ റെക്കോർഡ് ചെയ്യും ടിക്ക് എന്ന് പറഞ്ഞ് ഞാൻ പ്ലേ ചെയ്തപ്പോൾ ടിക്ക്. എൻ്റെ ചെവി കൊണ്ട് കേട്ടതും ഞാൻ ആ റെക്കോർഡ് ചെയ്ത സൗണ്ട് ഞാൻ തന്നെ റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞേ ഞാൻ ഷോക്ക്ഡായി പോയി, വാട്ട് ഈസ് ദിസ്? അപ്പോൾ എനിക്ക് മനസ്സിലാവില്ല. ഐ ക്യാൻ ഹിയർ ദ സൗണ്ട് വെൻ ദ ക്രാഷ് ഇറ്റ്, ബട്ട് വെൻ ഇറ്റ് ഗെറ്റ് റെക്കോർഡഡ് ഇറ്റ് ഈസ് കമ്മിങ് ആസ് എ ടിക്ക്. ഡീറ്റെയിൽസ് ഇല്ല. സോ ഞാൻ ആ ഡീറ്റെയിൽസ് ഉണ്ടാക്കാനായിട്ട് ഐ ടു ലെയർ ഓൾമോസ്റ്റ് ലൈക്ക് 20 or 30 ട്രാക്സ് അണ്ടർനീത്ത്. ക്രഷ് ചെയ്യുന്ന സൗണ്ട്, അത് ഇതെന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ മാനുവലി ഓരോ ചെറിയ സൗണ്ട് എടുത്ത് വെച്ചിട്ട് ദെൻ പ്ലേഡ് ഇറ്റ്, യു ഗോട്ട് ദ സൗണ്ട് വിച്ച് ഐ വോണ്ടഡ് ടു ഹിയർ, ബട്ട് ഐ ഹാവ് ടു ലെയർ ഓൾമോസ്റ്റ് ലൈക്ക് 30 ട്രാക്സ് ഫോർ ദാറ്റ്. സോ ചെറിയൊരു വാട്ടർമെലൻ്റെ ശബ്ദത്തിന് വേണ്ടിയിട്ടുള്ള കാര്യമായി പറയുന്നത്. അപ്പോൾ അതെന്താണെന്നുള്ള എനിക്ക് അറിയാനായിട്ടൊരു ക്യൂരിയോസിറ്റി ഭയങ്കരമായിട്ടുണ്ടായി. ആ ക്യൂരിയോസിറ്റിയുടെ പുറത്ത് ഞാൻ എൻ്റെ ഗുരു ദീപൻ ചാറ്റർജി, പുള്ളിയുടെ റെക്കോർഡർ അവൈലബിൾ ആയിരുന്നു, ഒരു അനലോഗ് റെക്കോർഡർ. സോ ഐ ടുക്ക് ഇറ്റ്, we tried recording it with that analog recorder and then transferred that analog recording
to digitally into my system, and then I played, I got that sound. Just one track. So then I understood, oh my god, നമ്മൾ എന്താ മിസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അനലോഗ് എന്താണ്, ഡിജിറ്റൽ എന്താണ്. നമുക്കിപ്പോൾ ഈസി വേ ഓഫ് വർക്കിംഗ് എന്ന് പറയുന്ന കോൺസെപ്റ്റിലേക്ക് മൂവ് ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ കുറേ മൂവ് ചെയ്ത് അകത്തായി കഴിയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ മിസ്സാവുന്നുണ്ടെന്നുള്ള റിയലൈസേഷൻ ഉണ്ടല്ലോ, അത് വന്നു. എനിക്ക് അനലോഗിൽ തുടങ്ങിയിട്ട് പോലും ഞാൻ കുറേ നാൾ കഴിഞ്ഞപ്പോൾ ഡിജിറ്റലി നമ്മൾ ഡിപ്പെൻഡൻ്റ് ആയി. ഇറ്റ്സ് വെരി ഈസി. പക്ഷേ അതിനോടൊപ്പം നമ്മൾ മിസ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതാണ്. അപ്പം ഈ ഗ്രോത്തിനോടൊപ്പം തന്നെ അതിനകത്തൊരു നെഗറ്റീവും ഉണ്ട്, പോസിറ്റീവും ഉണ്ട്. സോ വി ജസ്റ്റ് നീഡ് ടു ഗോ ഫോർവേഡ്. തിരിച്ചു പോകാന്ന് പറയുന്നത് ഒരു ടഫായിട്ടുള്ള കാര്യമാണ്. തിരിച്ചു പോയി. ബട്ട് എൻ്റെ ലൈഫിൽ എനിക്ക് ആഗ്രഹം എന്ന് പറയുന്നത് അനലോഗിൽ റെക്കോർഡ് ചെയ്ത് ഒരു റെക്കോർഡിങ് നടക്കാൻ പറ്റുകയാണെങ്കിൽ എവറിത്തിങ് ഷുഡ് ബി റെക്കോർഡഡ് ഇൻ അനലോഗ് ആൻഡ് പ്രോസസ് ഇറ്റ് ഇൻ ഡിജിറ്റൽ. സോ ലൈക്ക് ഫിലിമിൽ ഷൂട്ട് ചെയ്ത് DI ചെയ്ത് സിനിമ വരുന്നു എന്ന് പറയുന്നത് ഇപ്പം ഫോറിൻ കൺട്രീസിൽ ഒരുപാട് ഇംഗ്ലീഷ് പടങ്ങൾ ട്രൈ ചെയ്യുന്നുണ്ട്. ദ സെയിം വേ ദ സൗണ്ട് ഓൾസോ ഷുഡ് ബി ട്രീറ്റഡ് ദാറ്റ് വേ. ഫിലിമിൽ ഷൂട്ട് ചെയ്ത് പ്രോസസ്സ് ചെയ്ത് ഡിജിറ്റലാക്കുന്ന പോലെ തന്നെ സൗണ്ടും ഷുഡ് ബി റെക്കോർഡഡ് അനലോഗിൽ. എന്നിട്ട് തിരിച്ച് നമ്മൾ ഡിജിറ്റലി കൊണ്ടുവന്നു കഴിഞ്ഞാൽ വി മേ ഗെറ്റ് വാട്ട് വി നീഡ്. കുറച്ചുകൂടെ പെർഫെക്റ്റ് ആക്കാൻ പറ്റും എന്നാണ് എൻ്റെ ഒരു തോന്നൽ. ഇറ്റ്സ് നോട്ട് വെരി ടഫ് അല്ലേ. അനലോഗ് ഇപ്പോൾ ഇല്ലല്ലോ. ഇപ്പോൾ ടേപ്സ് നമ്മൾ പോയി ഇപ്പോൾ ഒരു ഫിലിം ഒപ്പിക്കണം എന്നുണ്ടെങ്കിൽ നടക്കില്ല. ഇപ്പം ഇറ്റ്സ് വെരി ടഫ് ടു ഗെറ്റ് എ ഫിലിം. സോ ദ സെയിം വേ ലൈക്ക് സൗണ്ടിലും അത് തന്നെയാണ് അവസ്ഥ. അനലോഗിൽ റെക്കോർഡ് ചെയ്തെടുക്കണമെങ്കിൽ യു നീഡ് എക്യുപ്മെൻറ്റ്സ്, യു നീഡ് ലോട്ട് ഓഫ് സ്റ്റാഫ്. അതൊരു ഇപ്പോൾ പണ്ട് ഒരു റിവേർബ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഒരു സൗണ്ടിൽ റിവേർബ് നിങ്ങൾ പറയില്ല. ഇപ്പോൾ ഒരു പ്ലഗിനിലിട്ട് പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞാൽ സൗണ്ട് റിവേർബായി. പണ്ട് ദർ ഇസ് എ റൂം. ഈ നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന സൗണ്ടിനെ ആ റൂമിലേക്ക് വിട്ടിട്ട് വലിയ റൂം, എ ബിഗ് റൂം വിത്ത് ലോട്ട് ഓഫ് ലെയേഴ്സിനോ. നമുക്ക് DK ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അതിൻ്റെ അകത്ത് മറ്റേ പാനൽസ് മാറ്റണം. അങ്ങനെ വേരിയബിൾ പാനൽസ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു റൂം. ആ റൂമിനകത്താണ് ഈ വിട്ടിട്ട് അതിനെ റെക്കോർഡ് ചെയ്ത് തിരിച്ചെടുക്കുമ്പോഴാണ് റിവേർബ് ഉണ്ടാകുന്നത്. സോ നമ്മളിപ്പോൾ ഒരു പ്ലഗിൻ വെച്ചൊന്ന് പ്രോസസ്സ് ചെയ്ത് തീരുന്ന കാര്യം അന്ന് അത്രയും കഷ്ടപ്പെട്ടിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത് തിരിച്ച് നമ്മൾ കൊണ്ടുവരാമെന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് പോസിബിൾ റൈറ്റ് നൗ. ബട്ട് എനിവേസ് നമ്മളിപ്പം ഹാൻസ് സിമ്മർ പോലത്തെ ആൾക്കാരുടെ ഇൻ്റർവ്യൂസ് നമ്മൾ കാണുന്ന സമയത്താണ് ശരിക്കും പറയുന്നത് നമ്മൾ റിയലൈസ് ചെയ്യുന്നത് ഹീ ഈസ് ഓൾസോ ഇൻ ടു ദാറ്റ്. He is also buying a lot of old analog equipment and trying to record his sound analog and then digitally process it. So lot of people are trying, but something will happen. So in library ഉള്ള ഏറ്റവും മോസ്റ്റ് ഫാസിനേറ്റിംഗ് അല്ലെങ്കിൽ യൂണീക്ക് ആയിട്ടുള്ള എന്തെങ്കിലും സൗണ്ട്സ് ഉണ്ടോ സിനിമയ്ക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്ത്? എവറി സൗണ്ട് വിൽ ബി യൂണീക്ക്. നമ്മളിപ്പോൾ റെക്കോർഡ് ചെയ്യുന്ന ഇപ്പോൾ നമ്മൾ ഇവിടെ ഇരുന്ന് റെക്കോർഡ് ചെയ്യുന്ന സൗണ്ടിനെ ഒരിക്കലും നമുക്ക് റീക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. ഈ നിമിഷം ഇപ്പോൾ ഒരു ഫോട്ടോഗ്രാഫി പറയുന്ന പോലെ തന്നെ ഞാൻ പറയുകയാണ്. ഇപ്പോൾ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നൊരു ശബ്ദം എന്ന് പറയുന്നത് ഇപ്പോൾ ഉണ്ടാകുന്ന ശബ്ദമാണ്. അപ്പോൾ ഞാൻ ഒരു വീട്ടിൽ ഞാൻ കോഫി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വെളിയിൽ ഭയങ്കരമായിട്ട് പാരറ്റ്സ് ഫൈറ്റ് ചെയ്യുന്നൊരു സൗണ്ട് കേട്ടു. I never heard that before. ഞാൻ just took my phone, I always record that. ഞാൻ ഒരിക്കലും ഇപ്പം ഐഫോണിൽ തന്നെ പറയുകയാണെങ്കിൽ ഐഫോണിൽ ഇപ്പോൾ കാന്താര പടത്തിൽ ഒരു പുള്ളിയുടെ മറ്റേ ബ്രീത്സും പുള്ളിയുടെ ചില മറ്റേ ഈ ബ്രഹ്മരക്ഷസായിട്ടുള്ളതൊക്കെ ഇല്ല കാന്താര പുള്ളി തന്നെ ബ്രഹ്മരക്ഷസ് എൻ്റെ കയ്യിൽ വീഡിയോ എടുക്കുന്നുണ്ട് ഞാൻ റെക്കോർഡ് ചെയ്ത്. സോ വി റെക്കോർഡ് ഇൻ ഐഫോൺ. എന്നിട്ട് ഞാനത് നമ്മളപ്പോൾ തന്നെ മിക്സിംഗ് ടേബിളിൽ ഇരുന്ന് പുള്ളി ഇരുന്ന് സൈഡിൽ ഇരുന്ന് റെക്കോർഡ് ചെയ്യുന്നു. ഐ ട്രാൻസ്ഫേർഡ് ഇറ്റ് ടു മൈ സിസ്റ്റം, ഐ പ്രോസസ്ഡ് ഇറ്റ് ആൻഡ് മേക്ക് ദാറ്റ് സൗണ്ട് ലൈക്ക് എ ഡിമോണിക് വോയിസ്. അത്രയേ ഉള്ളൂ. ആ ഡിമോണിക് വോയിസിലേക്ക് നമുക്ക് എത്തിക്കാൻ പറ്റും. പക്ഷേ അത് റെക്കോർഡ് ചെയ്ത് ഐഫോണിൽ. അപ്പോൾ അതേപോലെ തന്നെ ഞാൻ കേൾക്കുന്ന എല്ലാ ശബ്ദങ്ങളും ഞാൻ എവിടെ പെട്ടെന്ന് കേൾക്കുകയാണെങ്കിൽ നമ്മൾ ഉടനെ ഫോൺ എടുക്കുന്നു, നമ്മൾ റെക്കോർഡ് ചെയ്യുന്നു. ആ ഒരു ഹാബിറ്റ് എനിക്കുണ്ട്. അപ്പോൾ അവിടെ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് പെട്ടെന്നൊരു രണ്ട് പാരറ്റ്സ് ഇങ്ങനെ പറന്നുപോയി. സോ ദാറ്റ് വാസ് ലൈക്ക് അപ്പോൾ എനിക്ക് അത് യുണീക്ക് സൗണ്ടാണ്. ഫോർ മീ ഇറ്റ് ഈസ് വെരി യുണീക്ക്. സോ സെയിം കൈൻഡ് ഓഫ് സൗണ്ട്സ് വി വിൽ ഗെറ്റ് ഇറ്റ്. നമ്മൾ മൈക്ക് ഓൺ ചെയ്ത് വെച്ച് കുറച്ച് നേരം ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഇപ്പോൾ ഇവിടെ നിന്ന് റെക്കോർഡ് ചെയ്താൽ പോലും യു വിൽ ഗെറ്റ് ലോട്ട് ഓഫ് യുണീക്ക് സൗണ്ട്സ്. that's what I mean to say that like നമ്മൾ ഓരോ റെക്കോർഡിങ്ങും അതിൻ്റെ അകത്തൊരു യുണീക്ക് സംഭവം ഉണ്ടാവും. ക്രിയേറ്റ് ചെയ്തത് അങ്ങനെ എന്തെങ്കിലും ഇപ്പം നമ്മളിപ്പോൾ ഡിനോസറിൻ്റെ സൗണ്ട് നമ്മൾ അങ്ങനെ കേട്ടിട്ടില്ലാത്തൊരു സൗണ്ട് അത് അവരും കാണിച്ചാണ് നമ്മൾ വിശ്വസിച്ചത് അതാണ് സൗണ്ട്. തീർച്ചയായിട്ടും ഇല്ല, അങ്ങനെ ഒരു ക്രിയേഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇതുവരെ ചെയ്തിട്ടില്ല. കാരണം അങ്ങനെ ഒരു അവസരം സിനിമയിൽ എനിക്ക് കിട്ടിയിട്ടില്ല ഇതുവരെ. അങ്ങനൊരു സംഭവം കിട്ടിയാലല്ലേ നമുക്ക് അത് ചെയ്യാൻ. ഇപ്പോൾ ഇന്ത്യൻ സിനിമാസ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇനി വരുന്ന ഒരു 7 ചാപ്റ്റർ ഉണ്ട് ലോഹയുടെ. അതിലൊക്കെ നമുക്ക് ഒരുപാട് പ്രതീക്ഷയുണ്ട്. ഇങ്ങനത്തെ ഒരു പടം വന്നല്ലോ, ഇനി നമുക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടുമായിരിക്കും ചെയ്യാൻ എന്ന് പറഞ്ഞിട്ട് ഇനി സംതിങ് ഇനി നടക്കാൻ പോകുന്നൊരു കാര്യമാണ് ഇപ്പോൾ ചോദിച്ചത് എൻ്റെ ലൈഫിൽ.
കാരണം അങ്ങനെ ഒരു പടം കിട്ടിയിട്ടില്ല എന്നുള്ള സത്യം. നമുക്ക് അങ്ങനെ വർക്ക് ചെയ്യാനായിട്ടൊരു പടം, ഇപ്പം ഗ്രാവിറ്റി പോലത്തെ ഒരു പടം അവിടെ ചെയ്ത സമയത്ത് അവർ സ്പേസിൽ പോയി, സൗണ്ട് ഡിസൈനേഴ്സ് വെൻ ദെയർ, അവരുടെ സ്പേസ് സ്റ്റേഷനിൽ പോയി അവിടെ എന്താണെന്നുള്ളത് കണ്ടുപഠിച്ചിട്ട് തിരിച്ചു വന്നപ്പോൾ അവർ മനസ്സിലാക്കിയ കാര്യം അവിടെ സൗണ്ട് ഇല്ല എന്നാണ്. സോ അത് അവിടെ ചെന്നിട്ട് അവർക്ക് ചെന്നാലേ അറിയുള്ളൂ. സോ ദിസ് കൈൻഡ് ഓഫ് തിങ്സ് വിൽ ഹാപ്പൻ ഇൻ അവർ ഇൻഡസ്ട്രി. ഇപ്പം നടക്കുന്നുണ്ട്. ഇപ്പോൾ സൗണ്ടിന് ഭയങ്കരമായ ഇമ്പോർട്ടൻസ് പണ്ടത്തെ പോലെയല്ല ഇപ്പോൾ വന്നു. സാധാരണക്കാർ പോലും അത് ശ്രദ്ധിക്കാൻ തുടങ്ങി എന്നുള്ളത് ഭയങ്കര സന്തോഷമാണ്. ഇന്ത്യൻ ഓഡിയൻസ് സൗണ്ട് ശ്രദ്ധിച്ചു തുടങ്ങിയെന്നാ തോന്നുന്നു. ഞാനൊരു കാര്യം പറയും. ഇപ്പം എൻ്റെ ലൈഫിൽ എന്നെ ശ്രദ്ധിച്ച സിനിമകൾ എടുത്തു പറയുമ്പോൾ ഹൊറർ സിനിമകളാണ്. ഈ ഹൊറർ സിനിമ ചെയ്യുമ്പോഴാണ് ശരിക്കും ശബ്ദം എന്ന് പറയുന്നത് ഇത്രയും ഇമ്പോർട്ടൻസ് ഉണ്ട് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിലേക്ക് വരുന്നത്. എല്ലാ സിനിമയിലും നമ്മൾ ഈ ഹൊറർ പടത്തിൽ ചെയ്യുന്ന പോലെ തന്നെ സൗണ്ട് ചെയ്യാറുണ്ട്. പക്ഷേ മ്യൂസിക്കിൻ്റെ അതിപ്രസരം കാരണം, അതിപ്രസരം എന്ന് പറയുന്നത് നമ്മുടെ കയ്യിലത് എങ്ങനെ യൂസ് ചെയ്യണം എങ്ങനെ യൂസ് ചെയ്യേണ്ട എന്നുള്ള തീരുമാനം നമ്മുടെ കയ്യിലാണ്. പക്ഷേ നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിൽ എല്ലാ സിനിമകളിലും മ്യൂസിക്കിൻ്റെ ഒരു അതിപ്രസരമുണ്ട്. അത് സത്യസന്ധമായിട്ടുള്ള കാര്യമാണ്. പടം തുടങ്ങുന്ന മുതൽ അവസാനിക്കുന്നവരെ മ്യൂസിക് ഇട്ട് നിറയ്ക്കുക എന്ന് പറയുന്നൊരു പരിപാടിയുണ്ട്. ശരിക്കും പറഞ്ഞാൽ അതല്ല. അത് അങ്ങനെ ചെയ്യുന്നതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഈ സൗണ്ട് എന്നുള്ള രീതിയിൽ ഒരു സിനിമ ഒരു സീനിനെ പ്രസൻറ്റ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റാതെ പോകുന്നത്. അവിടെ ഇപ്പോൾ വരുന്നത് മ്യൂസിക് ഇട്ടു ചെയ്തു കൊള്ളാം, അവിടെയും മ്യൂസിക് ഇരിക്കട്ടെ, ഇവിടെയും മ്യൂസിക് ഇരിക്കട്ടെ, അവിടെയും മ്യൂസിക് ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് കംപ്ലീറ്റായിട്ട് മ്യൂസിക്കാണ്. അതില്ലാത്തൊരു സിനിമ വരുന്നത് എവിടെയാണെന്നറിയോ? മ്യൂസിക് ഏറ്റവും കുറഞ്ഞ് ഹൊറർ പടങ്ങൾ. അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ മ്യൂസിക് ഇട്ടാൽ അത് ഡിസ്റ്റർബൻസ് വരും. സോ അപ്പോൾ നമ്മളെന്ന് വെച്ചാൽ സൈലൻസിൽ ചെയ്യും. അപ്പോൾ സൈലൻസ് ചെയ്യുമ്പം ഇപ്പോൾ ഈ പറഞ്ഞ ഡീസർ എന്ന് പറഞ്ഞ പടത്തിലെ ഒരു സിഗരറ്റ് കത്തിച്ച് വലിക്കുമ്പോൾ ആ സിഗരറ്റിൻ്റെ അറ്റത്തുള്ള കരിയുന്ന ശബ്ദം പോലും കേൾക്കുന്നുണ്ടാണ് അവിടെ മ്യൂസിക് ഇല്ലാത്തതുകൊണ്ട്. ഈ സൗണ്ട് നമ്മൾ എല്ലാ സിനിമയിലും ചെയ്തിട്ടുണ്ട്, ഇതുവരെ ആരും കേട്ടിട്ടില്ല. എല്ലാ സിനിമയിലും ആ സൗണ്ട് അവിടെ ഉണ്ട്. പക്ഷേ അതിനേക്കാളും മുകളിലാണ് മ്യൂസിക് നിൽക്കുന്നത്. അപ്പോൾ ഡീറ്റെയിലിംഗ് നിങ്ങൾക്കൊരു ലിമിറ്റുണ്ട്. നമ്മളൊരു 2000 ട്രാക്കിൻ്റെ സെഷനാണ് ഞാൻ പ്ലേ ചെയ്യുന്നത്. ഈ 2000 സൗണ്ട്സ് നിങ്ങൾ ഒരുമിച്ച് ഒറ്റ ഫ്രെയിമിൽ കേൾക്കുകയാണ്. നിങ്ങൾക്ക് എങ്ങനെ പ്രോസസ്സ് ചെയ്യാൻ പറ്റുക? നിങ്ങളെ കേൾപ്പിക്കേണ്ട ഒരു സൗണ്ടാണ്. നമുക്ക് അത്രേ പറ്റൂ. നമ്മൾ ബാക്കിലുള്ള കിളി പറക്കുന്നത്, അവിടെ ഒരാൾ നടന്നു വരുന്നത്, ഷൂ സൗണ്ട്, ഷർട്ടിൻ്റെ ശബ്ദം, മറ്റേത് മറിച്ചതെന്ന് പറഞ്ഞിട്ട് ഈ കയ്യിൽ കിടക്കുന്ന ഈ വളയുടെ സൗണ്ട്, ഇതും പറഞ്ഞ് നമ്മൾ ഇങ്ങനെ ലെയർ ചെയ്തിരിക്കുക. നിങ്ങൾ ഏത് കേൾക്കും? ഞാനിപ്പോൾ ഒരാൾ നടന്നു വരുമ്പോൾ വളയുടെ സൗണ്ട് മാത്രം കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്നത്, നിങ്ങൾ വട മതി അതെന്താ വളയുടെ സൗണ്ട് എന്ന് കേൾക്കും. സോ ബട്ട് വെൻ ഇറ്റ് കംസ് ഓൾ ടുഗദർ യു ആർ നോട്ട് ഗോയിങ് ടു, നിങ്ങൾക്ക് മനസ്സിലാവാനേ പോകുന്നില്ലത് അങ്ങനെ ഒരു സൗണ്ട് കിടപ്പുണ്ട്. ഇപ്പോൾ ട്രാൻസ്ഫോമേഴ്സ് എന്ന് പറഞ്ഞ പടത്തില്ലേ, ട്രാൻസ്ഫോമേഴ്സ് പടത്തിൽ ആ ട്രാൻസ്ഫോമിങ് സൗണ്ട് ഉണ്ട്. അത് നിങ്ങൾ പറയുമ്പോൾ തന്നെ നിങ്ങളുടെ മൈൻഡിൽ വരും. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ആ സിനിമയിൽ അത് മാത്രമാണ് കേൾപ്പിച്ചിരിക്കുന്നത്. എൻ്റെ പുറകിൽ കിടക്കുന്ന പൊട്ടലും ബഹളവും ക്രാഷും ഒന്നും നിങ്ങൾ കേൾക്കുന്നില്ല. അത് മാത്രം കേട്ടുകൊണ്ട് നിങ്ങളുടെ മൈൻഡിൽ അതുള്ളത്. സോ അതുപോലെ തന്നെയാണ് നമ്മുടെ സിനിമയുടെ അവസ്ഥയും. ഇവിടുത്തെ രീതി അതാണ്. അപ്പം കറക്റ്റായിട്ടുള്ള യൂസേജ് വന്നു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങൾ ഈ പറയുന്ന പോലത്തെ ഇതുണ്ടാവും. മ്യൂസിക്കിൻ്റെ അതിപ്രസരമാണ് ഒരു പരിധി വരെ ഇത് ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നതെന്ന് ഞാൻ പലപ്പോഴും എനിക്ക് തോന്നുന്നത്. ചോദ്യം എന്തായിരുന്നു? ഈ സൗണ്ട് ഓഡിയൻസ് എന്താണ് സൗണ്ട് ശ്രദ്ധിക്കാൻ തുടങ്ങി എന്നാണ് ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. അതേ പറഞ്ഞു. അപ്പം അതിൻ്റെ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഈ പറഞ്ഞ പോലെ ഹൊറർ പടങ്ങൾ വരുമ്പോഴാണ് കൂടുതലും ശ്രദ്ധിക്കുന്നത്. ഇപ്പം എൻ്റെ ആദ്യത്തെ സിനിമ, ഞാൻ ആദ്യം ചെയ്ത സിനിമ തന്നെ അപരിചിതനാണ്. എന്തുകൊണ്ട് എന്നെ അവർ ശ്രദ്ധിച്ചു, എന്തുകൊണ്ട് എന്നെ ഇൻഡസ്ട്രി ശ്രദ്ധിച്ചു എന്നുള്ളത് ഞാൻ തിരിഞ്ഞു നോക്കുമ്പം, ബിക്കോസ് ഇറ്റ്സ് എ ഹാഫ് ഹൊറർ ബേസ്ഡ് പ്രോജക്റ്റ് വേർ ഐ ക്യാൻ പ്ലേ അറൗണ്ട്, ഐ ക്യാൻ ഷോ മൈസെൽഫ് വാട്ട് ഐ ക്യാൻ ഡു. സോ അത് ചെയ്തതുകൊണ്ടാണ് എന്നെ ശ്രദ്ധിച്ചത്. അതിനുശേഷം എനിക്ക് ഇമ്മീഡിയറ്റ്ലി ഉടനെ എനിക്ക് അടുത്ത മാർക്കായിട്ട് വന്ന അനന്തഭദ്രമാണ്. ദാറ്റ് ഈസ് ഓൾസോ സംതിങ്, ഇറ്റ്സ് മ്യൂസിക്കൽ ബട്ട് ദറ്റ് സെയിം ടൈം ഇറ്റ് ഈസ് വെരി മച്ച് ഡിഫറെൻറ്റ്. അതിൻ്റെ അകത്ത് കേവ്സ് ഉണ്ട്. കേവിൻ്റെ അകത്ത് കയറുമ്പോൾ എങ്ങനെയാണെന്ന് ഞാൻ കേവ് ഉണ്ടാക്കി. സൗണ്ട് കൊണ്ട് നിങ്ങൾക്കൊരു കേവിൻ്റെ അകത്താണ് നിങ്ങൾ നിൽക്കുന്നതെന്നൊരു ഫീൽ ഉണ്ടാക്കി തന്നു. അങ്ങനെയൊക്കെ ചെയ്തതുകൊണ്ടാണ് നമ്മളെ ശ്രദ്ധിച്ചത്. അപ്പോൾ ആ സമയം മുതൽ എന്നെ ശ്രദ്ധിച്ചു എന്നുള്ളതാണ് സത്യം. ഇല്ലെങ്കിൽ ഞാൻ ഇന്നിവിടെ ഇരിക്കില്ല. സൗണ്ട് ശ്രദ്ധിക്കുന്നുണ്ട്, പക്ഷേ അതായത് അങ്ങനത്തെ സിനിമകൾ വരുമ്പോൾ മാത്രം, നോട്ട് എവറി മൂവി. പിന്നെ എൻ്റെ ഗുരുനാഥൻ എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സിനിമ കണ്ട് വെളിയിറങ്ങുമ്പം ഒരു ക്രാഫ്റ്റിനെ കുറിച്ചും ആരും ഡിസ്കസ് ചെയ്യാൻ പാടില്ല, സിനിമയെക്കുറിച്ച് മാത്രമേ ഡിസ്കസ് ചെയ്യാൻ പാടുള്ളൂ. അതായത് ഒരു സിനിമ കണ്ട് വെളിയിറങ്ങി വരുമ്പം നല്ല സിനിമയാണ് എന്ന് പറഞ്ഞാൽ സിനിമ വിജയിച്ചു, എല്ലാ ക്രാഫ്റ്റും നന്നായി എന്നുള്ളതാണ്. പക്ഷേ ദ മൊമെൻറ്റ് യു സേ മ്യൂസിക് അടിപൊളിയായിരുന്നു എന്ന് പറഞ്ഞാൽ സിനിമ പോരാ. കാരണം നിങ്ങൾ അത്രയും നേരം സിനിമ കണ്ടില്ല, മ്യൂസിക്കാണ് കേട്ടുകൊണ്ടിരുന്നത്. സോ ദാറ്റ് മീൻസ് ദാറ്റ്സ് നോട്ട് എ വിക്ടറി.
ദാറ്റ്സ് ആക്ച്വലി കൈൻഡ് ഓഫ് എല്ലാ ടെക്നീഷ്യൻസിനും പരാജയമാണ്. അപ്പോൾ എവിടെയോ എന്തോ പ്രശ്നമുള്ളതുകൊണ്ടാണ് ഒരു ക്രാഫ്റ്റിനെ മാത്രം ശ്രദ്ധിക്കുന്നത് എന്ന് എനിക്ക് പറഞ്ഞു തന്ന. അപ്പോൾ ചിലപ്പോൾ എൻ്റെ സൗണ്ട് അടിപൊളിയായിട്ടെന്ന് പറയുമ്പോൾ അയ്യോ പടം പോരെ എന്ന് ഞാൻ ആലോചിക്കേണ്ട ഒരു അവസ്ഥ പലപ്പോഴും നമുക്കുണ്ടായിട്ടുണ്ട്. അതാണ് സത്യം. ഇപ്പോൾ ഈ മ്യൂസിക്കും സൗണ്ടിൻ്റെ മ്യൂസിക് ഓവർ പവർ ചെയ്യുന്ന കാര്യം പറഞ്ഞത്, അപ്പോൾ നിങ്ങൾ തമ്മിലൊരു ഹെൽത്തി ഡിബേറ്റ്സ് ഒക്കെ ഉണ്ടാവാറുണ്ടോ? ഇപ്പോൾ ജിഗർ തന്നെയുള്ള സമയത്തൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഒത്തിരി സൗണ്ട് ഇതുപോലെ വർക്കൊക്കെ ചെയ്യും, പക്ഷേ സന്തോഷിന്റെ മ്യൂസിക്കും അത്ര തന്നെ ഇമ്പോർട്ടൻ്റ് ഉണ്ട്. അത് തീർച്ചയായിട്ടും അതെങ്ങനെയാണ് മാനുവർ ചെയ്യുന്നത്? കാരണം നിങ്ങളും അത്ര തന്നെ എഫേർട്ട് ഇട്ട് ചെയ്യുന്ന പരിപാടിയാണല്ലോ. ഇപ്പോൾ ഒരു ജിഗർദൻ്റെ ഒരു സീക്വൻസ് പറയാം. തിയേറ്ററിൻ്റെ അകത്തിരുന്നിട്ട് ഫാൻസ് ഉണ്ട്. അപ്പം നമ്മൾ അറ്റ്മോസ് ആദ്യമായിട്ട് ചെയ്യുന്നൊരു സിനിമയാണ്. അറ്റ്മോസിൽ നമ്മൾ ആദ്യം വർക്ക് ചെയ്യില്ല. അപ്പം അറ്റ്മോസിൽ ഓരോ സ്പീക്കറിലും ഓരോ സൗണ്ട് വയ്ക്കാം. അറ്റ്മോസിൽ അങ്ങനെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഓരോ സ്പീക്കറിലും ഓരോ ഫാനിൻ്റെ ശബ്ദങ്ങൾ വെച്ചു. ഇപ്പോൾ ഫാൻസി അന്നത്തെ പഴയ തിയേറ്റർ എന്ന് പറഞ്ഞാൽ സൈഡ്സ് ഫുൾ ഫാനായിരിക്കുമല്ലോ. അപ്പോൾ ഓരോ സ്പീക്കറിലും ഓരോ ടൈപ്പ് ഓഫ് ഫാൻ നമ്മൾ ഫിക്സ് ചെയ്തു ചുറ്റും. അപ്പോൾ ഫാൻ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്കറിയില്ല. വെൻ ദ നോയ്സ് ഈസ് ദെയർ യു വോണ്ട് അണ്ടർസ്റ്റാൻഡ് ദ വേരിയേഷൻസ്. പക്ഷേ ദ മൊമെൻറ്റ് യു സ്വിച്ച് ഇറ്റ് ഓഫ്, ഓരോ ഫാൻ ഓരോ ടൈമിങ്ങിൽ നിൽക്കും. ജസ്റ്റ് ഇമാജിൻ. ഇപ്പോൾ ഓരോ സ്ഥലത്ത് ഇങ്ങനെ ടക്ക് 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 ഇവിടെ കറങ്ങും. അങ്ങനെ ഓരോ സ്ഥലത്തും ഓരോന്ന് നിൽക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് ആൾക്കാർക്ക് ഒരു ഭയങ്കര അറ്റ്മോസ്ഫിയർ കിട്ടും. വെൻ ഇറ്റ് സ്വിച്ച് ഓഫ്. അങ്ങനത്തെ ഒരു ഷോട്ടുണ്ട് എൻ്റെ അടുത്ത്. നമ്മൾ ഇത് വർക്ക് ചെയ്തെടുക്കാൻ തന്നെ 5 ദിവസം എടുത്തു. ഈ 5 ദിവസം എടുത്ത് വർക്ക് ചെയ്തിട്ട് മ്യൂസിക്, അത് കഴിഞ്ഞ് സന്തോഷിന് മ്യൂസിക് വരുന്നു. ആ സീന് മൊണ്ടാഷ് ആണെന്ന് കംപ്ലീറ്റ് മ്യൂസിക് ഇട്ട് നിറച്ചോളൂ, എഫക്ട്സ് കട്ട് ചെയ്തോളൂ. ഡെഫിനറ്റ്ലി ഇറ്റ് ഈസ് വെരി പെയിൻഫുൾ. നമ്മൾ അത്രയും വർക്ക് ചെയ്തൊരു സാധനം ഒറ്റയടിക്ക് മൊണ്ടാഷ് ആണെന്ന് പറയുന്നു. മ്യൂസിക് എഫക്ട്സ് ഫുൾ ജസ്റ്റ് എൻ്റെ ഫേഡർ ഇതാ. ഞാൻ 5 ദിവസം ചെയ്ത പണി എൻ്റെ ഫേഡർ ഞാൻ നേരത്തെ ആയിട്ട് വിളിച്ചു. ഡൺ, തീർന്നു. അപ്പോൾ അത് നിങ്ങളിനി കേൾക്കാനേ പോകുന്നില്ല. ഇനി ഞാനത് മാത്രമായിട്ട് എവിടെയെങ്കിലും ക്ലാസ് എടുത്തുമ്പോൾ അത് ഞാൻ ഇത്രയും വർക്ക് ചെയ്തിട്ടുണ്ട്. സോ ബട്ട് വൺ സീൻ വാസ് ഡിസ്കസ്ഡ് മച്ച് ബിഫോർ ഇൻ ദാറ്റ് പെർട്ടിക്കുലർ മൂവി. നോ മ്യൂസിക് ഇൻ ദാറ്റ്. നിങ്ങൾ കാണുമ്പം അതിൻ്റെ അകത്ത് ഒരാൾ ഇൻ്റർവ്യൂ ബ്ലോക്കിൽ വരുന്ന ആ ഷോട്ട്, സിംഗിൾ ക്യാമറ ഷോട്ട്, ദാറ്റ് വാസ് ബ്രില്യൻ്റ്ലി ഡിസൈൻഡ് ആൻഡ് മിക്സ്ഡ് വിത്ത് സൗണ്ട്. ആൾക്കാർക്ക് ഒരിക്കലും തോന്നുന്നില്ല അവിടെ മ്യൂസിക് ഇല്ലയെന്ന്. അങ്ങനത്തെ ഒരുപാട് പടങ്ങളുണ്ട് കേട്ടോ. വെൽ പ്ലാൻഡ് ആണെങ്കിൽ നിങ്ങൾ അറിയേയില്ല മ്യൂസിക് ഇല്ല എന്നുള്ള കാര്യം. മ്യൂസിക് വേണ്ടത് കൃത്യം എവിടെയാണോ വേണ്ടത് അവിടെ കൊടുത്തു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി എ ബാങ്. നിങ്ങൾക്കൊരു ഗൂസ് ബംസ് കിട്ടും. ഈ പ്ലാനിംഗ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഈ ജിഗർദണ്ടെ തന്നെ ഈ സിംഗിൾ ഷോട്ടിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഇത് ഷൂട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ നിങ്ങൾ തമ്മിൽ ഈ സൗണ്ട് സ്ക്രിപ്റ്റ് പരിപാടിയൊക്കെ സൗണ്ട് സ്ക്രിപ്റ്റ് ഉണ്ട്. ഇപ്പോൾ പല പടങ്ങളിലും ഇപ്പോൾ റീസെൻ്റ്ലി നടക്കുന്നുണ്ട്. അങ്ങനെ ഒരു സൗണ്ട് സ്ക്രിപ്റ്റ് വർക്ക് ചെയ്തതുകൊണ്ടാണ് ആ ഷൂട്ടിങ്, ആ സിംഗിൾ ഷോട്ട് എടുക്കാൻ പറ്റിയത്. എവിടെ എടുക്കണം, എന്തായിരിക്കണം ആ വെളിയിലുള്ള. ഇപ്പോൾ സിംഗിൾ ഷോട്ട് പ്ലാൻ ചെയ്തത് തന്നെ മഴ വേണം എന്നുള്ളൊരു ഡിസ്കഷൻ വന്നു. അപ്പോൾ മഴ ആഡ് ചെയ്തു കഴിഞ്ഞപ്പോഴത്തേക്ക് അപ്പോൾ വിഷ്വലി ഷൂട്ടിങ്ങിലും ബഡ്ജറ്റ് മാറിയില്ലേ. അപ്പോൾ ഇതൊരു തിയേറ്റർ ആണെങ്കിലോ എന്നൊരു ഡിസ്കഷൻ വന്നു. തിയേറ്ററിൻ്റെ അടുത്തുള്ള ക്യാൻറ്റീൻ ആവാം. സോ ഹീ ഈസ് ഗോയിങ് ഇൻ ടു ദ തിയേറ്റർ വാഷ്റൂം. അപ്പോൾ ഈ പ്ലാനിങ് ഒക്കെ സൗണ്ടിന് വേണ്ടിയും വിഷ്വൽ ഇമ്പാക്റ്റിന് വേണ്ടിയും തന്നെയാണ് പ്ലാൻ ചെയ്തത്. ചുമ്മാ ഒരു വാഷ്റൂം, പബ്ലിക് വാഷ്റൂം ആവരുത്. സോ ഇറ്റ് ഷുഡ് ബി സംതിങ് കണക്റ്റഡ് വിത്ത് സം പ്ലേസ് അപ്പം തിയേറ്റർ. അപ്പോൾ തിയേറ്ററിൽ സൗണ്ട് ഉണ്ടാവും. തിയേറ്റർ അകത്ത് സിനിമ ഓടിക്കൊണ്ടിരിക്കുക. സോ വി ക്യാൻ എൻഗേജ് സംതിങ് ദെയർ. നടന്നു പോകുമ്പം ഒരു മ്യൂസിക് ഇല്ല. അപ്പോൾ മ്യൂസിക്കിന് പകരം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സിനിമയുടെ വോയിസ് ഇടുമ്പോഴത്തേക്ക് ഇറ്റ് ഈസ് എൻഗേജിങ്. അപ്പോൾ നിങ്ങൾക്ക് ലാഗ് ഫീൽ ചെയ്യില്ല. ഒരാൾ ഇവിടുന്ന് അവിടം വരെ നടന്നു പോകുമ്പോൾ സംതിങ് ഈസ് ഹാപ്പനിങ് ദെയർ. സോ വൈ മ്യൂസിക്? അപ്പോൾ മ്യൂസിക് അവോയ്ഡ് ചെയ്യുമ്പോൾ വെറുതെ ചുമ്മാ അവോയ്ഡ് ചെയ്യലല്ല. യു നീഡ് സം പർട്ടിക്കുലർ വേ ടു എൻഗേജ് ദ ഓഡിയൻസ് ഇൻ എ ഡിഫറെൻറ്റ് വേ, നോട്ട് ജസ്റ്റ് വിത്ത് മ്യൂസിക്. അപ്പോൾ ആ പ്ലാനിങ് ചെയ്യാനാണ് ഈ സൗണ്ട് സ്ക്രിപ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ സൗണ്ട് സ്ക്രിപ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ യു ഡോണ്ട് നീഡ് ടു ഫിൽ ദ മ്യൂസിക് ഫുള്ളി. അപ്പം ഓൾറെഡി സൗണ്ടിന് വേണ്ടി പ്ലാൻഡ് ആയിരിക്കും ഓരോ സീൻസ്. എൻഗേജിങ് ആക്കാനായിട്ട് എന്ത് ചെയ്യാം? അപ്പോൾ ഷൂട്ടിംഗ് ലൊക്കേഷൻ മാറും. അപ്പോൾ ചിലപ്പോൾ കാറ്റായിരിക്കും ചിലപ്പോൾ എൻഗേജിങ് ആക്കുന്നത്, ചിലപ്പോൾ മരങ്ങളുടെ ആട്ടമായിരിക്കും. സോ നീഡ് സംതിങ് ടു എൻഗേജ് ദ ഓഡിയൻസ്. സോ അതാണ് മാറ്റർ. ഇപ്പോൾ വരുന്ന പ്രോജക്ട്സ് ഒക്കെ അങ്ങനെ സൗണ്ട് സ്ക്രിപ്റ്റ് വേണമെന്ന് ഒരു 50%. I will say 50%. Not 50% is still in the old fashion. ഷൂട്ടിംഗ് കഴിഞ്ഞതിന് ശേഷം ആരെ നമുക്ക് സൗണ്ട് ചെയ്യുന്നത് എന്ന് അപ്പോൾ ഡിസ്കഷൻ ചെയ്യും. അപ്പോൾ ആരെങ്കിലും ഒരാൾ പറയും. സാറിൻ്റെ ഒരു ഇൻവോൾവ്മെന്റ് യൂഷ്വലി എപ്പോഴാണ് തുടങ്ങുന്നത്? ഐ മീൻ പ്രീ പ്രൊഡക്ഷൻ ടൈമിൽ തന്നെ if I am working as a designer, ഞാൻ ഒരു പടത്തിൻ്റെ ഡിസൈനർ ആൻഡ് എ മിക്സറായിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ ഐ വിൽ സ്റ്റാർട്ട് മൈ കണക്ഷൻ വിത്ത് ദ ഡയറക്ടർ ബൈ ദ ടൈം ഓഫ് സ്ക്രിപ്റ്റിംഗ് ഇറ്റ് സെൽഫ്. ഇപ്പോൾ പൃഥ്വിൻ്റെ പടമല്ലേ എമ്പുരാൻ ആക്ച്വലി സ്ക്രിപ്റ്റ് ആവുന്നതിന് മുമ്പ് ആദ്യം ഈ പടം പ്ലാൻ ചെയ്യുന്നത് ഫുൾ സ്ക്രിപ്റ്റ് കണ്ടിന്യൂ ചെയ്യുന്നതിന് മുമ്പ് തന്നെ എന്നെ വിളിച്ചിട്ട് നമ്മളാണ് ഈ പടം ചെയ്യുന്നത്, ചേട്ടൻ്റെ പേര് വെക്കട്ടെ, പേര് വെക്കാൻ പറഞ്ഞു. അപ്പം മുതൽ സ്റ്റാർട്ട് ചെയ്തു നമ്മുടെ ജേർണി.
അത് കഴിഞ്ഞ് ഫസ്റ്റ് സ്ക്രിപ്റ്റ് ആയപ്പോഴത്തേക്ക് ഐ വാസ് കോൾഡ്, സ്ക്രിപ്റ്റ് ഡിസ്കസ് ചെയ്തു. കംപ്ലീറ്റ് സ്ക്രിപ്റ്റ് പുള്ളി വായിച്ച് കേൾപ്പിച്ചു. ഇതാണ് നമ്മൾ ഷൂട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പം നമ്മുടെ ഡൗട്ട്സും കാര്യങ്ങളും അവിടെ ഒരു ഫുൾ ഡേ ഡിസ്കഷൻ നടന്നു. എന്നിട്ട് നമ്മളെ ഇത് വർക്കാവോ ഇങ്ങനെയൊക്കെയുള്ള, അപ്പോൾ അത് നമ്മൾ പറയുന്ന കാര്യങ്ങൾ പുള്ളി എടുക്കണമോ വേണ്ടോ എന്നുള്ള പുള്ളിയുടെ ഇഷ്ടമാണ്, നമുക്കത് പറയാം. സോ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഡിസ്കഷൻ നടത്തി. അതുപോലെ തന്നെ അത് കഴിഞ്ഞിട്ട് സ്ക്രിപ്റ്റ് ഒരു എഡിറ്റഡ് ഇതായതിനു ശേഷം വീണ്ടും ഒരു ഡിസ്കഷൻ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് തേർഡ് വാസ് ലൈക്ക് ആഫ്റ്റർ ദ ഷൂട്ട് എങ്ങനെയാണ് പുള്ളി നമ്മുടെ സ്ക്രിപ്റ്റ് ഡിസ്കസ് ചെയ്ത് അതിനനുസരിച്ച് ഫുള്ള് നമ്മളെ കാണിച്ചു തന്നു. അപ്പോൾ നമ്മൾ വി സ്റ്റാർട്ടഡ് അവർ പ്ലാനിങ്. ദാറ്റ് വാസ് എ വെൽ പ്ലാൻഡ് പ്രോജക്റ്റ്. അതിൻ്റെ വിജയം പരാജയം നമ്മൾ ഇവിടെ സംസാരിക്കുന്നതിനേക്കാളും അത് എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്ത് എങ്ങനെ വന്നു, നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ലെവലുണ്ട് ഒരു സിനിമ വർക്ക് ചെയ്തിട്ട്. എനിക്കൊരു ഓൾമോസ്റ്റ് ലൈക്ക് 100% അടുപ്പിച്ച്, നമുക്ക് ഒരു സിനിമയ്ക്കും 100% കിട്ടില്ല സാറ്റിസ്ഫാക്ഷൻ. അതിനടുപ്പിച്ച് സാറ്റിസ്ഫാക്ഷൻ ലെവൽ കിട്ടിയ ഒരു പടം തന്നെയാണ് എമ്പുരാൻ. കാരണം റിലീസിന് മുമ്പ് ഏകദേശം 2 weeks before the movie mix was done. That never happens in Indian cinema. That never happens. 1 or 2 days before. No, that is actually for Kantara. I gave an output which is not complete. You know, അത് റിയൽ ആയിട്ടുള്ള കാര്യം. I can like Chapter 1 in Chapter 1 കാര്യം. I gave the output which is not complete. Sorry to say, I've given the final output after the release after 3 days. Whoever watched the movie in first 3 days, they watched my unfinished work. So big, yeah. Sorry, sound mixing എന്താണ്? Like how will you explain it to a സാധാ layman? ലേമൻ വളരെ ഈസിയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നേരത്തെ ഞാൻ ആ ഒരു ക്ലൂ തന്നു. നമുക്കൊരു ബ്രെയിൻ നമുക്ക് എടുക്കാൻ പറ്റുന്നതിനൊരു ലിമിറ്റുണ്ട് അല്ലേ? എന്ത് കേൾപ്പിക്കണം, എന്ത് കേൾപ്പിക്കണ്ട. അതായത് നമ്മൾ ചെവി ഇപ്പോൾ ഇവിടെ നിൽക്കുമ്പോഴത്തേക്ക് AC-യുടെ സൗണ്ട് ഇടയ്ക്കിടയ്ക്ക് ഓണാവുന്നുണ്ട്, എന്നെ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ടായിരുന്നു ഇടയ്ക്ക്. ഐ വാസ് തിങ്കിങ് ലൈക്ക് എൻ്റെ ശ്രദ്ധ അങ്ങോട്ടേക്ക് പോകുന്നുണ്ടായിരുന്നു. സോ ബിക്കോസ് ഐ എം ലിസണിങ് ടു ഇറ്റ് ആൻഡ് സി ദിസ് ഗെയിം. ബട്ട് ഇതുവരെ നിങ്ങളത് കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. നിങ്ങൾ ശ്രദ്ധിച്ചു, കാരണം ബിക്കോസ് യു ആർ ഓൾവേസ് യൂസ് ടു ദിസ് റൂം ആൻഡ് യുവർ ബ്രെയിൻ വിൽ ഓൾവേസ് വർക്ക് ടു കട്ട് ഇറ്റ് ഓഫ്. നിങ്ങൾ എന്നെ ഫോക്കസ് ചെയ്യാനായിട്ട്, ആ നോയ്സ് കട്ട് ചെയ്യാനായിട്ട് നിങ്ങളുടെ ബ്രെയിൻ നിങ്ങൾക്ക് ഓൾറെഡി പ്രാക്ടീസ്ഡ് ആണ്. സോ ഈ സംഭവം സിനിമ കാണുന്ന സമയത്ത് ഒരിക്കലും സ്ക്രീനിൽ നിന്ന് വെളിയിൽ വരുമ്പോഴത്തെ എല്ലാം കേട്ടേ പറ്റുള്ളൂ നിങ്ങൾ. കാരണം നിങ്ങളുടെ ബ്രെയിൻ പ്രിപ്പയർഡ് ടു അക്സെപ്റ്റ് വാട്ട് എവർ ഇസ് കമ്മിങ് ഫ്രം ദെയർ. സോ അത് അവിടെ നിന്ന് വരുന്ന സാധനം ഈ നാച്ചുറൽ ആംബിയൻസിൽ എങ്ങനെയാണോ ബ്രെയിൻ വർക്ക് ചെയ്യുന്നത്, അതേപോലെ സിനിമയിൽ ഞാൻ വർക്ക് ചെയ്യണം. ഒരു ആസ് എ മിക്സർ ഞാൻ വർക്ക് ചെയ്യണം. നിങ്ങളുടെ ചെവിയായിട്ട് ഞാൻ വർക്ക് ചെയ്യണം. ചെവിയായിട്ട് വർക്ക് ചെയ്യുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് കേൾക്കേണ്ട സാധനം വൃത്തിയായിട്ട് കേൾക്കത്തുള്ളൂ. ഇല്ലെങ്കിൽ നിങ്ങൾ അടുത്തിരിക്കുന്നവർക്ക് ഇതെന്തോ പറഞ്ഞ് എന്ന് ചോദിക്കേണ്ടി വരും. സോ അത് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മാക്സിമം നിങ്ങൾ കേൾക്കേണ്ടത് മാത്രം. ഇപ്പം നേരത്തെ പറഞ്ഞ 2000 ട്രാക്ക് ഓടുന്നുണ്ട്. പക്ഷേ ഈ 2000 ട്രാക്ക് ഒരു സമയത്ത് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഈ 2000 ട്രാക്കിൽ ഞാൻ നിങ്ങളെ കേൾപ്പിക്കുന്ന 3-4 കാര്യങ്ങളായിരിക്കും. 2000 ട്രാക്ക് അവിടെ കിടപ്പുണ്ട്. പക്ഷേ ഞാൻ എന്താണോ ഇപ്പം ആസ് എ മിക്സർ ഞാൻ നിങ്ങളെ കേൾപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന ഡയലോഗും നടന്നു വരുന്ന ഫുഡ് സ്റ്റെപ്പ്, ആ കല്ലിൻ്റെ ഡീറ്റെയിലും മാത്രമേ ഉണ്ടായെങ്കിൽ ഞാൻ അത് മാത്രമേ കേൾപ്പിക്കുള്ളൂ. ഐ വിൽ കട്ട് ഓഫ് എവറിത്തിങ് എൽസ്. സോ ദാറ്റ് ഈസ് മിക്സിങ്. സോ ഇറ്റ്സ് നോട്ട് ലൈക്ക് ക്ലീനിങ് ദ എൻറ്റയർ സെഷൻ. ഇപ്പോൾ മ്യൂസിക് ഡയറക്ടർ ചെയ്തിട്ടുണ്ട്, ഇപ്പോൾ എന്താ പറയുക, പലരും ചെയ്തിട്ടുണ്ട്, എല്ലാവരും സാധനം തന്നിട്ടുണ്ട്. പക്ഷേ ഒരു ഫൈനൽ ഇൻഗ്രീഡിയൻ്റ് ഇല്ലേ, ഫൈനൽ മിക്സിങ്. നമ്മളൊരു കറി ഉണ്ടാക്കുന്ന പോലെ നമുക്ക് വേണ്ട സാധനങ്ങൾ കൃത്യ അളവിൽ നമ്മൾ ഇടുക, എന്നിട്ട് യു വിൽ ഗെറ്റ് എ ഡിഷ്. അത് ടേസ്റ്റ് ചെയ്യണോ അല്ലയോ എന്നുള്ളത് പടം ഇറങ്ങി കഴിയുമ്പോഴേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ബട്ട് അങ്ങനത്തുള്ള ഡിസിഷൻ മേക്കിങ്സ് പലപ്പോഴും നമുക്ക് എടുക്കേണ്ടി വരും. ഇപ്പം അത് എടുക്കുന്ന ഇമോഷൻസ് ബേസ് ചെയ്തിട്ടാണ്, നോട്ട് വിത്ത് ജസ്റ്റ് ഒരു ചുമ്മാ ഇൻസ്റ്റിങ്ക്റ്റ് അല്ല. നമ്മളൊരു സിനിമയുടെ ഇമോഷൻ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ശരിക്കും അങ്ങനത്തെ ഡിസിഷൻസ് എടുക്കേണ്ടത്. ഫോർ എക്സാമ്പിൾ ഐ വിൽ സേ യു ലൈക്ക് ടെൽ എ സ്റ്റോറി അബൌട്ട് ഒരു മൂവിയാണ് ട്രാഫിക് എന്ന് പറഞ്ഞ പടം. ട്രാഫിക്കിൽ ചാക്കോച്ചൻ മറ്റേ വൈഫിനെ ഇങ്ങനെ ഇടിക്കുന്ന സീക്വൻസ് ഉണ്ട്. അപ്പം അത് ദാറ്റ്സ് വെരി ഇമോഷണൽ സീൻ. വേർ യു ഷുഡ് സ്റ്റാൻഡ് എന്ന് പറയുന്നൊരു ക്വസ്റ്റ്യൻ എൻ്റെ അകത്തുണ്ട്. ഓഡിയൻസ് എവിടെയാണ് നിൽക്കേണ്ടത്? ചാക്കോച്ചൻ്റെ കൂടെ നിൽക്കണോ അതോ ആ പെണ്ണിൻ്റെ കൂടെ നിൽക്കണോ? ഡെഫിനറ്റ്ലി ഓഡിയൻസ് ഷുഡ് സ്റ്റാൻഡ് വിത്ത് ചാക്കോച്ചൻ, എന്നാലേ അവിടെ സെൻറ്റിമെൻറ്റ്സ് വർക്കാവുള്ളൂ. ചാക്കോച്ചൻ്റെ അടുത്തുള്ള സെൻറ്റിമെൻറ്റ്സിലേക്കാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് ആ സീനിന്. സോ വെൻ ദ എൻ്റയർ കണ്ടൻറ് കെയിം ടു മീ, ആ ഇടിക്കുന്ന സൗണ്ടൊക്കെ ഉണ്ടല്ലോ, ഞാൻ ആ ഫസ്റ്റ് പടം കാണുന്ന ഒന്നുമില്ലാതെ ഞാൻ വർക്ക് ചെയ്യണമല്ലോ. വർക്ക് ചെയ്യാൻ വേണ്ടി സിനിമ കാണുമ്പം ഐ വാസ് എന്നെ മൂവ് ചെയ്തു ആ സീക്വൻസ്. അതായത് ചാക്കോച്ചൻ്റെ അടുത്ത് നമുക്കൊരു ഫീലിംഗ് ഉണ്ടായി. സോ മൈ
എയിം ഈസ് ടു എൻഹാൻസ് ദറ്റ് ഫീലിംഗ്. ആ സീനിൻ്റെ ഫീലിംഗ് എനിക്ക് അപ്പം കിട്ടിയ, വെറുതെ ഒന്നും ഇല്ലാത്തപ്പോൾ എനിക്ക് കിട്ടിയ ഫീലിംഗ് എൻഹാൻസ് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ജോലി. അപ്പോൾ മ്യൂസിക് ഡയറക്ടർ മ്യൂസിക് ചെയ്തു, ഹെവി ആയിട്ടൊരു സാധനം ചെയ്തു. സൗണ്ട് എഫക്ട്സ് ചെയ്യുന്നവരെല്ലാവരും കൂടെ ഇടിക്കുന്നു, മറിയുന്നു, വിളിക്കുന്നു, അവരുടെ നിലവിളിയും ബഹളവും ഭയങ്കര ഒച്ചപ്പാടും ബഹളവും എല്ലാം കഴിഞ്ഞ് എല്ലാ സാധനവും കൂടെ എൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞപ്പം ഞാൻ മുമ്പ് ഒന്നും ഇല്ലാതെ കണ്ടപ്പോൾ കിട്ടിയ ഇമോഷൻ എനിക്ക് ചാക്കോച്ചിൻ്റെ അടുത്തുള്ള ഒരു ദയാണെങ്കിൽ ഇവിടെ പേടിയാണ് വന്നു. ചാക്കോച്ചിൻ്റെ ഒരു ദേഷ്യം വന്നു. ഐ വാസ് ഫീലിംഗ് അയ്യോ പാവം പെണ്ണിനെ ഇങ്ങനെ ക്രൂരമായിട്ട് കൊന്നല്ലോ എന്ന് പറയുന്ന ഫീൽ ടോട്ടലി ട്വിസ്റ്റായി, ചേഞ്ചായി. അപ്പോൾ ഞാൻ എന്തിട്ട് എനിക്ക് അങ്ങനെ തോന്നുന്നത്, എൻ്റെ ഇമോഷൻ മാറിയല്ലോ. അപ്പോൾ ഇമോഷൻ മാറിയിട്ടുണ്ടെങ്കിൽ സംതിങ് ദെയർ ഇൻ വാട്ട് ഐ എം ഹിയറിങ് ഈസ് നോട്ട് കറക്റ്റ്. സോ ഐ വെൻറ്റ് ത്രൂ ഓൾ ദ ട്രാക്സ്. ദെൻ ഐ ഡിസൈഡഡ് ഐ വിൽ റിമൂവ് ദ എഫക്ട്സ്. എഫക്ട്സ് വേണ്ട, എഫക്ട്സ് എന്നെ ഭയങ്കരമായിട്ട് പേടിപ്പിക്കുന്നുണ്ട്. സോ ഐ ടുക്ക് ഔട്ട് ദ എഫക്ട്സ്, ഐ റോൾഡ് ഇറ്റ് ഔട്ട്. ഞാൻ എഫക്ട്സ് ഇല്ലാതെ കേൾക്കുമ്പോൾ ഒരു സുഖം തോന്നിയില്ല. അപ്പോൾ ഞാൻ എന്താണെന്ന് വെച്ചാൽ റോൾ ചെയ്തിട്ട് ബേസ് മാത്രം വെച്ചു. അപ്പോൾ നമ്മൾ ഇറ്റ് വോണ്ട് ഹിറ്റ് യു ലൈക്ക് ദാറ്റ്, ഹിറ്റ് ചെയ്യില്ല. സോ ദെൻ ഐ അവോയ്ഡഡ് ദ ഒറിജിനൽ സൗണ്ട്സ്, അവോയ്ഡ് ചെയ്തിട്ട് ഒരു അൺനാച്ചുറൽ സൗണ്ട്സ് അവിടെ വെച്ചു, ബേസ് മാത്രം. ദെൻ ഐ വർക്ക്ഡ് ഓൺ ദ മ്യൂസിക്കിൽ ഒരു 100 layers ഉണ്ടായിരുന്നു. ഈ 100 layers ഐ വെൻറ്റ് ആൻഡ് ഹാൻഡ് പിക്ക് ചെയ്യുന്ന പോലെ ഒരു പിയാനോ കിട്ടി. ദെൻ ഐ കെപ്റ്റ് ദ പിയാനോ ദെയർ. ദ സെയിം മ്യൂസിക് ഡയറക്ടർ ഹാസ് ഡൺ ദാറ്റ്. ആ പിയാനോയുടെ പുറത്ത് ഒരുപാട് ലേയേഴ്സ് ഉണ്ടായിരുന്നു. ഐ റിമൂവ്ഡ് ഓൾ ദ ലേയേഴ്സ്, ഐ ജസ്റ്റ് കെപ്റ്റ് ദ പിയാനോ. Then I played it and removed her voice also. I muffled it. Bright voice allada muffle ചെയ്തു. Then I played it. I got back my feeling. This is how we should, the mix എന്ന് പറയുന്നത് നേരത്തെ ചോദിച്ചില്ലേ, this is how you should plan a mix. ഒരു സീൻ ഞാൻ നിങ്ങൾക്ക് എക്സാമ്പിളായിട്ട് പറഞ്ഞതെന്ന് വെച്ചാൽ കുറച്ചുകൂടെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്, ഈസി ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടി. ടെക്നിക്കലി അല്ല ഞാൻ സംസാരിക്കുന്നത്, പ്യുവർലി ഇമോഷണലിയാണ് സംസാരിക്കുന്നത്. അപ്പോൾ സാറ് നമ്മളുടെ ഒരു കൾച്ചറിന്റെ ഭാഗമായിട്ട് നമ്മളുടെ സിനിമയിലെ സൗണ്ടിന്റെ ഇത് പറഞ്ഞു. പക്ഷേ ഡെലിബറേറ്റ്ലി തന്നെ ഇപ്പോൾ സൗണ്ട് കൂട്ടി നിൽക്കുന്ന ഒരു പ്രവണത നമ്മൾ കാണാറുണ്ട്. സിനിമകൾ കണ്ട് തലവേദന ആയിട്ട് ആൾക്കാർ ഇറങ്ങി വരുന്നത്, പ്രത്യേകിച്ച് അഡ്രിനാലിൻ റഷുള്ള സിനിമകൾ, മാസ് മസാല എന്ന് പറയുമ്പോഴത്തേനും അതിനൊരു ഭയങ്കര ഒരു സൗണ്ടിന്റെ ഒരു ഇതുണ്ട്. അത് ഹൗ യു സീ ദാറ്റ്? ബിക്കോസ് എനിക്ക് പേഴ്സണലി തോന്നുന്നത് അങ്ങനത്തെ സൗണ്ടുള്ള സിനിമകൾ പിന്നെ റീവാച്ച് ചെയ്യാൻ നമുക്ക് ഒരു മടിയുണ്ടാവും. അപ്പോൾ അത് ഒരു ഡിസൈനർ തന്നെ മിക്സർ ഞാൻ ഭയങ്കരമായിട്ട് ഫേസ് ചെയ്യുന്നൊരു പ്രോബ്ലമാണത്. കാരണം വെച്ച് കഴിഞ്ഞാൽ പടത്തിൻ്റെ പരാജയത്തിനെ, അതല്ലെങ്കിൽ പടം ഷൂട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പല പല കുറവുകളെയും മാസ്ക് ചെയ്യാനായിട്ട് സൗണ്ടിനെ ഉപയോഗിക്കാറുണ്ട് പലപ്പോഴും. നമുക്കുണ്ടാവുന്ന ഈ അരോചകം എന്ന് പറയുന്ന സാധനമില്ലേ, ഈ അരോചകം മനഃപൂർവ്വം നിങ്ങൾക്ക് തരുന്നതാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നിങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾ യു ആർ കമ്മിങ് ഔട്ട് ഓഫ് ഇറ്റ്. സോ യു ആർ ആക്ച്വലി കൈൻഡ് ഓഫ് നോട്ട് സീയിങ് മിസ്റ്റേക്സ് ഇൻ ദ മൂവി. നിങ്ങൾ ഇത് മാത്രമാണ് നിങ്ങളുടെ മിസ്റ്റേക്കായിട്ട് അതിനെ വരുന്നത്. സോ ഇത് പർപ്പസ്ഫുള്ളി ചെയ്യുമ്പോൾ അത് പലപ്പോഴും റോങ് ആണ്, അത് ശരിയല്ല. ദാറ്റ് ഇസ് നോട്ട് ദ വേ ഇറ്റ് ഷുഡ് ബി. സൗണ്ട് ഈസ് സംതിങ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, ഇറ്റ് ഈസ് ടു മേക്ക് യു എൻജോയ്, മേക്ക് യു ബ്ലെൻഡ് ഇൻ ടു ദ മൂവി, മേക്ക് യു ഫീൽ ദാറ്റ് യു ആർ ഇൻസൈഡ് ദ മൂവി. അതാണ് സൗണ്ടിൻ്റെ പർപ്പസ്. അല്ലാതെ നിങ്ങളെ മ്യൂസിക് ഒന്ന് ചവിട്ടി വിളിക്കളയെന്നല്ല. സോ അത് ചെയ്യാൻ പറ്റാത്തതും ഞാൻ ഉൾപ്പെടെ ചെയ്തിട്ടുണ്ട്. ഞാൻ ഒരിക്കലും ഞാൻ പറയുന്നില്ല ഞാൻ പുണ്യാളനാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ വെൻ യു വർക്ക് ആസ് എ ടെക്നീഷ്യൻ ഇൻ എ മൂവി, വി ഓൾവേസ് നീഡ് ടു വർക്ക് ഫോർ ദ ഡയറക്ടർ. സോ വട്ട് എവർ ഡിസിഷൻ ഐ മേക്ക്, ഞാൻ പറയുന്നത് ഞാനത് കട്ട് ചെയ്തു ഇത് ചെയ്തു എന്നൊക്കെ പറയുന്നില്ലേ, പക്ഷേ ഇതൊക്കെ ഫൈനലി അപ്രൂവ് ചെയ്യണം. അവിടുന്ന് ചെയ്ത് വെച്ചിട്ട് കാര്യമില്ല. അവിടുന്ന് ഡയറക്ടർ പറയാണ് ഇത് ഓക്കെയാണ് എന്ന് പറയുന്ന മാത്രമേ വർക്കുള്ളൂ. പറയുന്ന പോലെ ട്രാഫിക്കിൽ നമ്മൾ ചെയ്തപ്പം ഞാൻ പ്രിവ്യൂ ഷോ ഇട്ടപ്പോഴത്തേക്ക് ഈ സീൻ എത്തിയപ്പം ലിസ്റ്റിന് എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല, ലിസ്റ്റിൻ ചാടി എണീറ്റിട്ട്, ലിസ്റ്റിൻ്റെ ആദ്യത്തെ പടമല്ലേ, ചാടി എണീറ്റ് അണ്ണാ സൗണ്ട് വന്നില്ല എന്ന് പറഞ്ഞു. നമ്മൾ എന്നായിരിക്കും ശരിയാക്കാം എന്ന് പറയുന്ന ഒരു ലൈനിൽ ശരിക്കും പറഞ്ഞാൽ അപ്പം ഞാൻ ഈശ്വര ഇതായിരിക്കുമോ സാധാരണക്കാർ പറയാൻ പോകുന്ന ഇതായിരിക്കുമോ എന്നൊരു പേടി എനിക്കുണ്ടായി ആ നിമിഷത്തിൽ. കാരണം ഐ കൺസിഡർ ലിസ്റ്റിൻ ആസ് എ ഓഡിയൻ. ദാറ്റ് ഇസ് ഹിസ് ഫസ്റ്റ് മൂവി ആൻഡ് ഈസ് ജസ്റ്റ് റിയാക്റ്റഡ് ജസ്റ്റ് ലൈക്ക് എൻ ഓഡിയൻ സെയിങ് അണ്ണാ സൗണ്ട് വന്നില്ല. നമ്മൾ സൗണ്ട് അവിടെ വേണ്ട. അപ്പോൾ അതേപോലത്തെ കാര്യങ്ങൾ എന്തോ പറഞ്ഞു വന്നപ്പോഴാണ് ഞാൻ ഇതിലോട്ട് വന്നത്, കണക്ട് ചെയ്തു. ലൗഡ്നെസ്. അപ്പോൾ ഞാൻ പറഞ്ഞത് ഈ ലൗഡ്നെസ് ഉണ്ടാവുന്നത് പലപ്പോഴും ഈ സീനിനെ കവർ ചെയ്യാനാണ്, മിസ്റ്റേക്സിനെ കവർ ചെയ്യാനാണ്. ലൗഡ്നെസ് മാറണം എന്ന് ഭയങ്കരമായി ഞങ്ങളെല്ലാവരും, ഇവർ ഓഡിയോ കമ്മ്യൂണിറ്റി ഒരുപാട് പേര് ഒരുമിച്ച് നിന്ന് പല രീതിയിൽ ശ്രമിക്കുന്നുണ്ട്.
ഇതിൽ നിന്ന് വെളിയിൽ വരാനായിട്ട്. പക്ഷേ ഇപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൾച്ചർ ഓൾസോ മാറ്റേഴ്സ്. പക്ഷേ ഇതേ സൗണ്ട് വെച്ച് തന്നെ ഗ്രാൻഡ്യൂറും ഭയങ്കരമായിട്ട് കാണിക്കാൻ പറ്റുമല്ലോ. ഇപ്പോൾ എമ്പുരാൻ്റെ കാര്യം പറഞ്ഞപ്പോൾ അതിനകത്ത് മോഹൻലാൽ ഇൻട്രൊഡക്ഷൻ സീറ്റ് 2 ഹെലികോപ്റ്റേഴ്സ് ഇങ്ങനെ കാര്യം പൊങ്ങി വരുമ്പോൾ വിഷ്വലിൻ്റെ അത്ര തന്നെ എന്താ ഗ്രാൻഡ്യൂർ നമുക്ക് ഈ സൗണ്ടിൽ നിന്നും ഫീൽ ചെയ്യാം. അതൊക്കെ റിക്രിയേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഹൈ ഉണ്ടാവുന്നെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ മലയാള സിനിമയിൽ കണ്ടിട്ടില്ലാത്ത ഒരു സാധനമാണ്. അത് തീർച്ചയായിട്ടും അതെന്ന് പറഞ്ഞാൽ വിഷ്വൽ വരുന്നുകൊണ്ടാണ് കേട്ടോ. ഞാൻ പറഞ്ഞ ഇതൊക്കെ ആ പ്ലാനിങ്ങിൽ പുള്ളി എത്രയോ സിനിമകളിൽ നിന്നും പഠിച്ച കാര്യങ്ങളും മറ്റുമാണ് പുള്ളി ഇതിൻ്റെ അകത്ത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നല്ലേ. ഞാനും അതേപോലെ തന്നെ എത്രയോ സിനിമകളിൽ നിന്ന് പഠിച്ചത് എവിടെയെങ്കിലും കൊണ്ടുവയ്ക്കണമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ എവറി ഡേ ഐ വാച്ച് എ മൂവി. സോ ഐ ഓൾവേസ് സ്റ്റഡി ഫ്രം അതർ മൂവീസ്. ആക്ച്വലി ഞാൻ അങ്ങനെ അപ്ഡേറ്റ് ചെയ്ത് പോകുന്ന ഒരാളാണ്. അപ്പോൾ ഇതേപോലത്തെ ഒരു സീൻ കിട്ടുമ്പോൾ ഞാൻ സ്വപ്നങ്ങളുടെ സീനാണ് എൻ്റെ മുമ്പിൽ നിൽക്കുന്നത്. അപ്പം അതിലിനി എന്തൊക്കെ ചെയ്യാം എന്ന് ചിന്തിക്കും, നമ്മൾ നാച്ചുറലി ചിന്തിക്കും. പക്ഷെ ഇതിന് തന്നെ പല വേർഷൻസ് ഉണ്ട് കേട്ടോ. ഇപ്പോൾ ഈ പറയുന്ന പോലെ നിങ്ങൾ കാണുന്ന മിക്സ് എന്ന് പറയുന്ന ഒരു 5th or 7th or 8th or 9th വേർഷൻ വല്ലതായിരിക്കും. കാരണം ഇതിൻ്റെ അകത്ത് തന്നെ ഹെലികോപ്റ്റർ സൗണ്ട്സ് ഇല്ലേ, അതൊരു 10 പ്രാവശ്യം മാറിയിട്ടുണ്ട്. ഒരു 10 times ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഹെലികോപ്റ്റേഴ്സ് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഒരെണ്ണത്തിലെത്തുമ്പോഴാണ് പിന്നെ നമുക്ക് എപ്പോഴും ഒരു മൈൻഡ് സെറ്റ് ഉണ്ട്. നമ്മുടെ മൈൻഡിലൊരു സാധനം കച്ച 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 ഇത് കേട്ടാലേ ഹെലികോപ്റ്റർ ആവുള്ളൂ എന്നൊരു തോന്നലുണ്ട്. നമ്മൾ ഹെലികോപ്റ്ററിൻ്റെ ഹൈ സൊഫിസ്റ്റിക്കേറ്റഡ് ഹെലികോപ്റ്റർ സൗണ്ട്സ് ഒക്കെ ഭയങ്കര പൈസ കൊടുത്ത് പർച്ചേസ് ചെയ്തിട്ട് നമ്മൾ പ്ലേസ് ചെയ്യുമ്പം ദാറ്റ്സ് എ ന്യൂ ഹെലികോപ്റ്റർ, ലൈക്ക് ദാറ്റ്സ് ഹൗ ഇറ്റ് സൗണ്ട്സ്. ബട്ട് പറ്റൂല, എനിക്ക് കച്ച 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 അതുണ്ടെങ്കിലേ പറ്റുള്ളൂ. സോ ആൻഡ് ദാറ്റ് ഈസ് ആക്ച്വലി ഇപ്പോൾ തണ്ടർ വരുമ്പോൾ ലൈറ്റ്നിങ് കാണിക്കുമ്പോൾ തന്നെ ആ ഫ്രെയിമിൽ തന്നെയാണ് നമ്മൾ സിനിമയ്ക്കകത്ത് തണ്ടിടുന്നത് അല്ലേ. റിയൽ അങ്ങനെയാണോ? ഒരിക്കലും അല്ല. നമ്മൾ റിയലായിട്ട് ഉള്ള സാധനം നമ്മൾ സിനിമയ്ക്കകത്ത് ഇംപ്ലിമെൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഐ സിംഗ് ഔട്ടാന്ന് പറയും. സോ ദാറ്റ്സ് ഹൗ സിനിമയിൽ നമ്മൾ സിനിമാറ്റിക് പ്രസൻറ്റേഷൻസ് എന്ന് പറഞ്ഞ് വരുമ്പോഴത്തേക്ക് ഒരുപാട് കാര്യം. ഇപ്പം ഹോസ്പിറ്റലിൽ കാണിച്ച ഉടനെ സൈറൻ ഇടും, ആംബുലൻസ് വെളിയിലൊരു ആംബിയൻസ് വരും. കാരണം അത് ഹോസ്പിറ്റലാണ്. അത് സിനിമയ്ക്കകത്തുള്ളൊരു അങ്ങനെ ചെയ്യണം. പോലീസ് സ്റ്റേഷൻ കാണിച്ച ഉടനെ വയർലെസ്സിൻ്റെ സൗണ്ട് വരും. അതൊരു എന്തുകൊണ്ട് എഴുതി വെച്ചിരിക്കുന്ന നിയമം പോലെയാണ്. അതിനിപ്പം ഒരു സൺറൈസ് കണ്ടു കഴിഞ്ഞാൽ ഒരു കുയിലിൻ്റെ ശബ്ദം വന്നാലേ സൺറൈസിനൊരു കംപ്ലീഷൻ ഉണ്ടാവുള്ളൂ. സോ ആ കുയിലൊക്കെ മരിച്ചുപോയിട്ട് കുറേ നാളെ അതേ കുയിൽ തന്നെയാണ്. അപ്പൊ ഇങ്ങനെ ആൾക്കാരുടെ പെർസെപ്ഷനും ഒരു സെറ്റ് പെർസെപ്ഷൻ ആൻഡ് സൗണ്ട് മിക്സ് ചെയ്യുമ്പോൾ അത് ഇറിറ്റേറ്റ് ചെയ്യാറുണ്ടോ? ലൈക്ക് പെർസെപ്ഷൻ മാറി ചിന്തിക്കുന്ന, ഞാൻ പറഞ്ഞില്ലേ ഈ പറഞ്ഞ പോലെ ഡയറക്ടേഴ്സ്, എനിക്ക് എൻ്റെ ഭാഗ്യം മുഴുവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ വർക്ക്ഡ് വിത്ത് ഓൾമോസ്റ്റ് ലൈക്ക് മോർ ദാൻ 200 or 300 ഡയറക്ടേഴ്സ്. ആക്ച്വലി ഈ 300 ഡയറക്ടേഴ്സിൻ്റെ കൂടെ ഇരുന്ന് വർക്ക് ചെയ്യുമ്പം 300 അനുഭവങ്ങളാണ്. അപ്പം ഈ പെർസെപ്ഷൻ മാറിക്കൊണ്ടേയിരിക്കും. ഞാനിപ്പോൾ ഡീസറെ കഴിഞ്ഞ് ഞാൻ അടുത്ത പടത്തിലോട്ട് വരുമ്പം മിനിമലിസ്റ്റിക് പരിപാടി പിടിക്കാനായിട്ടുള്ള എൻ്റെ ഒരു ത്വരയുണ്ട്. അതിൻ്റെ അകത്തുള്ള എനിക്ക് കിട്ടിയ അപ്രീസിയേഷൻസ് വെച്ച് നോക്കുമ്പോൾ ഇത് കൊള്ളാമല്ലോ, അടുത്ത പടത്തിലേക്ക് നമ്മളിതൊന്ന് ഇംപ്ലിമെൻറ്റ് ചെയ്ത് ആ പടം അതേപോലെ സക്സസ് ആയി അല്ലെങ്കിൽ അപ്രീഷിയേറ്റ് ചെയ്യപ്പെട്ടാൽ നമ്മൾ എഗെയിൻ വിൽ ഫൈൻ ട്യൂൺ മൈ ക്രാഫ്റ്റ് ദെയർ. കുറച്ച് കഴിയുമ്പോഴത്തേക്കായിരിക്കും ഒരു ഭയങ്കര ഒരു മാസ് പടം വരുന്നത്. അതിൻ്റെ ഇടയിൽ ഈ പരിപാടി അവിടെ നടക്കില്ല. അപ്പോൾ എന്നെ സ്വിച്ച് ചെയ്തിട്ട് ഞാൻ മാസ് പരിപാടി പിടിച്ച് അങ്ങോട്ട് ഇറങ്ങുമ്പോഴത്തേക്ക് അത് സൂപ്പർ ഹിറ്റായി. അപ്പോൾ ഞാൻ വിചാരിക്കും ഇത് ഇങ്ങനെയാണോ വേണ്ടത് അതോ ഇങ്ങനെയാണോ വേണ്ടത്. സോ ഐ വിൽ ഗെറ്റ് കൺഫ്യൂസ്ഡ്. ഐ എം വർക്കിംഗ് വിത്ത് സോ മച്ച് ഓഫ് ഡിഫറെൻറ്റ് പാറ്റേൺസ് ഓഫ് മൂവി. പാറ്റേൺ അനുസരിച്ച് നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാന്നുള്ളതാണ്. ഇപ്പോൾ ഒരു എന്താ പറയുക, ഒരു ഭയങ്കരമായ ഒരു റോം കോം മൂവിയിൽ നമ്മളിടുന്ന ഓരോ ശബ്ദങ്ങൾക്കും അതിൻ്റെ അകത്തൊരു റോം കോം വാല്യൂ വേണം. ആംബിയൻസ് ആണെങ്കിലും ശരി, ഒരു ടച്ച് ആണെങ്കിലും ശരി, എവറിത്തിങ് ഷുഡ് ബി സോ സ്വീറ്റ്. ദ ലൈറ്റിംഗ് ഓഫ് പാറ്റേൺസ് ഓൾസോ വിൽ ബി ഡിഫറെൻറ്റ്. അതൊരു ആക്ഷൻ പടത്തിന് നമ്മൾ അപ്രോച്ച് ചെയ്യുന്ന വിധത്തിൽ റോം കോമിൽ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ പരാജയമായിപ്പോകും. സോ എവറി മൂവി സൗണ്ട്സ്കേപ്പ് മാറണം. എവറി മൂവി ദ സ്റ്റോറി ടെല്ലിംഗ് പാറ്റേൺ അനുസരിച്ച് നമ്മൾ അവരുടെ കൂടെ ട്രാവൽ ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് എന്തായാലും ആ പെർസ്പെക്റ്റീവ് മാറിക്കൊണ്ടേയിരിക്കും. ഒരിക്കലും ഒരു പെർസ്പെക്റ്റീവിൽ നമുക്ക് വർക്ക് ചെയ്യാനേ പറ്റില്ല. സൗണ്ട് മാത്രം വെച്ചിട്ട് ചെയ്യാം, സൗണ്ട് ഇല്ലാതെ ചെയ്യാം. ഇപ്പോൾ ടക്കെന്ന് വന്നിട്ട് ഇപ്പോൾ ഒരു ചെവിയേക്കാത്ത ഇപ്പോൾ ഒരാൾ ഇവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചെവിയേക്കാത്ത ആളുടെ പെർസ്പെക്റ്റീവിലോട്ട് എൻ്റയർ സീനിനെ മാറ്റാം. നമ്മൾ ആരുടെ കൂടെ നിർത്തണം എന്നുള്ള ഇതിൽ നമ്മൾ വർക്ക് ചെയ്ത് പോകുമ്പോഴാണ് സിനിമ നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മളെടുക്കുന്ന പെർസ്പെക്റ്റീവ് പറയുക. അതായത് ഇപ്പം ലോകയിൽ പുള്ളിക്കാരി അതെല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്തൊരു സീക്വൻസാണ്. കാറിൽ കയറി ഇരുന്നിട്ട് ഹെഡ്ഫോൺസ് എടുത്ത് വയ്ക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് ഹെഡ്ഫോൺസ്. സോ ഈ ഹെഡ്ഫോൺസ് പരിപാടി
മിക്സിങ്ങിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തോന്നിയത് ഇത് പാട്ടാണെന്ന് ആലോചിക്കണം. സോ ഇത് ഒരുപാട് പേരുടെ എന്താ പറയുക പെട്ടെന്ന് പ്രതീക്ഷിക്കാത്തൊരു ചേഞ്ച് ഓവർ ഡിസിഷനാണ് അവിടെ. ഹെഡ്ഫോൺസ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഹെഡ്ഫോൺസിന് തുടങ്ങി പതുക്കെ പാട്ടിലോട്ട് കയറി. അപ്പം ഞാൻ വിചാരിച്ചു, ആ സമയത്ത് ഞാനിത് ചെയ്യുന്ന സമയത്ത് ജെയ്ക്സ് വരുമ്പം എന്തോ പാട്ട് സാർ ഇതാക്കിയില്ലേ, കംപ്ലീറ്റ് ഇത് കൂടെ ആക്കിയില്ലേ എന്ന് ആക്കി ചോദിച്ചാൽ നമ്മൾ പിന്നെ അത് ഓപ്പൺ ചെയ്ത് വിടാനേ പറ്റുള്ളൂ, നോർമൽ സോങ് ആയിട്ട് പ്ലേ ചെയ്യാനേ പറ്റുള്ളൂ. പക്ഷേ അവിടുത്തെ പുള്ളി കേട്ടോണ്ടേ സാർ സൂപ്പറായിട്ടുണ്ട് കലക്കി എന്ന് പറയുമ്പോഴാണ് ഓക്കെ അപ്പോൾ വർക്കായി. സോ അങ്ങനെയാണ് ഇതൊരു കൂട്ടായ്മയായിട്ട് നമുക്കൊരു കാര്യം ഡിസിഷൻ ചെയ്ത് പോകാൻ പറ്റത്തുള്ളൂ. സാറിന് DSRയുടെ ഷോ കാണാം. സോ ഹൗ സാറ്റിസ്ഫൈങ് വാസ് ഇറ്റ്? ഇറ്റ് വാസ് നോട്ട് സാറ്റിസ്ഫൈങ് ആക്ച്വലി. ഞങ്ങൾ 3 പേര്, അത് ഇതിൻ്റെ DSRയുടെ സൗണ്ട് ഡിസൈനർ എന്ന് പറയുന്നത് ഞാനല്ല, JD ആണ്. JD, ഞാൻ, മ്യൂസിക് ഡയറക്ടർ, ഞങ്ങൾ 3 പേരാണല്ലോ സൗണ്ടിൻ്റെ ആൾക്കാർ. അപ്പോൾ ഞങ്ങൾക്ക് 3 പേർക്ക് ഒരുമിച്ച് സീറ്റ് വേണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു. അപ്പോൾ ഞങ്ങൾ 3 പേരും ഒരുമിച്ചായിരുന്നു ഇരുന്നിട്ട്. അപ്പോൾ ഓരോ സീൻ കഴിയുമ്പോൾ ക്രിസ്റ്റോ സാർ ലെവൽ ഞാൻ എന്നെ വിളിച്ചിട്ട് സാർ ലെവൽ ഞാൻ എൻ്റെ കയ്യിൽ മിക്സറും ഇല്ല മൗസും ഇല്ല ലെവല് കൂട്ടാൻ, ഞാൻ നിങ്ങളെ പോലെ ഇവിടെ നിന്ന് കണ്ടോണ്ടിരിക്കുക, നമുക്ക് കാണാം. എന്നിട്ട് നമ്മൾ ഓരോരുത്തരായിട്ട് ഓടും, ഒന്ന് കൂട്ടുമോ. അപ്പോൾ തിയേറ്ററുകാർക്ക് ഒരു സ്ട്രിക്റ്റ് ഇതുണ്ട്, ലെവൽ കൂട്ടരുതെന്ന്. കാരണം പല സിനിമകളും പല വിധത്തിൽ വരുന്നുണ്ട്. ഇപ്പം ഭയങ്കര റോങ് ആയിട്ടുള്ള സൗണ്ടിങ്ങുള്ള പടങ്ങൾ വരുന്നു. പടങ്ങളുടെ പേരൊന്നും എടുത്ത് പറയുന്നില്ല, നിങ്ങൾക്ക് ഞാൻ പറയാതെ തന്നെ അറിയാം ഏതൊക്കെ പടമാണെന്നുള്ളത്. അത് ആൾക്കാരുടെ ചെവി കൂടെ ചോര വന്ന സിനിമകളുണ്ട്. സീരിയസ്ലി കയറി ഇരുന്നിട്ട് ചോര വന്നിട്ട് അയ്യോ എന്ന് പറഞ്ഞ് വെളിയിറങ്ങി വന്ന സിനിമകൾ. അപ്പം ആ സിനിമകളിൽ നിന്നും ഇവർക്ക് പേടിയായിപ്പോയി. ഏത് സിനിമയും അവരങ്ങനെ കാണാൻ തുടങ്ങി. ഇപ്പോൾ അതായത് പ്രൊഡക്ഷൻ്റെ സിനിമകൾ വന്നാൽ പോലും ആ സിനിമ ചെയ്ത പ്രൊഡ്യൂസറിൻ്റെ സിനിമ എടുത്തപ്പോൾ അയ്യോ 20 dB കുറച്ചങ്ങ് വയ്ക്കും. അപ്പോൾ പിന്നെ ഒന്നും കേൾക്കില്ല. നമ്മൾ എന്ന പ്രശ്നം അവിടെ എവിടെ പ്രശ്നം വരുന്നത് വെച്ചാൽ there are people who is doing ഭയങ്കര പക്ക സെൻസ്ഫുള്ളായിട്ട് ചെയ്യുന്ന സിനിമ ആൾക്കാർക്ക് അത് ഭയങ്കര അടിയാണ്. നമ്മൾ അൺസ്റ്റാൻഡേർഡ് ആയിട്ട് വർക്ക് ചെയ്യേണ്ട അവസ്ഥയിലോട്ട് നമ്മളെയും കൂടെ മാറ്റുന്ന പ്രവൃത്തികളാണ് ഇപ്പം തിയേറ്ററിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കിപ്പോൾ കംപ്ലയിൻറ്റ് വരുന്നത് ലെവലില്ല. ഞാൻ പറഞ്ഞു നിങ്ങൾ കാറിൻ്റെ അത് കയറുമ്പോൾ നിങ്ങളുടെ കയ്യിൽ വോളിയം കൺട്രോൾ ഉണ്ട്, നിങ്ങൾ കൂട്ടിയാൽ പോരെ. നിങ്ങൾ എന്തിനാ എന്നെ കൂട്ടി ലെവൽ കൂട്ടിപ്പിക്കുന്നത്? ഇത് ചോദിച്ച് ഞാൻ ശരിക്കും പറഞ്ഞാൽ മടുത്തു. ഞാനിത് വരെ വലിയ എക്സ്പീരിയൻസ്ഡ് ആൾക്കാർ പോലും എൻ്റെ അടുത്ത് അവസാനം വന്നിട്ട് സാർ അടുത്ത പടത്തിൽ ലെവൽ ഒരു 4 dB കൂട്ടി വെച്ചു കേട്ടോ. അതിൻ്റെ പറയാത്ത ഒരാൾ പോലും ഇല്ല ഇന്നേ വരെ. ഐ വിൽ ടെൽ യു സംതിങ് ഫ്രം ദ ഇൻഡസ്ട്രി. എന്നെ ഇന്നേ വരെ ഒരാൾ പോലും ലൗഡായി എന്ന് പറഞ്ഞ് ഒരാൾ എന്നെ ഇന്നുവരെ വിളിച്ചിട്ടില്ല. ലെവൽ കുറഞ്ഞു പോയി എന്നല്ലാതെ ഇതേ വരെ എനിക്കൊരു കംപ്ലയിൻറ്റ് വന്നിട്ടില്ല. ഞാൻ ചില പടങ്ങളൊക്കെ ഭയങ്കര മാസീവ് ലൗഡായിട്ട് ചെയ്ത സിനിമകൾ കലക്കി കേട്ടോ, അവിടെ ആൾക്കാർ ബോധം കെട്ട് വീഴുക സൗണ്ട് കേട്ടിട്ട് എന്നുവെച്ചാൽ അങ്ങനത്തെ ഉണ്ടായിട്ട്. പക്ഷേ ആൾക്കാർ വിളിച്ചിട്ട് തിയേറ്റർ സാർ സബ്ബൊക്കെ ഇങ്ങനെ ഞങ്ങളുടെ ഓഫീസ് റൂം വരെ വിറച്ചു. ഓക്കെ ദിസ് ഈസ് വാട്ട് യു നീഡ്. ഓർ ലൈക്ക് ഞാൻ നല്ല വൃത്തിയായിട്ട് ചെയ്തിട്ട് ഇപ്പോൾ ആൾക്കാർ വിളിക്കുന്ന വിചാരിച്ചിരിക്കുന്ന സിനിമകൾ എന്നെ ആരും വിളിക്കാറില്ല. സർ ലെവൽ കുറഞ്ഞു പോയെന്നൊരു സംശയം. സോ ദിസ് ആറ്റിറ്റ്യൂഡ് ഷുഡ് ചേഞ്ച് ഫസ്റ്റ്. DSRയിൽ തന്നെ ഒരു സീനിൽ ഒരു ആർട്ടിസ്റ്റ് മേളൊന്ന് വീഴുമ്പോൾ എന്നൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഹൊറർ സൗണ്ട് മാത്രം മതി അത് ഫീൽ ചെയ്യാൻ. അതിനൊക്കെ അങ്ങനെ പർട്ടിക്കുലർ ബോൺ ക്രാക്കിംഗ് അതിപ്പം JD അത് ചെയ്തിരിക്കുന്ന സൗണ്ട് എഫക്ട്സ് കംപ്ലീറ്റ് ഹാൻഡിൽ ചെയ്യുന്ന JD അത് അത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഓരോ ബോൺ ക്രാക്കിങ്ങും അടിച്ച് മറ്റേ സ്പ്ലാഷ് ചെയ്യുന്ന ശബ്ദവും. സോ ദിസ് ഓൾമോസ്റ്റ് ലൈക്ക് 20 or 30 layers ഇൻ ദാറ്റ്. അത്രയും എൻ്റെ അകത്ത് വർക്ക് പോയിട്ടുണ്ട്. സോ അതുകൊണ്ടാണ് നിങ്ങൾ അത് മാത്രമായിട്ടാണ് കേൾക്കുന്നത്. അതുകൂടെ ഉണ്ട്. ഇതേ സാധനം എല്ലാത്തിനും ചെയ്യുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലത്തെ കാര്യം ഇതിൻ്റെ അകത്ത് ഇനി നിങ്ങൾ പടം കാണുമ്പോഴത്തേക്ക് ആലോചിച്ചോണം, ആംബിയൻസ് പോലും അവിടെ കട്ട് ചെയ്തു. ആ പോർഷനിൽ ഇപ്പം ഒരു ചീവീട് ആംബിയൻസ് ഇല്ലേ, ആ ചീവീട് പോലും ഇല്ല. ചീവീട് ഇപ്പം ഇനി നിങ്ങൾ OTTയിൽ പടം വരുമ്പോൾ നിങ്ങൾ ഇനി പടം തിയേറ്ററിൽ പോയി കാണുന്നുണ്ടെങ്കിൽ ശ്രദ്ധിച്ചാൽ മതി. ആ ക്രാഷിൽ ചീവീട് സൗണ്ട് പോലും കട്ട് ചെയ്തിട്ട് ഈ ക്രാഷിൽ ആ സൗണ്ട് വീഴുന്നതും എന്നിട്ട് എനിക്ക് വരത്തില്ലേ, എനിക്ക് വരുന്ന ആ സ്ഥലത്ത് ആ ഡീറ്റെയിലിംഗ് വരുമ്പം ആ ഡീറ്റെയിൽ മാത്രമാണ്. അപ്പോൾ നിങ്ങൾക്കത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ ദേഹത്തൊക്കെ എന്തോ വരുന്ന പോലെ തോന്നും. സോ അത്രയും എൻ്റെ അടുത്ത് വർക്ക് പോയിട്ടുണ്ട്. ക്ലിപ്പിൻ്റെ സൗണ്ട് ഞാൻ JD ആയിട്ട് ഡിസ്കസ് ചെയ്യായിരുന്നു. ആ ക്ലിപ്പ് വാസ് ലൈക്ക് നോട്ട് ജസ്റ്റ് ദാറ്റ് ക്ലിപ്പ്. ആ ക്ലിപ്പ്
ആ ക്ലിപ്പിൽ നിന്ന് അങ്ങനത്തെ ഒരു സൗണ്ട് വരില്ല. സോ വി ഹാവ് ടു ലെയർ സൗണ്ട്സ് ടു ആ ക്ലിപ്പിൻ്റെ സൗണ്ടാണെന്ന് നിങ്ങൾക്ക് തോന്നുകയും വേണം. എന്നാൽ എന്താ പറയുക, ഇത് വെച്ചിട്ട് അത് ഉണ്ടാക്കാനും പറ്റത്തില്ല. അങ്ങനെ സിറ്റുവേഷൻ വരുമ്പോൾ വി നീഡ് ടു ആഡ് ഫ്യൂ അതർ സൗണ്ട്സ് ടു സൗണ്ട് എക്സാക്ട്ലി ലൈക്ക്. അങ്ങനത്തെ ഒരു കോമ്പിനേഷൻ JD വർക്ക് ചെയ്തിട്ടാണ് ആ ക്ലിപ്പ് സൗണ്ട് ഉണ്ടാക്കിയത്. JD ഉണ്ടാക്കിയത് ക്ലിപ്പ് സൗണ്ട്. മറ്റു ഡിസൈനേഴ്സായിട്ട് ഇങ്ങനത്തെ കാര്യങ്ങളിൽ വേറെ സിനിമകൾക്ക് വേണ്ടി എന്തെങ്കിലും സജഷൻസ് കൊടുക്കുക, ചോദിക്കുക, അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ടോ? ഏതാണ്? ഇപ്പോൾ എന്തെങ്കിലും ഒരു കോംപ്ലക്സ് ആയിട്ട് സൗണ്ട് റിക്രിയേറ്റ് ചെയ്യണം, അപ്പോൾ പഴയ സിനിമകൾ ചെയ്ത ഒരാളിൽ നിന്ന് അല്ലെങ്കിൽ ഇത് എങ്ങനെയാണ് ചെയ്തത്, അങ്ങനെയുള്ള കൊളാബറേഷൻ. ഡെഫിനറ്റ്ലി ഇതൊരു കമ്മ്യൂണിറ്റി അല്ലേ, ഇതൊരു കമ്മ്യൂണിറ്റിയാണ്. നമ്മൾ ഇപ്പം എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യും കാര്യങ്ങൾ. പിന്നെ നമ്മൾ ഓരോ സിനിമ കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ അകത്തൊരു സ്പെഷ്യലായിട്ടൊരു സംഭവം ഉണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ദേ വിൽ കോൾ ആൻഡ് ഇതെങ്ങനെയാണ് ചെയ്തത്. ഇപ്പോൾ എമ്പുരാനിൽ ഒരു ടയറിൻ്റെ ഒരു ബ്ലാസ്റ്റ് ഉണ്ട്. ടയർ ബ്ലാസ്റ്റ് വന്നിട്ട് ഇറ്റ് വാസ് സൗണ്ടിങ് ഡിഫറെൻറ്റ്. അപ്പോൾ എൻ്റെ അടുത്ത് രംഗനാഥ രവി എന്നെ വിളിച്ചിട്ട് ചോദിച്ചു അതെങ്ങനെയാണ് ചെയ്തത്. ലൈക്ക് ഇറ്റ് ഇസ് അപ്പം നമ്മളതിൻ്റെ ടെക്നിക്കൽ സംഭവങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യാറുണ്ട്. അപ്പോൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ തന്നെയാണ്. അതേപോലെ ഇപ്പോൾ ഈ ഗൺസ് ഇല്ലേ, ഇപ്പോൾ ഗൺസിൻ്റെ സൗണ്ട് പല ഗൺ ഇപ്പം സ്റ്റോക്കായിട്ട് ഗൺസിന് കുറച്ച് സൗണ്ട്സ് ഉണ്ടാകും, പക്ഷേ പല ഗൺസിനും പല രീതിയിലുള്ള സൗണ്ട്സ് ആയിരിക്കും. അല്ലെങ്കിൽ ഗൺസിൻ്റെ ഒറിജിനൽ സൗണ്ട് അല്ലല്ലോ നമ്മൾ യൂസ് ചെയ്യുന്നത്. നമ്മൾ സിനിമയിൽ യൂസ് ചെയ്തപ്പോൾ ഗണ്ണിൻ്റെ ഒറിജിനൽ സൗണ്ട് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ എന്ത് സൗണ്ട് എന്ന് ചോദിക്കും. നേരത്തെ പഞ്ചിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെയാണ് സിനിമാറ്റിക്കൽ എക്സ്പീരിയൻസ് കൊടുക്കാനായിട്ട് വി നീഡ് ടു ഗീവ് സംതിങ് എക്സ്ട്രാ. എപ്പോഴും എല്ലാ കാര്യത്തിലും അങ്ങനെയാണ്. അപ്പോൾ അത് അങ്ങനെ വരുമ്പോഴത്തേക്ക് ഗണ്ണിൻ്റെ സൗണ്ട് ഇപ്പോൾ ചെറിയ ഹാൻഡ് ഗണ്ണിന് ടപ്പ് എന്നൊരു സൗണ്ടേ വരുള്ളൂ. അപ്പോൾ അതിന് വേറെ ലെയേഴ്സ് ആഡ് ചെയ്ത് എന്ന് പറഞ്ഞ് ഭയങ്കര ഒരു സൗണ്ടാണ്. മറ്റേ ഹാൻഡ് ഗണ്ണിൻ്റെ സൗണ്ടൊക്കെ ചിലപ്പോൾ വരുന്നത് ചില പടങ്ങളിൽ മറ്റേ ഷോർട്ട് ഗണ്ണിൻ്റെയൊക്കെ സൗണ്ട് എടുത്ത് ഇതിൽ ആഡ് ചെയ്ത് വിടുന്നതാണ്. കാരണം അത് ഇമ്പാക്റ്റിന് വേണ്ടിയിട്ടാണ്. പക്ഷെ നമ്മൾ അങ്ങനെ ചെയ്യാറില്ല. പക്ഷെ എന്നാലും there will be multiple layers of sound to give the impact. So only idea is to give the audience a fear when shooting happens. പൊട്ടാസോടി പൊട്ടുന്ന ടിപ്പ് എന്ന് സൗണ്ട് വെച്ച് കഴിഞ്ഞാൽ ആ ഫിയർ ഫാക്ടർ ഉണ്ടാവില്ല. The audience should എലിവേറ്റ് ചെയ്യണം. അപ്പോൾ അത് മാത്രമാണ് ഉദ്ദേശം. അപ്പോൾ നമ്മൾ എങ്ങനെ ആ എലിവേഷൻ ഉണ്ടാക്കും അതിനൊക്കെ യു ആർ ഫ്രീ ടു യൂസ് എനിത്തിങ്. ഇതൊക്കെ ഭയങ്കരമായിട്ട് ശ്രദ്ധിച്ച് കാണുന്നത് ഇപ്പോൾ ഈ കിണ്ടിയുടെ കാര്യം പറഞ്ഞ പോലെ അങ്ങനെ ഏതെങ്കിലും ലൈക്ക് പാഷനേറ്റ് ആയിട്ട് ഇങ്ങനെ ചോദിക്കാറൊക്കെ തീർച്ചയായിട്ടും ഉണ്ട്. ഇതിപ്പോൾ ഈ ചിന്താഗതികൾ ആൾക്കാർക്ക് വരുന്നതിൽ ഒരു തെറ്റുമില്ല. ആ ചിന്താഗതികൾ വരുന്നത് നമുക്ക് വളരെ സന്തോഷമുള്ള കാര്യമാണ്. ഇപ്പം ഒപ്പമല്ല പ്രിയദർശന പടത്തിൽ ഒരു മറ്റേ അറബി ഒട്ടകവും അതിൻ്റെ അകത്ത് മറ്റേ ഡെസേർട്ടിൽ പോയിട്ട് വർക്ക് ചെയ്ത് രണ്ടുപേരും സംസാരിക്കും, രണ്ടുപേരും കൂടെ ബഹളം വയ്ക്കുന്നൊരു സീനുണ്ട്. ലാലേട്ടനും മുകേഷും കൂടെ ബഹളം വയ്ക്കും. ആ സീക്വൻസ് അവിടെ ഞാൻ മിക്സ് ചെയ്തിട്ടുള്ള സമയത്ത് പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞ് എനിക്ക് എക്കോ വേണമെന്ന് പറഞ്ഞു. പ്രിയദർശൻ പറഞ്ഞ ഡിലേ വേണം. ഞാൻ പറഞ്ഞു ഇത് ഡെസേർട്ടല്ലേ എക്കോ ഇടണമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ഇട്ടില്ല ആദ്യം. ഇല്ലടാ അത് ഇട്, അതിനൊരു ഫീൽ. അപ്പോൾ ഈ വൈറ്റ് ഷോട്ട് എസ്റ്റാബ്ലിഷ്മെൻറ്റിൽ എനിക്ക് കുറച്ചുകൂടെ ഫീൽ കിട്ടത്തുള്ളൂ. അപ്പോൾ ഞാൻ ഇട്ടു. എൻ്റെ അടുത്ത് ഒരാൾ മെസ്സേജ് അയച്ചു, മറ്റേ ആരോ റാൻഡംലി ഒരാൾ ഫോണിലല്ല മറ്റേ സോഷ്യൽ മീഡിയയിൽ മെസ്സേജ് അയച്ചു ചോദിച്ചു നിങ്ങൾ മരുഭൂമി പോയിട്ടുണ്ടോ? ഞാൻ പറഞ്ഞു ഇല്ല. അവിടെ എക്കോ വരില്ല അറിയാമോ? ഞാൻ പറഞ്ഞു എൻ്റെ പൊന്നാശാനെ ആ സീൻ്റെ ഇമ്പാക്റ്റിന് വേണ്ടിയിട്ട് ആഡ് ചെയ്തതാണ്. അപ്പോൾ ഞാനത് പ്രിയമാൻ ചിരിച്ചു. ഹി വാസ് ലാഫിങ്. ബട്ട് അതൊരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് കൊടുക്കാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ പലപ്പോഴും ചിലർക്ക് അത് വർക്കൗട്ട് ആവണമെന്നില്ല. ഓഡിയൻസിന് വളരെ കൃത്യമായിട്ട് അവർ ഈ സറൗണ്ടിൽ സൗണ്ട് വന്നാലേ നല്ല മിക്സിങ് ഉള്ളൂ എന്ന് പറയുന്ന വിഭാഗം ആൾക്കാരുണ്ട് ഒരുപാട് പേര്. അതല്ല, സറൗണ്ടിൽ സൗണ്ട് വയ്ക്കുന്നത് ഒരു ഓർണമെൻ്ററിയാണ്. സിനിമയുടെ എൻ്റയർ ഷുഡ് ഹാപ്പൻ ദെയർ. നമ്മൾ ഡിസ്ട്രാക്ട് ചെയ്യാൻ പാടില്ല സറൗണ്ടിൽ. നമുക്ക് ഇമേഴ്സീവ്, നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ അകത്ത് നമ്മൾ സിനിമയ്ക്കകത്തോട്ട് മുഴുകാനായിട്ടുള്ള ഒരു ഓർണമെൻ്റാണ് സറൗണ്ട്. ഇറ്റ്സ് നോട്ട് സംതിങ് നിങ്ങളെ ഡിസ്ട്രാക്ട് ചെയ്യാനുള്ളൊരു സാധനമല്ല. അപ്പോൾ സറൗണ്ടിൽ സൗണ്ട് വയ്ക്കുക എന്ന് പറയുന്നത് നിങ്ങൾക്ക് അത് റോങ് കോൺസെപ്റ്റാണ്. അപ്പോൾ തിയേറ്റർ ഓണേഴ്സാണ് ഇത് പലപ്പോഴും എന്ത് വെച്ച് കഴിഞ്ഞാൽ സറൗണ്ട് മാത്രം കൂട്ടി വയ്ക്കും. സോ ദാറ്റ് ഈസ് നോട്ട് മെൻറ്റ് ടു ഡു ദാറ്റ് വേ. ഇതിനൊരു കാലിബ്രേഷൻ ഉണ്ട്, ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട്. ആ സ്റ്റാൻഡേർഡ് കാലിബ്രേഷൻ ചെയ്ത് വെച്ച തിയേറ്ററിലാണെങ്കിൽ കൃത്യമായിട്ട് ഞാൻ ചെയ്തെന്താ അത് കിട്ടും. പക്ഷേ ഇതല്ല, ദേ സ്ക്രൂ അപ്പ്. തിയേറ്ററുകാർ തന്നെ വിചാരിക്കും ഓക്കെ കഴിഞ്ഞ പടത്തിന് സെൻറ്റർ ട്രാക്ക് കുറച്ച് കുറവായിരുന്നു, ഡയലോഗ് കുറവായിരുന്നു, അതുകൊണ്ട് സെൻറ്റർ ട്രാക്ക് മാത്രം കൂട്ടി വയ്ക്കുക. സി മൈ എൻ്റയർ ബാലൻസ് ഈസ് ഗോൺ. ഡയലോഗ് മാത്രം കുഴിച്ചു നിന്ന് കഴിഞ്ഞാൽ ബാക്കി അതിനനുസരിച്ച് ഞാൻ ബാക്കിയുള്ളതെല്ലാം പൊസിഷൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതെല്ലാം പോവും. ഇപ്പോൾ സറൗണ്ട് മാത്രം കൂട്ടി വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും?
ദ എൻറ്റയർ ഫ്രണ്ട് സ്റ്റേജ് വിൽ യു ഫീൽ വിത്ത് വെരി ലോ, സറൗണ്ട് ഇസ് ഹൈ. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇതെന്ത് ഇവിടുന്ന് സൗണ്ട് വരുന്നു, പക്ഷെ അവിടെ അങ്ങനെ കേൾക്കണ്ട, ഇതാണ് കറക്റ്റ് ഞാൻ വെച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇങ്ങനെ കൂട്ടിയാൽ കംപ്ലീറ്റ്ലി പോയില്ലേ. സോ ഈ ഒരു പ്രശ്നം ഭയങ്കരമായിട്ട് ഫേസ് ചെയ്യുന്നുണ്ട്. ഇത് എന്ന് മാറുന്നു അന്നേ നമുക്ക് ധൈര്യമായിട്ട് ഇംഗ്ലീഷുകാർ നിങ്ങൾ ചോദിച്ചില്ലേ, അത് അവർ മിക്സ് ചെയ്യുന്നത് സ്റ്റാൻഡേർഡ് ലെവലിലാണ്. ദേ ഡോണ്ട് കെയർ, ദേ വിൽ കീപ് ഇറ്റ് അറ്റ് 7, ദേ മിക്സ് ഇറ്റ്, ദേ വിൽ ക്രിയേറ്റ് ഡൈനാമിക്സ്. ഈ സബ് എന്ന് പറയുന്ന സാധനമല്ലേ, ലോ ആൻഡ് ബും എന്ന് പറഞ്ഞാൽ ഈ സബിൻ്റെ യൂസേജ് ഇംഗ്ലീഷുകാർ ഞാൻ എക്സ്ട്രാക്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അവർ ചെയ്യുന്ന മിക്സസ് എൻ്റെ പടത്തിൽ 6-7 സ്ഥലത്തേ ഉണ്ടാവുള്ളൂ സബ്. നമ്മുടെ സൗണ്ട് എക്സ്ട്രാക്ട് ചെയ്യണം ഫ്രം ദ ഫസ്റ്റ് ഫ്രെയിം ടു ദ ലാസ്റ്റ് ഫ്രെയിം. സബ് ഇങ്ങനെ നിറഞ്ഞിങ്ങനെ നിൽക്കുന്നത്. കാരണം ഞാൻ ചെയ്യുന്ന ജോലി തന്നെ ഞാൻ ക്രിട്ടിസൈസ് ചെയ്യുന്നതിൻ്റെ റീസൺ എനിക്കൊരിക്കലും അതിനുള്ളൊരു അവസരം ചെയ്യാനായിട്ട് അവസരം ആരും എനിക്ക് തന്നിട്ടില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞു പോയതാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ അതാണ്, ദാറ്റ് ഇസ് എ ട്രൂത്ത്. വേർ ദ ഇമ്പാക്റ്റ് ഈസ് നീഡഡ്, ഓവർ ദെയർ യു നീഡ് എ എക്സ്ട്രാ ചാനൽ to give you that impact. ഒരു എക്സ്പ്ലോഷൻ, ഒരു പടത്തിൽ എക്സ്പ്ലോഷൻ ഉണ്ട്, ദാറ്റ് ഷുഡ് ബി ദ ലൗഡസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ വി നീഡ് ടു പ്ലാൻ, വി നീഡ് ടു മേക്ക് ഷുവർ ഇറ്റ് ഈസ് എ ലൗഡസ്റ്റ് പോയിന്റ്. സോ എൻറ്റയർ മൂവി ഷുഡ് ബി അണ്ടർ ദാറ്റ്, അണ്ടർ ദ എക്സ്പ്ലോഷൻ. സോ ദിസ് ഈസ് അവർ ലൗഡസ്റ്റ് ഏരിയ. സോ യുവർ തിയേറ്റർ വിൽ ജസ്റ്റ് ജംപ് വിത്ത് ദാറ്റ് ഇമ്പാക്റ്റ് എന്ന് പറയുന്നൊരു സാധനം നമ്മൾ പ്ലാൻ ചെയ്ത്. നമുക്ക് ഇത്രയേ ഉള്ളൂ മുറി, ഒരു ലെവൽ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, ഇതിൽ കൂടുതലില്ല. അപ്പോൾ ഇവിടെ തുടക്കം മുതൽ ഇത്രയും ലെവലിൽ വന്നിട്ട് ഈ ഇമ്പാക്റ്റ് നിങ്ങൾക്ക് കിട്ടണം എന്ന് പറഞ്ഞാൽ ഒരിക്കലും കിട്ടില്ല. യുവർ ഇയേഴ്സ് ആർ ട്യൂൺ ടു ദാറ്റ് ലൗഡ്നെസ്. സോ വെൻ യു ആർ സിറ്റിംഗ് ലൈക്ക് ദിസ്, എവറിത്തിങ് ഈസ് സോഫ്റ്റ്, യുവർ ഇയേഴ്സ് വിൽ ബി ട്യൂൺ ടു ദാറ്റ് loudness, you will try to get into it. Suddenly the impact comes, you will be like, oh, അതാണ് അതിൻ്റെ ഡിഫറൻസ്. സോ അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ദ തിയേറ്റർ കാലിബ്രേഷൻ ഷുഡ് ബി പെർഫെക്റ്റ്, എവറിത്തിങ് ഷുഡ് ബി പെർഫെക്റ്റ്. ഫസ്റ്റ് ഓഫ് ഓൾ ദ ഡയറക്ടർ ഷുഡ് ഹാവ് ദാറ്റ് വിഷൻ. അത്ര സൗണ്ട് വൊക്കാബുലറി ഒന്നും അത്ര സ്ട്രോങ് അല്ലാത്ത ഫിലിം മേക്കേഴ്സ് ഉണ്ടാവില്ല. അവരുമായിട്ടൊക്കെ വർക്ക് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ആ ഒരു കൊളാബറേഷൻ? ഇപ്പോൾ പല ഡയറക്ടേഴ്സിനും ഇപ്പോൾ സൗണ്ടിനെ കുറിച്ച് ധാരണയോട് കൂടിയാണ് ഇപ്പോൾ വരുന്ന ഡയറക്ടേഴ്സൊക്കെ വരുന്നത്. ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള പലരും ഒരു റെഫറൻസസ് ഉണ്ടാവും അവർക്ക്, ഇന്ന പടം പോലെ ഇരിക്കണം, ഇന്ന പടം പോലെ ഇരിക്കണം എന്ന് പറഞ്ഞാണ് എൻ്റെ അടുത്ത് പലപ്പോഴും വരാറ്. ബാംഗ്ലൂർ ഡേയ്സ് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് വന്ന ഒരു കന്നഡ ഡയറക്ടറുണ്ട്. അപ്പോൾ ബാംഗ്ലൂർ ഡേയ്സ് ഇഷ്ടപ്പെട്ടിട്ട് വന്നതല്ലേ, അപ്പോൾ ഞാൻ ആ ഒരു പാറ്റേണിൽ ഭയങ്കര സ്മൂത്തായിട്ട് പുള്ളിയുടെ സിനിമ ഞാൻ മിക്സ് ചെയ്ത് ഫസ്റ്റ് ഡേ കേൾപ്പിച്ചപ്പോൾ പുള്ളി, സാർ ഒന്നുമില്ലല്ലോ സാർ. അപ്പോൾ ഞാൻ പറഞ്ഞേ ബാംഗ്ലൂർ ഡേയ്സ് സാർ, അത് ബാംഗ്ലൂർ ഡേയ്സ് സാർ, ഇത് വന്ന് മാസ് സാർ. ഫുൾ ഒച്ചപ്പാട്. പിന്നെ ഓക്കെ ഫൈൻ, പിന്നെ എനിക്ക് ഇത്ര കഷ്ടപ്പെടേണ്ട കാര്യമില്ല. മേക്കിംഗ് നോയ്സ് ഈസ് വെരി ഈസി. യു നീഡ് ടു കീപ്പ് എവറിത്തിങ് ലൗഡ്, ദാറ്റ്സ് ഇറ്റ്. നമ്മൾ മറ്റേത് ഇതിൻ്റെ ലെവൽ ഇത് ഇത്രയും വേണ്ട, കുറച്ചൊന്ന് കുറയ്ക്കുക, ഇത് ഇത്രയും വേണ്ട കൂട്ടി, അങ്ങനെയൊക്കെ ചെയ്യുന്നത് ഭയങ്കര പാടാണ്. ഒരുപാട് മേജർ ടൈം ടേക്കിംഗ് പ്രോസസ്സ്. നമ്മൾ ഓരോ സൗണ്ടും ഇതിൻ്റെ സൗണ്ട്, ഇത് മറ്റേത് എന്താ റെക്കോർഡ് ചെയ്താൽ വെച്ചാൽ മതി, മൊത്തം ലൗഡായിട്ടൊക്കെ കേൾക്കും. നോബഡി കെയർസ്. സാറിന് ആക്ച്വലി നേരത്തെ സൗണ്ട് മിക്സിങ്ങിനെ കുറിച്ചും സൗണ്ട് ഡിസൈനിങ്ങിനെ കുറിച്ചും ഒക്കെ സിമ്പിളായിട്ട് പറഞ്ഞു. സോ സാറിന് നാഷണൽ അവാർഡ് രംഗസ്ഥലത്തിന് വേണ്ടിയ ഓഡിയോഗ്രാഫിക്കാണ്. ഈ ഓഡിയോഗ്രാഫി എങ്ങനെയാണ്? ഈ ഓഡിയോഗ്രാഫി എന്ന് പറയുന്ന ഒരു പേര് അങ്ങനെ വന്നു എന്നുള്ളതേ ഉള്ളൂ, അല്ലാതെ ഇത് ഇറ്റ്സ് ആക്ച്വലി എ കോമ്പിനേഷൻ ഓഫ് ഓൾ ദ ത്രീ. കളക്റ്റീവായിട്ടുള്ള ഒരു കോമ്പിനേഷൻ പേരാണ് ശരിക്കും ഓഡിയോഗ്രാഫി എന്ന് പറയുന്നത്. അപ്പം ഇപ്പോൾ സിനിമാറ്റോഗ്രഫി എന്ന് പറയുമ്പം നമ്മൾ അതിൻ്റെ അകത്ത് ലൈറ്റ് ഇൻക്ലൂഡഡ് ആണ്, ക്യാമറ ഇൻക്ലൂഡഡ് ആണ്. സോ ഇറ്റ്സ് ഓൾ ദാറ്റ് യുനോ. അപ്പോൾ ഇതിൻ്റെ അകത്ത് ആ ഓഡിയോഗ്രാഫി എന്നുള്ളൊരു പേര് എനിക്ക് തോന്നുന്നു തുടക്കകാലത്ത് എല്ലാവരും ഇപ്പോൾ RR എന്ന് പറയത്തില്ലേ, നമ്മളിപ്പോൾ ഈ റീ റെക്കോർഡിംഗ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ മിക്സിങ്ങിനെയാണ്, സൗണ്ട് മിക്സിങ്ങിനെയാണ് റീ റെക്കോർഡിംഗ് എന്ന് പറയുന്നത്. പണ്ടത്തെ കാലത്ത് ഞങ്ങൾ RRന് പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യുന്നതിന് ആയി മാറി. ഇവിടെ സൗത്തിൽ ആണ്, സൗത്തും നോർത്തുമായിട്ടുള്ളൊരു കൾച്ചർ നോക്കുമ്പോൾ ഭയങ്കര ഡിഫറെൻ്റ് ആണ്. അപ്പോൾ നോർത്തിൽ എപ്പോഴും RR ഇസ് സ്റ്റിൽ നൗ ഇറ്റ്സ് മിക്സിങ്. ഓവർ ഹിയർ RR ഇസ് ബാക്ക്ഗ്രൗണ്ട് സ്കോർ. സോ അങ്ങനൊരു പേരിൽ അങ്ങനൊരു സാധനം വന്നു പോയതാണ്. എന്തൊരു ചോദ്യം എന്തായിരുന്നു? ഓഡിയോഗ്രാഫി വന്നിട്ട് ആ പേര് വന്നു പോയതാണ്. ശരിക്കും അങ്ങനൊരു പേരില്ല. ഇന്ത്യയിൽ മാത്രം ഉപയോഗിക്കുന്ന വളരെ റെയറായിട്ടുള്ളൊരു പേരാണ് ഓഡിയോഗ്രാഫി എന്ന് പറയുന്നത്. സോ അങ്ങനൊരു പേരില്ല, പക്ഷെ ഒരു രസമുണ്ടല്ലോ കേൾക്കാൻ എന്ന് പറഞ്ഞിട്ട്
ഇട്ട ഒരു പേരാണ്. പക്ഷേ ഇറ്റ് വർക്ക്സ്, യുനോ കൈൻഡ് ഓഫ് സിനിമാറ്റോഗ്രഫി എന്ന് പറയുമ്പം സിനിമാറ്റോഗ്രഫി എന്ന് പറയുമെങ്കിൽ ഓഡിയോഗ്രഫി എന്ന് പറയാം. ഡയറക്ടർ ഓഫ് ഓഡിയോഗ്രഫി. Director of Audiography, yeah, that title was created by Sakshal Priyadarshanaana. That title, Director of Audiography, was created by Priyadarshan. കാരണം അത് ആദ്യം കൊടുത്തിരുന്ന എൻ്റെ ഗുരു ദീപൻ ചാറ്റർജിക്കാണ്. അത് കണ്ട് ഞാൻ ഇങ്ങനെ അയ്യോ എന്താ ടൈറ്റിൽ എന്ന് ആലോചിച്ചിട്ടുണ്ട്. അത് കിട്ടണം. അപ്പോൾ ഒരു പടം വെട്ടം ചെയ്തപ്പോഴത്തെ എനിക്കും തന്നു ഡയറക്ടർ ഓഫ് ഓഡിയോഗ്രഫി. അത് കണ്ട് അത് പോസ് ചെയ്ത് വെച്ച് കുറേ നേരം ഞാൻ അപ്പോൾ അതാണ് ടൈറ്റിൽസ് അങ്ങനെയാണ് ഉണ്ടായത്. ഡിസൈനർ എന്ന് പറയുന്നത് കേൾക്കാൻ ഒരു രസമുണ്ട്. ഡിസൈനർ അങ്ങനെ ഇടുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷേ ദ റിയൽ ഡിസൈനർ ഐ വിൽ സേ ദ പേഴ്സൺ ഹു വർക്ക്സ് ഫ്രം ദ സ്ക്രിപ്റ്റ് ടിൽ ദ എൻഡ് ഈസ് എ റിയൽ ഡിസൈനർ. ദാറ്റ്സ് ഹൗ ഇറ്റ് വർക്ക്സ്. റെക്കോർഡിസ്റ്റ് എന്ന് പറയുമ്പോൾ റെക്കോർഡിസ്റ്റ് ഒരു കാറ്റഗറി ഉണ്ട് കേട്ടോ. ഈ സിംഗ് സൗണ്ട് എന്ന് പറയുന്ന സിനിമ സിംഗ് സൗണ്ടിലോട്ട് ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ മലയാള സിനിമകൾ ഒരു 50% സിംഗ് സൗണ്ടിലോട്ട് വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ മമ്മൂക്കയുടെ പടത്തിനൊക്കെ മമ്മൂക്ക ഈ മേക്ക് ഷുവർ ദ മൂവി ഈസ് സിംഗ് സൗണ്ട്. ഇറ്റ് ഡസൻറ്റ് ലൈക്ക് ടു ഡബ്. സോ അങ്ങനെയൊക്കെയുള്ള ഇപ്പോൾ ഇത് നടക്കുന്നുണ്ട്. നോർത്ത് ഓൾമോസ്റ്റ് 90% മൂവീസ് ആർ സിംഗ് സൗണ്ട്. നമ്മളിനിയും വരാൻ കിടക്കുന്നു. സിംഗ് സൗണ്ട് വന്നതിന് ശേഷം മിക്സിങ്ങിലൊക്കെ കുറച്ച് ബെറ്റർ ആയിട്ടുണ്ടോ അതോ? ഭയങ്കര ടഫാണ്. ഇറ്റ്സ് വെരി ടഫ്. നോട്ട് ലൈക്ക് നമ്മുടെ ഈ ലെവൽ എന്ന് പറയുന്ന സാധനമല്ലേ, ഇപ്പോൾ ഈ ഒരുപാട് ലെവൽസ് വെക്കുന്നു, അത് മാറിക്കിട്ടും. ഇതിൻ്റെ അകത്ത് ഈ സിംഗ് സൗണ്ട് വരുമ്പോഴത്തേക്ക് ഈ ഡയലോഗ് ഉണ്ടല്ലോ, ഇതിനെ ലെവൽ കൂട്ടാൻ പറ്റില്ല. ഈ ഡയലോഗ് എങ്ങനെ റെക്കോർഡ് ചെയ്തോ ആ റെക്കോർഡ് ചെയ്ത ലെവലിൽ തന്നെ പ്ലേ ഉണ്ട്. ഇത് കൂട്ടാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഈ ഡയലോഗിൻ്റെ താഴെയാവും കാര്യങ്ങൾ. സോ നാച്ചുറലി ദ ലൗഡ്നെസ് വിൽ ബി ലോ. ഇപ്പോൾ ഡയലോഗ് കൂട്ടി വയ്ക്കുമ്പോഴാണല്ലോ നമുക്കിതെല്ലാം കൂട്ടാൻ പറ്റുന്നത്. ഡയലോഗ് കേൾക്കണമല്ലോ. സോ അങ്ങനെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് അങ്ങനത്തെ സിംഗ് സൗണ്ട് പടങ്ങൾ എപ്പോഴും സോഫ്റ്റ് ആയിരിക്കും. തിയേറ്ററിൽ നിന്ന് കേൾക്കുമ്പം പലപ്പോഴും കംപ്ലയിൻറ്റ്സ് വരുന്ന വിധത്തിൽ ലോ ആയിരിക്കും. അത് ഡയലോഗ് കേൾക്കുന്നേ ഇല്ല എന്ന് പറയുന്ന ലെവലിലോട്ട് കംപ്ലയിൻറ്റ്സ് വരുന്ന അവസ്ഥകൾ സിംഗ് സൗണ്ടിന് പണ്ടുണ്ടായത് അതുകൊണ്ടാണ്. പക്ഷെ നൗ ദ ടെക്നോളജി ഈസ് ഡിഫറെൻറ്റ്. നൗ സിംഗ് സൗണ്ട് എന്ത് നോയ്സും പുഷ്പം പോലെ എടുത്ത് ട്രാക്ക് ചെയ്യുന്നെടുത്ത് കളയാം. അതിനുള്ള പ്ലഗിൻസ് ഇപ്പോൾ അവൈലബിൾ ആണ്. അതുകൊണ്ടാണ് ഇപ്പോൾ റീമാസ്റ്ററിംഗ് ഒക്കെ മറ്റേ കൊടി വെച്ച് ഇപ്പം ഇത്രയും സിനിമകൾ റീമാസ്റ്ററിംഗ് നടക്കുന്നതിൻ്റെ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ വി ഹാവ് ദാറ്റ് കപ്പാസിറ്റി ടു remove the entire music and sound effects from the track which is mono. ഒരു മോണോ ട്രാക്കിൽ നിന്ന് ഡയലോഗ് മാത്രമായിട്ട് എക്സ്ട്രാക്ട് ചെയ്യാനായിട്ടുള്ള ടെക്നോളജി ഇന്ന് അവൈലബിൾ ആയതുകൊണ്ടാണ് ഇന്നിപ്പോൾ ഈ റീമാസ്റ്ററിംഗ് ഒക്കെ നടക്കുന്നത്. കാരണം അതെടുത്ത് മാറ്റിയിട്ട് നമ്മൾ ഈ ഫുൾ സാധനം രണ്ടാമത് ചെയ്യുക, റീക്രിയേറ്റ് ചെയ്യുമ്പോഴേ അപ്പോൾ ഡയലോഗ് യു ഗെറ്റിംഗ് ഇറ്റ് സെപ്പറേറ്റ്ലി ഇല്ലേ. ഈ സിംഗ് സൗണ്ട് ഷൂട്ട് ചെയ്ത പടങ്ങൾ പിന്നീട് ഒരു ക്രിയേറ്റീവ് ഡിസിഷനിൽ ഡബിലോട്ട് മാറ്റുന്ന ഇൻസിഡൻസ് സംഭവം വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വളരെ അഭിമാനത്തോടെ പറയാം, എൻ്റെ അത് പ്രേമം എന്ന് പറഞ്ഞ സിനിമയില്ലേ, എല്ലാവരും ഇന്നും വിചാരിച്ചിരിക്കുന്നത് അത് സിംഗ് സൗണ്ടാണ്. അത് സിംഗ് സൗണ്ട് അല്ല. അത് ആ തെറ്റിദ്ധാരണയിലാണ് എല്ലാവരും സിംഗ് സൗണ്ട് ചെയ്യാൻ തുടങ്ങിയത്. ട്രെൻഡ് സ്റ്റാർട്ടായത് ഇറ്റ്സ് ബിക്കോസ് ഓഫ് പ്രേമം. പ്രേമം വാസ് ആൻ എക്സ്പെരിമെൻറ്റ്. ഇറ്റ്സ് പ്യൂർലി എക്സ്പെരിമെൻറ്റ്. അതായത് അൽഫോൺസ് പറഞ്ഞ ഒരു കാര്യത്തിൽ നിന്നും ഉണ്ടായ ഒരു എക്സ്പെരിമെൻ്റാണത്. അൽഫോൺസ് പറഞ്ഞു, പണ്ട് പ്രിയദർശൻ സിനിമകളിലൊക്കെ എക്കോ, എല്ലാ ഡയലോഗിലും എക്കോ ഉണ്ടല്ലോ, പ്രിയദർശൻ പടത്തിൽ മാത്രം കേൾക്കുന്നൊരു മാജിക്കാണല്ലോ അത്, കിലുക്കത്തിലും എല്ലാം. അത് എൻ്റെ ഗുരു ദീപൻ ചാറ്റർജി തന്നെയാണ് അതിൻ്റെ അകത്ത് സൗണ്ട് ഡിസൈനർ. പുള്ളി ക്രിയേറ്റ് ചെയ്ത ഒരു മൂഡ് ഓഫ് മിക്സിംഗ് ആണ് ഈ പറയുന്ന പോലെ ഡയലോഗ്. ഇപ്പോൾ ഹോളാണെങ്കിൽ ഹോളിൻ്റെ സൗണ്ട് കൊടുക്കുക. പക്ഷേ അന്നത്തെ ടെക്നോളജിയിൽ അത് തനിച്ച് നിന്നിരുന്നു. കാരണം അത് റിയൽ ആണെന്ന് ആരും ഫീൽ ചെയ്തില്ല. അത് ഉണ്ടാക്കിയതാണ്, ക്രിയേറ്റഡ് ആണ് എന്നുള്ളത് ആൾക്കാർക്ക് മനസ്സിലാവും. കാരണം അന്നത്തെ ടെക്നോളജിയുടെ സപ്പോർട്ട് അത്രേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോഴത്തെ ടെക്നോളജി വെച്ചിട്ട് നമ്മൾ അതേ റീക്രിയേറ്റ് ചെയ്തു എന്നുള്ളതാണ് പ്രേമത്തിൽ. കൂടുതലൊന്നും ചെയ്തിട്ടില്ല. പുള്ളിയുടെ റെഫറൻസ് അനുസരിച്ച് പ്രിയദർശൻ സിനിമകളിൽ കേട്ട അതേ സംഭവം എൻ്റെ പടത്തിൽ വേണം. അല്ലെങ്കിൽ ഒരു കണ്ണ് കാണാത്ത ഒരാൾ സിനിമ കാണുമ്പോൾ കണ്ണടച്ചിരുന്നാൽ അയാൾ എവിടെയാണ് നിൽക്കുന്നത് എന്ന് സിനിമയിലെ സൗണ്ട് പറഞ്ഞു കൊടുക്കണം എന്ന് പറയുന്ന ഒരു കോൺവെർസേഷനിൽ നിന്നുമാണ് ആ സിനിമ അങ്ങനെ ആയത്. അല്ലാതെ മനഃപൂർവ്വം അങ്ങനെ ആക്കണം എന്ന് വിചാരിച്ചിട്ടല്ല. പക്ഷേ അത് ഈ പറഞ്ഞ പോലെ ചെയ്ത് വന്നപ്പോഴത്തേക്ക് എനിക്ക് ആദ്യമൊക്കെ ഭയങ്കര എതിർപ്പായിരുന്നു. അത് ചെയ്തു വരുമ്പോൾ ഇതെങ്ങനെ ആൾക്കാർ എടുക്കും എന്നുള്ളത് ഭയങ്കര ഡൗട്ടുണ്ടായിരുന്നു. ഇതേ രണ്ട് ഒപ്പീനിയൻസ് ആ പടം ഇറങ്ങിയപ്പോൾ വരികയും ചെയ്തു. ഡയലോഗ് കേട്ടില്ല എന്ന് പറയുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ട്, മനസ്സിലായില്ല. പക്ഷേ അൽഫോൺസിനെ സംബന്ധിച്ച് അത് മനസ്സിലാവണ്ട. ബാത്റൂമിൽ ഒരാളെന്ന് സംസാരിച്ച് കഴിഞ്ഞാൽ അത് എങ്ങനെ മനസ്സിലാവില്ലല്ലോ.
അത് തന്നെ മതി പടത്തിൽ എന്ന് പറയുന്ന നേരത്തെ തണ്ടർ സിങ്ക് ഔട്ടായിട്ട് വന്ന് അത് മതി എന്ന് പറയുന്ന ഒരു തീരുമാനത്തിലോട്ട് പുള്ളി എടുത്തത് കൊണ്ടാണ് ആ സിനിമ അങ്ങനെ ആയത്. അതിനുശേഷം എല്ലാവരും വിചാരിച്ചു ഓക്കെ സിങ് സൗണ്ട് ചെയ്തപ്പോഴാണ് എന്തോ ഒരു പ്രത്യേകത വന്നത്, എല്ലാവരും സിങ് സൗണ്ട് ചെയ്തു. അത് കഴിഞ്ഞ് ഈ ചെയ്തവരൊക്കെ പിന്നെയാണ് അറിയുന്നത് സിങ് സൗണ്ട് അല്ല. അപ്പോൾ DSRയും പ്രമേയവും ഒക്കെ വരുമ്പോൾ അതും സിങ് സൗണ്ടിലായിരുന്നു? അല്ല സിങ് സൗണ്ട് ഒന്നുമല്ല. ബ്രഹ്മയോഗം സിങ് സൗണ്ട് ആയിരുന്നു. ഫുള്ളി സിങ് സൗണ്ട്. സിങ് സൗണ്ട് ആയിരുന്നു. നോട്ട് DSR സിങ് സൗണ്ട് ചെയ്തില്ല, ഡബ്ബായിരുന്നു. പക്ഷെ അത് നമ്മൾ വളരെ കൺട്രോൾഡ് ആയിരുന്നു. ഈ പറഞ്ഞ പോലെ ഹൊറർ പടമല്ലേ, ഇറ്റ് ഷുഡ് ബി കൺട്രോൾഡ്. ഇപ്പോൾ പക്ഷെ മമ്മൂക്കയുടെ പടങ്ങളെല്ലാം സിങ് സൗണ്ട് കേട്ടോ. ഇപ്പം കളങ്കാവൽ ചെയ്യുന്നത് സിങ് സൗണ്ട് തന്നെ. ഇപ്പോൾ ഹൊററൊക്കെ ചെയ്യുമ്പോൾ സ്വയമായിട്ട് പേടി തോന്നാറുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അത് ഇപ്പോഴത്തെ അല്ലല്ല പിസ്സ പടത്തിലായിരുന്നു. അത് ഒറ്റയ്ക്കിരുന്ന് വർക്ക് ചെയ്യുന്നത് നമ്മൾ കുറച്ച് കഴിയുമ്പോൾ റിയലൈസ് ചെയ്യുള്ളൂ നമ്മൾ സ്റ്റുഡിയോക്കകത്ത് ഞാൻ മാത്രമേ ഉള്ളൂ, സെക്യൂരിറ്റിയെ കാണണമെങ്കിൽ 1 കിലോമീറ്റർ നടക്കണം. ഇതൊരു റിയലൈസേഷനാണ്. അപ്പോഴത്തേക്കും നാച്ചുറലി പേടി വരും, നമ്മൾ മനുഷ്യനല്ലേ, ചിലപ്പോൾ രോമാഞ്ചമൊക്കെ വരും. ഈ രോമാഞ്ചം അതാ ചോദിക്കാൻ വന്നത്. അപ്പോൾ ഇത് മാസം ചെയ്യുമ്പോൾ രോമാഞ്ചം വരുമോ? മാസം ചെയ്യുന്ന സമയത്ത് മൊത്തം നോയ്സ് അല്ലേ, അതൊന്നും വരുന്നത്. നമ്മൾ ഈ നോയ്സ് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളെ ഇങ്ങനെ സൈലൻസിൽ കൊണ്ടുപോയി ഞാൻ പേടിപ്പിക്കാൻ, ഓഡിയൻസിനെ പേടിപ്പിക്കാൻ വേണ്ടി ഞാൻ ജോലി ചെയ്യുക. ഞാനിവിടെ എന്താ ചെയ്യുന്നത്, നിങ്ങൾ പേടിക്കണം എന്ന് പറഞ്ഞ് ഞാൻ എങ്ങനെ. അപ്പം എനിക്ക് ഒരു വേർഷൻ ചെയ്ത് കഴിയുമ്പോൾ ഞാൻ പ്ലേ ചെയ്യുമ്പോൾ ഞാൻ തന്നെ പേടിക്കും. ആ പേടിക്കുന്ന മൊമെൻറ്റിലാണ് ഞാൻ ഓക്കെ ഇത് വർക്കായി എന്ന് ഞാൻ ഡിസൈഡ് ചെയ്യുന്നത്. മനസ്സിലായില്ലേ? ഇപ്പം ഷിട്ടും എന്ന് പറഞ്ഞിട്ടൊരു ബാങ്ക് ആണെന്ന് വെച്ചോളൂ, ഈ എന്ന് പറഞ്ഞ് വരുന്ന സാധനമല്ലേ, അത് നിങ്ങളുടെ പേടി കളയും. ചെറിയ കാര്യം അത്. ഇപ്പോൾ ഒരാളിങ്ങനെ നടന്നു വന്നൊരു ഡോർ തുറക്കുന്നു, ഈ നടന്നു വരുന്ന സമയത്തുള്ള ഫുഡ് സ്റ്റെപ്പ്, ബോഡി സൗണ്ട്, ഇതുപോലെ നിങ്ങളുടെ പേടി കളയും. ഇതുപോലെ ഞാൻ എടുത്ത് കളയും. കാരണം ഞാൻ ഡെഡ് സൈലൻറ്റിലോട്ട്, അതായത് ഒരു വാക്യൂം മോഡിലോട്ട് ഇവരെ കൊണ്ടുപോയിട്ട്, ഓഡിയൻസിനെ കൊണ്ടുപോയിട്ട് തിരിച്ച് ഒറ്റ ബാങ് എന്ന് പറഞ്ഞാൽ സ്ട്രെയിറ്റ് ബാങ് ആണ്. അതിന് മുമ്പിൽ ഒരു ചെറിയ പ്രില്യൂഡ്, ഒരു കുട്ടി പ്രില്യൂഡ് പോലും വന്നാൽ നിങ്ങളുടെ പേടി പോകും, നിങ്ങൾക്ക് ജമ്പ് സ്കെയർ വരില്ല. അപ്പോൾ അതിലോട്ട് നമ്മൾ ആ സൗണ്ടിനെ എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ. അപ്പം നാച്ചുറലി നമുക്ക് പേടി വരും. എത്രയോ സ്ഥലങ്ങൾ ഈ മാസ് മസാല സിനിമകൾ ചെയ്യുമ്പോൾ നമ്മൾ ഓഡിയൻസിന് ഒരു ഗൂസ്ബംസ് വരുത്തണം എന്നൊരു ഇന്റൻഷനോടെ ആയിരിക്കുമല്ലോ മ്യൂസിക്കും കാര്യങ്ങളൊക്കെ അതുപോലെ ക്രിയേറ്റ് ചെയ്യുന്നത്. ഗൂസ്ബംസ് ഹാപ്പൻസ് ഇൻ എ ഡിഫറെന്റ് വേ ആക്ച്വലി. അതാ ആക്ച്വലി ഇത് ഹീറോയിസം സ്ക്രിപ്റ്റ് ആ മാസ് പടത്തിൽ മാത്രം എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വർക്കായിട്ടുണ്ട്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെൻ സ്ക്രിപ്റ്റ് വർക്ക്സ്, വെൻ ദ റൈറ്റിംഗ് വർക്ക്സ്, ദെൻ യു വിൽ ഗെറ്റ് ദ ഗൂസ്ബംസ്. ബിക്കോസ് ആ മൊമെൻറ്റിൽ ഓഡിയൻസിന് വെയിറ്റ് ചെയ്തിരുന്നിട്ട് അവനൊരു തിരിച്ചൊരു അടി കൊടുക്കുമ്പോഴാണ് ഒരു മാസ്. ആ ഒരു വെയിറ്റിംഗ് റൈറ്റിങ്ങിൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ മാത്രമാണ് അവിടെ ഒരു മാസ് ഉണ്ടാകുന്നത്. അതേപോലെ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞെന്നുള്ളൂ, അതേപോലെ ആ റൈറ്റിംഗ് പെർഫെക്റ്റ് ആകുമ്പോഴേ നമ്മൾ എത്ര നോയ്സ് ഉണ്ടാക്കിയിട്ടും കാര്യമില്ല, അവിടെ ഒരു ഗൂസ്ബംസ് ഒന്നും നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല മാസിൽ. പിന്നെ മ്യൂസിക്കിൽ ലൗഡാക്കാം, മ്യൂസിക് അടിപൊളിയാണെന്ന് ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കാം എന്നൊക്കെ ഉള്ളതല്ലാതെ ഗൂസ്ബംസ് ഉണ്ടാക്കണമെങ്കിൽ എഴുതണം. ഈ പ്രിയദർശൻ പടങ്ങൾ വർക്ക് ചെയ്യുമ്പോൾ എന്തെങ്കിലും എക്സ്ട്രാ പ്രഷറോ അല്ലെങ്കിൽ ഒരു ഇത്രയും ഈസി ആയിട്ടുള്ളൊരു പ്രോസസ്, ഈസ് വെരി ഫോക്കസ്ഡ് ഓൺ വാട്ട് ഹി നീഡ്സ്. ഈ പുള്ളിയുടെ എന്ന് വെച്ചാൽ ഞാൻ പലയിടത്തും പല ഡയറക്ടേഴ്സിൻ്റെ അടുത്തും ഞാൻ പുള്ളിയുടെ കാര്യം എക്സാമ്പിൾ പറയും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിയുടെ ഷൂട്ടിംഗ് മുതൽ ഇതൊരു ഭയങ്കര മാസ്റ്റർ ക്ലാസ്സാണ്. ശരിക്കും ഒരു പക്ക മാസ്റ്റർ ക്ലാസ്സാണ്. അതായത് എന്ത് ഷൂട്ട് ചെയ്യണം, പുള്ളി ഷൂട്ട് ചെയ്യേണ്ടതല്ലാതെ ഒരു ഇഞ്ച് ഫുട്ടേജ് പുള്ളി എടുക്കില്ല. ഇപ്പോൾ ഒരു സീക്വൻസ് തന്നെ മൾട്ടി ക്യാമറ ഷോട്ട് എടുക്കുന്നത് ഒരു രീതിയാണ്. ഇപ്പം പുള്ളിയുടെ കയ്യിൽ മൾട്ടി ക്യാമറ ഒന്നുമില്ല. പുള്ളി ഷോട്ട് എടുക്കുന്നത് എങ്ങനെയാണോ എഡിറ്റ് ചെയ്യുന്നത്, ആ എഡിറ്റ് ചെയ്യുന്നത് മാത്രമേ എടുക്കുകയുള്ളൂ. അപ്പോൾ ഈ ഒരു സീനിൻ്റെ ഇടയിൽ വെച്ച് കട്ട് പറയും പുള്ളി. അപ്പോൾ ആർട്ടിസ്റ്റ് പലപ്പോഴും ചോദിക്കും എന്ത് കട്ട് പറഞ്ഞു, ഞാൻ ഇത്ര എടുക്കുന്നുള്ളൂ, എനിക്ക് അടുത്ത ഷോട്ട് അവിടെയാണ്, ആ ആംഗിളാണെന്ന് പറയും. പുള്ളി ഇവിടെ വെച്ച് കട്ട് ചെയ്യാണ്. പുള്ളി അവിടെ തന്നെ തീരുമാനിച്ച് പുള്ളി ഇവിടെ കട്ട് ചെയ്യുന്നു, അവിടെ ജോയിൻ ചെയ്യുകയാണെന്നുള്ളത്. സോ അങ്ങനെ എത്ര പേര് ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. സോ എഡിറ്ററിൻ്റെ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിമൂവ് ഓൾ ദ ക്ലാപ്പ് ബോർഡ്സ്, ജോയിൻ ദ മൂവി ഈസ് റെഡി. സോ ദ എഡിറ്റ് ഇസ് ഓൾറെഡി ഡൺ. യു അണ്ടർസ്റ്റാൻഡ്? അപ്പം അത്രയ്ക്ക് അങ്ങനെ പ്ലാൻ ചെയ്ത് വർക്ക് ചെയ്യുന്നതാണ്. പിന്നെ ഒരു ഡേറ്റ് പറഞ്ഞാൽ പുള്ളി എന്ന് പറയുകയാണ് എനിക്ക് അടുത്ത മാസം 25-ാം തീയതി ഞാൻ മിക്സ് ചെയ്യും എന്ന് പറഞ്ഞാൽ പുള്ളി ചെയ്തിരിക്കും. ഇത്രാം തീയതി ചെയ്യും എന്ന് പറഞ്ഞാൽ പുള്ളി ചെയ്തിരിക്കും, ഉറപ്പാണ്. പുള്ളിയുടെ എൻറ്റയർ പ്ലാൻ വിൽ ബി ലൈക്ക് പ്ലാൻ 2 months ബിഫോർ.
ഒരു ടെൻഷനും ഇല്ല. അപ്പോൾ എനിക്കറിയാം ഇത്രാം തീയതിയാണ്, അത് മാറാനേ പോകുന്നില്ല എന്നറിയും. അപ്പം നമ്മൾ അതിനനുസരിച്ച് വർക്ക് ചെയ്യുന്നത്. പിന്നെ മ്യൂസിക്കിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ പുള്ളി ഈസ് ഓൺലി വൺ പേഴ്സൺ റൈറ്റ് നൗ ആസ് എ ഡയറക്ടർ മാർക്സ് മ്യൂസിക്. അതായത് എവിടെ തുടങ്ങണം, എവിടെ ചേഞ്ച് ഓവർ വരണം, എവിടെ അവസാനിക്കണം, പുള്ളിക്ക് വ്യക്തമായ ധാരണയുണ്ട്. മ്യൂസിക് ഡയറക്ടറിനെ വിളിച്ചിരുത്തും, എഡിറ്ററിൻ്റെ അടുത്ത് പറയും, പ്ലേ ചെയ്യാൻ പറയും, ഇവിടെ നിർത്തിയിട്ട് പറയും, ഇവിടെ മാർക്ക് ചെയ്യാൻ പറയും. ഒരു ഷോട്ടിൽ ഇൻഡു മാർക്ക് ചെയ്യും, ക്രോസ് ചെയ്യും. ഇത് പിക്ചറിൽ തന്നെ, ഡിജിറ്റൽ പിക്ചറിൽ തന്നെ ഇൻഡു ക്രോസ് ചെയ്യും. നെക്സ്റ്റ് ഷോട്ട് എത്തുമ്പോൾ ഇവിടെ നിർത്ത്, ഇവിടെ ഡബിൾ ക്രോസ് ചെയ്യാൻ പറയും. സോ ഇറ്റ്സ് എ ചേഞ്ച് ഓവർ. ഹി കൺസിഡർ ദാറ്റ് ആസ് എ ചേഞ്ച് ഓവർ. ദെൻ ട്രിപ്പിൾ ക്രോസ് ഉണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ തേർഡ് ചേഞ്ച് ഓവർ. ആൻഡ് ഹി വിൽ എൻഡ് ദ മ്യൂസിക്. വിൽ പുട്ട് എ സീറോ ദെയർ. സോ യു ഷുഡ് എൻഡ് ദ മ്യൂസിക്. ദിസ് പിക്ചർ ഗോസ് ടു ദ മ്യൂസിക് ഡയറക്ടർ. സോ മ്യൂസിക് ഡയറക്ടർ വേറെ അപ്പുറത്ത് ഇവിടെ ചെയ്യണോ ഇവിടെ ചെയ്യണോ ഒന്നുമില്ല. ഇത്രയും പോർഷൻ മാത്രം മ്യൂസിക് ചെയ്താൽ മതി. സോ പുള്ളിയുടെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ റീലിൽ പുള്ളി സിനിമ ചെയ്യുന്ന സമയത്ത് പുള്ളിയുടെ ആദ്യത്തെ മെയിൻ വേ ഓഫ് approach towards the mix is establishing the place. ഞാൻ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്, ഇത്രയും ഷോട്ട് എന്നെ രൂക്ഷമായിട്ട് നോക്കും. അന്ന് എനിക്കറിയില്ല, പക്ഷെ പിന്നെ പുള്ളി എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തന്നു. ഈ എസ്റ്റാബ്ലിഷ്മെൻ്റ് എന്ന് പറയുന്നതാണ് സിനിമയിലെ ആൾക്കാരെ തിരിച്ചതിൻ്റെ അതിൽ കൊണ്ടുവരണം. ആദ്യം 20 മിനിറ്റ് നീ യു എസ്റ്റാബ്ലിഷ് ദ മൂവി. ഇതാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്, ഇങ്ങനെയാണ്, ഇതാണ് സ്ഥലം, ഇതാണ് ലൊക്കേഷൻ. ഇതിൽ നിനക്ക് മ്യൂസിക്കിൽ കൂടെ നിനക്ക് കൊണ്ടുവരാൻ പറ്റില്ല, എഫക്ട്സിൽ കൂടെ കൊണ്ടുവരാൻ പറ്റുള്ളൂ. ഇത് കൊണ്ടുവന്നതിന് ശേഷം മ്യൂസിക് പിന്നീട് പതുക്കെ കൊണ്ടുവരിക. പുള്ളിയുടെ എപ്പോഴും പടങ്ങൾ തുടക്കത്തിൽ ഇനി നിങ്ങൾ ഒരു ഇതായിട്ട് നോക്കിയാൽ പോലും തുടക്കത്തിൽ സിനിമയിൽ ആകെ 1-2 ബിറ്റ് ഓഫ് മ്യൂസിക് ഉണ്ടാവുള്ളൂ. ഫുൾ കാലിയായിരിക്കും, മ്യൂസിക്കേ ഉണ്ടാവില്ല. ഫുൾ എഫക്ട്സും ഡയലോഗ്സും ആയിരിക്കും. അത് കഴിഞ്ഞ് മ്യൂസിക് വേണ്ട സ്ഥലത്ത് മാത്രം കൃത്യമായിട്ട് വരും. അത് ബിക്കോസ് ഹീ ഈസ് ഓൾറെഡി പ്ലാൻഡ്. ഇഷ്ടപ്പെട്ടില്ലേ പുള്ളി പല സീക്വൻസിലും മ്യൂസിക് ചെയ്ത് ആ മാർക്ക് ചെയ്ത പോർഷനിൽ മ്യൂസിക് വന്നു, ഇത് വർക്കാവുന്നില്ല, ഇവിടെ മ്യൂട്ട് ചെയ്തേക്കും എന്ന് പറയും. മ്യൂട്ടോ അവിടെ വേണ്ടേ, അവിടെ ഇല്ലെങ്കിൽ കുഴപ്പമില്ല, മ്യൂട്ട് ചെയ്യും. ഇങ്ങനെ പറയുന്ന ഒരേ ഒരു ഡയറക്ടറിനെ ഞാൻ കണ്ടിട്ടുള്ളത് ആ ക്രാഫ്റ്റിലുള്ള കോൺഫിഡൻസ്. മ്യൂസിക് വേണ്ട, മ്യൂട്ട് ചെയ്യും. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല മ്യൂസിക്, ഞാൻ ഇഷ്ടപ്പെടാത്ത മ്യൂസിക് ഇതിനെ അവിടെ എനിക്ക് വർക്കായില്ല, ഞാൻ ഉദ്ദേശിച്ച സാധനം അല്ല അത്, മ്യൂട്ട് പറയും. അങ്ങനെ നല്ല സൗണ്ട് നോളജ് ഉള്ള വേറെ ഏതെങ്കിലും ഫിലിം മേക്കേഴ്സ് നെയിം ചെയ്യാൻ പറ്റുമോ? സന്തോഷ് ശിവൻ, ഓഫ് കോഴ്സ് സന്തോഷ് ശിവൻ. പുള്ളിക്ക് ക്യാമറ ഉള്ള പോലെ തന്നെ പുള്ളി പറയുന്നത് മനസ്സിലാക്കിയിട്ടൊക്കെ കുറച്ച് പാടുപെടും. പുള്ളി ഭയങ്കര, അതായത് പുള്ളിയുടെ ഐഡിയ ഒക്കെ ഇങ്ങനെ ഫോൺ കോളിലാണ് വരുന്നത്. അതായത് നമ്മളൊരു റീൽ കാണിച്ചു കൊടുത്തിട്ട് കൊള്ളാം സൂപ്പർ എന്ന് പറഞ്ഞ് പുള്ളി ഇറങ്ങി കാറിൽ പുള്ളിയുടെ OMR വരെ പോകണം. ഈ ട്രാവലിടയിൽ ഫുൾ റീൽ പൊളിക്കും പുള്ളി. ഞാനിവിടെ അടുത്തിരുന്ന് പറഞ്ഞ പോലെ, പക്ഷേ ആ മനുഷ്യൻ ആലോചിക്കണം, ആ റീല് കണ്ടിട്ട് പുള്ളി എൻറ്റയർ തിങ് ഹി ഫീഡ്സ്. ജസ്റ്റ് ഇമാജിൻ, എൻറ്റയർ റീൽ ഫീഡ് ചെയ്തിട്ട് പുള്ളി ഞാനായിട്ട് ഓരോ സൗണ്ടിനെ കുറിച്ച് എടുത്ത് പറഞ്ഞിട്ട് എൻറ്റയർ ഈ ചർച്ച ഈ റൂട്ടിൽ ഫുൾ പൊളിക്കും. ഞാൻ വിളിച്ച് എന്തിനാണ് പുള്ളി ഇവിടെ ഇരുന്നിട്ട് മിക്സ് മാറ്റിക്കോ എന്ന് പറഞ്ഞാൽ പോലെ. പക്ഷേ ഹി ഹാസ് കൈൻഡ് ഓഫ് വെരി വിയേർഡ് ഐഡിയ വിച്ച് ചേഞ്ച് എൻറ്റയർ സൗണ്ട് സ്കേപ്പ്. ഇപ്പോൾ അനന്തഭദ്രം വരയ്ക്കുന്ന സമയത്ത് പല കാര്യങ്ങളും, ഇപ്പോൾ മ്യൂസിക്കിൽ ചെണ്ടയുടെ കാര്യം പറഞ്ഞില്ലേ, ഐ ന്യൂ വാട്ട് ഹാസ് ഹാപ്പൻഡ്. കാരണം ആ ചെണ്ട കടറാട്ട എന്തിനാണ് ആ ചെണ്ട ഇങ്ങനെ കണ്ടിന്യൂസ് വായിക്കുന്നത്, വെറുതെ കൊട്ടി വിട്ടാൽ പോലെ എന്ന് ചോദിച്ച് അങ്ങനെ ഉണ്ടായതാണ്. അങ്ങനെ ഒരു വായനയില്ലല്ലോ. സോ വെറുതെ കൊട്ടിയാൽ മതി എന്നൊക്കെ പറയുന്നത് അത്. അപ്പോൾ പുള്ളിയുടെ ഒരു ഐഡിയാസ് എന്നൊക്കെ പറയുന്നത് വേറെ ലെവൽ. ഇപ്പോൾ മന്ത്രം, എന്തിനാ മന്ത്രമായിട്ട് പറയുന്നത്, എന്ന് പറഞ്ഞാൽ മന്ത്രമാവില്ലേ എന്ന് പറയുന്നൊരു, കാരണം ആ മന്ത്രത്തിൻ്റെ മൂഡ് ക്രിയേറ്റ് ചെയ്താൽ മതി. യു ജസ്റ്റ് ക്രിയേറ്റ് ദ മൂഡ്. ഇപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു ഐഡിയാസും കാര്യങ്ങളും. അപ്പോൾ എൻ്റെ അകത്ത് പോത്തുണ്ടല്ലോ, എൻ്റെ നിറച്ച് പോത്തുകളുള്ളൊരു സീക്വൻസ് ഉണ്ട്, ഇങ്ങനെ നടന്നിങ്ങനെ പോകുന്നു. മറ്റേ മനസ്സേജൻ്റെ വീട്ടിലേക്ക് പോകുന്ന സീക്വൻസ് ഉണ്ട്. ഈ പോത്ത് അധികം സൗണ്ട് ഉണ്ടാക്കില്ല. അപ്പോൾ ഈ പോത്തിൻ്റെ അന്നത്തെ കാലത്ത് പോത്തിൻ്റെ സ്റ്റോക്കില്ല. അപ്പോൾ ഞാനിങ്ങനെ എന്ത് ചെയ്യും, ഇപ്പോൾ പോത്തിൻ്റെ സൗണ്ട്സ് ഇത്രയും വേണമല്ലോ എന്ന് പറഞ്ഞിപ്പം നീ ഡബ് ചെയ്താൽ പോലും. സോ ചില കാര്യങ്ങൾ ഇങ്ങനെ തമാശയ്ക്ക് പറയുന്ന കാര്യങ്ങൾ ആക്ച്വലി ഡബ്ഡ്. അത് പോത്തിൻ്റെ പോലത്തെ ആക്കി വെച്ചിട്ട് പ്രോസസ്സ് ചെയ്ത് അതിനെ ഡബ് ചെയ്ത് വെച്ചപ്പോൾ ഓക്കെ പോത്താണെന്ന് ആൾക്കാർ മതി. സോ വി നീഡ് ടു പ്രസൻറ്റ് സംതിങ്. അപ്പോൾ എൻ്റെ വേറൊരു സംഭവം ഉണ്ട്, അതിൻ്റെ അകത്തൊരു നോയ്സി ആയിട്ടൊരു സാധനം വന്നപ്പോഴത്തേക്ക് പുള്ളി പറഞ്ഞപ്പോൾ ചില കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്, വെറുതെ പറയുന്നത്, പക്ഷേ ഇറ്റ് ചേഞ്ച് മൈ ലൈഫ്. ഇപ്പോൾ റീസെൻ്റ്ലി നാഷണൽ അവാർഡ് അനിമലാണ് സന്ദീപ് റെഡ്ഡി വാങ്കയുടെ ഒരു ഈസ് നെക്സ്റ്റ് ലെവൽ, വെരി സ്ട്രോങ്. ആക്ച്വലി പുള്ളിക്ക് വേണ്ടത് എന്താണെന്നുള്ള വ്യക്തമായിട്ട് പുള്ളി ധാരണയുണ്ട്, വളരെ ക്ലിയറാണ്. പുള്ളിയുടെ സിനിമയ്ക്ക് വേണ്ടതെല്ലാം പുള്ളി നേരത്തെ തന്നെ പ്രിപ്പയർഡാണ്. ഇറ്റ്സ് നോട്ട് ലൈക്ക് ഒരു സൗണ്ട് ട്രാക്ക് നിങ്ങൾ കേട്ട
ആനിമലിൽ കേട്ട മറ്റേ റോജയുടെ ആ പാട്ടെന്ന് പറയുന്നത് ഈ സിനിമ എടുക്കുന്നതിന് മുമ്പ് പുള്ളി ഡിസൈഡ് ചെയ്തത്. മനസ്സിലായില്ല? ആ റോജയുടെ ആ സാധനം പുള്ളി യൂട്യൂബിൽ വെറുതെ കണ്ടതാണ്. വെറുതെ കണ്ടപ്പം പുള്ളി അപ്പോൾ ഫിക്സ് ചെയ്തു എൻ്റെ ഹീറോയുടെ ഇൻട്രൊഡക്ഷൻ അതാണ്. അതൊക്കെ ഒരു ഭയങ്കര വിഷനാണത്. അതൊന്നും പറയാതിരിക്കാൻ പറ്റില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ പുള്ളി ഇതിൻ്റെ അകത്ത് ചിലവർക്ക് എല്ലാവരും വിയേഡായിട്ട് തോന്നാം ചില കാര്യങ്ങൾ, പുള്ളി ചെയ്യുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ പറയുന്ന പ്രസൻറ്റേഷൻസ് പക്ഷേ ഈസ് ടെല്ലിങ് ഇറ്റ് ഫ്രം ഹിസ് ഹാർട്ട്. അത് വേണം എന്ന് വിഷൻ കണ്ടിട്ട് തന്നെയാണ്. ഇത് റോനെസ് ആണ്, കംപ്ലീറ്റ് റോ ആയിരിക്കണം. ആ റോ ട്രീറ്റ്മെൻറ്റ്സ് നമുക്ക് എപ്പോഴും ഒരു ഹൈ തരും. അങ്ങനത്തെ ആൾക്കാരോട് വർക്ക് ചെയ്യുമ്പോഴത്തേക്കും നമ്മളും അതേ നമ്മളെപ്പോഴും അങ്ങനെയാണ്. ഇപ്പോൾ ഒരു ടെക്നീഷ്യനോട് ഡയറക്ടറോട് വർക്ക് ചെയ്യും, നമ്മൾ പുള്ളിയായിട്ട് മാറണം. പുള്ളിക്ക് എന്താണ് വേണ്ടത് അത് ഞാൻ ചിന്തിക്കാൻ തുടങ്ങണം. അങ്ങനെ ചിന്തിക്കാൻ തുടങ്ങുമ്പോഴാണ് നല്ലൊരു ഔട്ട്പുട്ട് ഉണ്ടാകുന്നത്. ഞാൻ പുള്ളിക്ക് വേണ്ടി ഞാൻ ചിന്തിക്കണം, പുള്ളിയുടെ ചിന്തകൾ. അപ്പം ഞാനും ഐ ഓൾസോ ബിക്കം ദാറ്റ്. ഞാൻ കുറച്ച് നേരത്തേക്ക് ഞാൻ പുള്ളിയുടെ പടം ചെയ്യുമ്പോൾ ഞാൻ സന്ദീപ് റെഡ്ഡി വെങ്കയായിട്ട് മാറും. കാരണം അന്നേരം എനിക്ക് പടം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയാണ് ഈ പറയുന്ന പോലെ അനിമലും ഈ പറയുന്ന പോലെ കബീർ സിംഗും അർജുൻ റെഡ്ഡിയും ഒക്കെ ഉണ്ടായത്. അങ്ങനെയാണ്. അർജുൻ റെഡ്ഡിയിലാണ് ഞങ്ങൾ തുടങ്ങുന്നത്. ഒരുമിച്ച് ആദ്യം വർക്ക് ചെയ്യുന്ന അർജുൻ റെഡ്ഡിയിലാണ്. അന്ന് എനിക്ക് മനസ്സിലായില്ല. കബീർ സിംഗ് ചെയ്തപ്പോഴാണ് ഇതാണല്ലേ അർജുൻ റെഡ്ഡി എന്ന് എനിക്ക് മനസ്സിലായത്. രണ്ടാമത്തെ പടമായപ്പോഴാണ്. അന്ന് ആദ്യത്തെ പടം ചെയ്യുമ്പം ഹി ഹാസ് എ ഫുൾ ഫ്രീഡം ഓൺ ദാറ്റ്. ദ പ്രൊഡക്ഷൻ ഈസ് ഡിസൈൻഡ് ബൈ ഹിം. പുള്ളിയുടെ ബ്രദറാണ് പ്രൊഡ്യൂസർ. സോ എവറിത്തിങ് ഹി വാസ് റിലാക്സ്ഡ്. നോബഡി വാസ് പക്ഷേ സെക്കൻഡ് മൂവി ആയപ്പോഴത്തേക്ക് ദിസ് പ്രൊഡ്യൂസർ ഇസ് ഡിഫറെൻറ്റ്. സോ ദ സ്ട്രെസ് ഐ ക്യാൻ സീ ലൈക്ക് ഒരു വലിയ പടം കൊണ്ടുവന്ന് അതും ഈസ് ഓൺലി വൺ. ദീസ് ആർ ദ 3 people who can bring the Hindi movie to South. വേറെ ആരും കൊണ്ടുവരാനായിട്ട് ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല, പ്രിയദർശൻ, സന്തോഷ് ശിവൻ, സന്ദീപ് റെഡ്ഡി വാഗ്, ഇവരുടെ മാത്രമേ സിനിമയെ ഞാൻ ഹിന്ദി പടം ചെയ്തിട്ടുള്ളൂ. ഇവർ മാത്രമേ ഹിന്ദി സിനിമയെ അവിടെ നിന്ന് കൊണ്ടുവന്ന് സൗത്തിൽ കൊണ്ടുവന്ന് വർക്ക് ചെയ്തിട്ടുള്ളൂ. കാരണം അത് ഇറ്റ്സ് നോട്ട് ഈസി. അപ്പോൾ പുള്ളി പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഈ ഓരോ പടം ചെയ്യുമ്പോഴും അത് അവിടെ ചെയ്യണം വേണ്ടിയിട്ടുള്ള പ്രഷർ കൂടുതലാണ്. ബിക്കോസ് ഇറ്റ്സ് ഓൾവേസ് ലൈക്ക് ദാറ്റ്. ഇപ്പോൾ ഒരു തെലുങ്ക് പടമാണെങ്കിൽ ഹൈദരാബാദ് നടക്കണം, ഒരു കന്നഡ പടമാണെങ്കിൽ ബാംഗ്ലൂർ നടക്കണം, മലയാള സിനിമ ഇവിടെയാണ് നടക്കുന്നത്. പക്ഷേ ജസ്റ്റ് ഇമാജിൻ ഒരു ഹിന്ദി മൂവി വിച്ച് വുഡ് ഹാപ്പൻ ദെയർ, അത് ചെന്നൈയിൽ വന്ന് സംഭവിക്കുന്നു എന്ന് പറയുന്നത് സ്റ്റഫ്. ബിക്കോസ് ദ റിലീസ് ഇസ് ക്ലോസ് ബൈ. അപ്പോൾ പ്രൊഡ്യൂസർ വിൽ ഗോ മാഡ്. അവർക്ക് അവരുടെ മുമ്പിൽ നടക്കുന്നതും വേറെ എവിടെയോ നടക്കുന്നതും തമ്മിൽ വ്യത്യാസമില്ലേ. സോ അതൊക്കെ തരണം ചെയ്ത് അങ്ങനെ കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ ദ കണക്ഷൻ വിച്ച് I have or we have created, my team and me has created with them, is big. So അത് ആ റീസൺ എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് അതിൻ്റെ അകത്തുള്ള അവാർഡിനുള്ള റീസൺ എന്ന് പറയുന്നത്. അത് തന്നെയാണ് ആ ഒരു ജോയിൻറ്റ് ഡിസിഷൻസ്. നമ്മൾ ആദ്യം സംസാരിച്ചപ്പോൾ പറഞ്ഞിരുന്നില്ലേ ലോക്കയിൽ ഇനിയും വരാൻ പോകുന്ന പാർട്സിൽ എന്തെങ്കിലുമൊക്കെ എക്സ്പെരിമെൻറ്റ് ചെയ്യാനുണ്ടാവും, അങ്ങനെ ഒരു ഫ്രാഞ്ചൈസ് സൗണ്ട്സ്കേപ്പ് ഒക്കെ ഉണ്ടോ ലോക്കയുടെ സംബന്ധിച്ച്? ഇല്ല, ഇതെല്ലാം ഞാൻ ഇതുവരെ കാണാത്തൊരു സിനിമയാണ് ലോക. മലയാളത്തിൽ ഇതുവരെ കാണാത്ത സിനിമ എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ ഇതുവരെ കാണാത്ത മലയാളത്തിലെ സിനിമയാണ് ലോക. അപ്പോൾ ഒരു വൺ ഓഫ് എ കൈൻഡ് ആകുമ്പോഴത്തേക്ക് ഇനി ചിന്തിക്കുന്നതും അതേ വിയേർഡ് തോട്ട് പ്രോസസ്സിലേക്ക് ആൾക്കാർ പോകണം. നമ്മൾ ഔട്ട് ഓഫ് ദ ബോക്സ്, ഒരു ബോക്സ് വരച്ചാൽ അതിനകത്ത് തന്നെ ചിന്തിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. തിങ്ക് ഔട്ട്സൈഡ്. അതുകൊണ്ടാണ് ലോക സംഭവിച്ചത്. അതേപോലെ ഇനി അപ്പം നിങ്ങൾ ലോകയ്ക്ക് കൊടുത്ത അപ്രീസിയേഷൻ വിൽ മേക്ക് ദ ഡയറക്ടർ തിങ്ക് എഗെയിൻ ഔട്ട്സൈഡ് ദ ബോക്സ്. അപ്പോൾ വീണ്ടും പുതിയ സംഭവങ്ങളുണ്ടാകും. അപ്പോൾ എനിക്ക് ഇനിയും എന്തെങ്കിലുമൊക്കെ വർക്ക് ചെയ്യാനായിട്ടുള്ള സ്പേസ് ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയിലാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ എൻ്റെ അടുത്ത് പറയുന്നത് ബെസ്റ്റ് സിനിമ എന്ന് പറയുന്ന ഒരിക്കലും ഇനി ഉണ്ടാകുന്നത്. ഇപ്പോൾ ഞാൻ 10 വർഷം മുമ്പ് ഞാൻ ചെയ്യുമ്പോഴത്തേക്ക് ഇത്ര നാൾ ചെയ്ത സിനിമ അല്ല, ഞാൻ അപ്പോഴേ പറയുന്നത് വെച്ചാൽ നീ ഉണ്ടാവാൻ പോകുന്നേ ഉള്ളൂ. അപ്പോൾ ഇപ്പോൾ ഞാൻ ചെയ്തു വെച്ചിരിക്കുന്നത് ഇപ്പോൾ ലോക ഇതൊക്കെ ഇപ്പോൾ DSRA ഭയങ്കര അഭിപ്രായം പറയുന്നുണ്ട്. എല്ലാത്തിനും അഭിപ്രായം വരുമ്പോൾ ഞാൻ വരികയും നോ, ദിസ് ഇസ് നോട്ട് ദ ഫൈനൽ തിങ്. ഐ ക്യാൻ ഫൈൻഡ് ലോട്ട് ഓഫ് മിസ്റ്റേക്ക് ഇൻ ദാറ്റ്. 10 വർഷം മുമ്പ് ഞാൻ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ചെയ്ത മിസ്റ്റേക്സ് മാത്രമേ ഞാൻ ഇങ്ങനെ ഇരിക്കും ടി വിയിൽ വരുമ്പോൾ. കാരണം എനിക്ക് മിസ്റ്റേക്സ് മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ. ദാറ്റ് ഇസ് നോട്ട് വാട്ട് ഐ ഡു നൗ. സോ ആഫ്റ്റർ 2 years ഐ എം നോട്ട് ഗോയിങ് ടു ഡു വാട്ട് ഐ എം ഡൂയിങ് റൈറ്റ് നൗ. ഐ വിൽ ചേഞ്ച് മൈ സ്റ്റൈൽ. ഐ വിൽ ട്രൈ ടു സ്റ്റഡി മോർ ആൻഡ് ഡു സംതിങ് ബെറ്റർ. ഈ കുറച്ച് നേരം മുന്നേ റീമാസ്റ്ററിങ്ങിന്റെ കാര്യം, ഇപ്പോൾ കുറേ റിലീസസ് വരുന്ന സമയമാണ്. റീമാസ്റ്റർ ചെയ്യുമ്പോൾ സൗണ്ട്, ഇസ് ദർ എനിത്തിങ് ദാറ്റ് യു ലൈക്ക് particularly keep in mind, like, because our sound അതിൻ്റെ മ്യൂസിക് എല്ലാം റീമാസ്റ്റർ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ ഉദ്ദേശിക്കേണ്ടത് അന്ന് ചെയ്തൊരു മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ, അറിയാതെ ചെയ്തൊരു മിസ്റ്റേക്ക് ആണെങ്കിൽ റിപ്പീറ്റ് ദാറ്റ് മിസ്റ്റേക്ക്, റിപ്പീറ്റ് ദാറ്റ് സെയിം മിസ്റ്റേക്ക്. സോ യു ഹാവ് ടു. കാരണം അന്നത്തെ മിസ്റ്റേക്ക് കറക്റ്റ് ചെയ്യാൻ നിന്ന പണിപാടും.
കാരണം നിങ്ങളുടെ ഓഡിയൻസ് ഒരു ഹിറ്റായ ഒരു ഭയങ്കരമായ ഹിറ്റായ പടമായിരിക്കുമല്ലോ റീമാസ്റ്റർ ചെയ്യുന്നത്. അപ്പോൾ ഈ റീമാസ്റ്റർ ചെയ്യുന്ന സമയത്ത് ഈ ഓഡിയൻസ് കാണാൻ വരുന്നത് അന്ന് കണ്ടതിൻ്റെ ഒരു എൻലാർജ്ഡ് വേർഷനാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് അത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. മ്യൂസിക് പോലും മാറ്റാൻ പാടില്ല. ഇന്നത്തെ കാലത്ത് മ്യൂസിക് വേണമെങ്കിൽ റീമിക്സ് മറ്റേ ഐ റിയലി എഗൻസ്റ്റ്, ഐ എം 100% റിയലി എഗൻസ്റ്റ് ഇറ്റ്. നമ്മൾ ഒരു പീസ് മ്യൂസിക് മാറ്റുമ്പോൾ പോലും പടത്തിൽ നിന്ന് വിളി വരും. കാരണം ഇപ്പോൾ ഞാൻ മനുഷ്യത്തായിട്ടുള്ള ഒരു കിണ്ടിയുടെ സൗണ്ട് അറിയാതെ മാറിപ്പോയത്, അത് ഇന്നും എ പേഴ്സൺ മെസ്സേജ് മീ, ഒരു വലിയ മെസ്സേജാണ് പുള്ളി എനിക്ക് അയച്ചത്. ഐ വാസ് ഷോക്ക്ഡ്. കാരണം നമ്മൾ ശ്രദ്ധിക്കാത്ത കാര്യം അവർ ശ്രദ്ധിക്കുന്നത് കാണുമ്പോൾ നമുക്ക് ഇന്ന് കിണ്ടി അന്നത്തെ മറ്റേ ഫുൾ ഓടിൻ്റെ കിണ്ടിയാണ് അവർ. ഇന്നത്തെ ഓടിൻ്റെ കിണ്ടി കിട്ടണമെങ്കിൽ നമ്മൾ കിട്ടില്ല. യു ഹാവ് ടു ഫൈൻഡ് സം വിൻറ്റേജ് പീസ്. അപ്പോൾ നമുക്ക് കിട്ടിയ കിണ്ടി വെച്ചിട്ട് നമ്മൾ സൗണ്ട് ഉണ്ടാക്കി. പക്ഷേ എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സൗണ്ട് അല്ല, ഫസ്റ്റിൽ ഓടിൻ്റെ സൗണ്ടാണ്. അപ്പോൾ അവരെന്നെ ആ മെസ്സേജ് അയച്ചു, സാർ ആ കിണ്ടിയുടെ സൗണ്ട് ശരിയായിട്ടില്ല, നിങ്ങളത് അതേപോലെ ചെയ്യണം, അല്ല നിങ്ങൾ നന്നാക്കാനല്ല നോക്കേണ്ടത്, അതാണ് നല്ല സൗണ്ട്, അതിൻ്റെ ഇമ്പാക്റ്റ് ഇതിനില്ല എന്നൊക്കെ പറഞ്ഞ് പുള്ളി ഭയങ്കര കംപ്ലയിൻ്റ് ആയിട്ട് എനിക്ക് മെസ്സേജ് അയച്ചു. സോ ഐ വെൻറ്റ് ത്രൂ ദാറ്റ് അഗെയിൻ ആൻഡ് ഐ സെഡ് സോറി ടു ഹിം. ആൻഡ് ദെൻ ഞാൻ വീണ്ടും അപ്പം അതെന്തുമാത്രം സെൻസിറ്റീവാണ് ആ സാധനം എന്ന് ഞാൻ റിയലൈസ് ചെയ്തു. എന്നിട്ട് ഞാനത് ഒറിജിനൽ സൗണ്ട് തന്നെ കുറച്ചുകൂടെ ഫിൽറ്റർ ചെയ്ത് ഇതിനെ ലെയർ ചെയ്ത് ഞാൻ ഒറിജിനൽ സൗണ്ട് പ്രസൻറ്റ് ഇട്ടിട്ട് ഞാനത് പുള്ളിക്ക് അയച്ചു കൊടുത്തു. പുള്ളി പറഞ്ഞു ഇതാണ് വേണ്ടത്. അപ്പോൾ ഈ വർക്ക്സ് ആസ് എ ഡയറക്ടർ അപ്പോൾ അത് ഓഡിയൻസ് എന്ന് പറയുന്നത് അങ്ങനെയാണ്. വി നീഡ് ടു ഗിവ് വാട്ട് ദേ എക്സ്പെക്റ്റ്. അവർക്ക് അത് വരുന്ന ഒരു മനസ്സിലൊരു സ്വപ്നമായിട്ട് അത് കാണുമ്പം അവർക്കൊരു ഹൈ കിട്ടുന്നുണ്ടാവും. അപ്പോൾ അത് നമ്മൾ കട്ട് ചെയ്ത് കളയാൻ പാടില്ല. അപ്പോൾ മ്യൂസിക്കിലാണെങ്കിൽ പോലും അത് തന്നെയാണ്. ഇപ്പം മ്യൂസിക്കിൽ മറ്റേ ബെന്നിച്ചനാണ്, അപ്പോൾ ഒരു ഫ്ലൂട്ട് ശ്രുതി കറക്റ്റ് ചെയ്യാൻ പോരുത്, ആ ശ്രുതി അല്ലാതെ ഇരുന്നാണ് അതിൻ്റേതായ ഒരു ഹൈ അന്ന് അവർക്ക് കിട്ടിയത്. സോ വി ഡു ദ എക്സാക്ട് സെയിം തിങ്, വി ആർ റീക്രിയേറ്റിംഗ് എൻ്റയർ തിങ് ബട്ട് ദ സെയിം വേ, ഫ്രെയിം ടു ഫ്രെയിം. ഈ കുറച്ച് മുമ്പ് പറഞ്ഞിരുന്നു ഹോളിവുഡിലെ കൾച്ചർ ഡിഫറെൻ്റ് ആണ്, ഇവിടുത്തെ ഡിഫറെൻ്റ് ആണ് മൂവി കൾച്ചർ. അതുപോലെ ഇപ്പോൾ ഹിന്ദി, തമിഴ്, തെലുഗു, മലയാളം ചെയ്യുമ്പോൾ അങ്ങനെ എന്തെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? കൾച്ചറലി എന്തെങ്കിലും ഡിഫറെൻറ്റ്? എനിക്ക് മെയിനായിട്ട് ഭാഷയാണ്. ഭാഷ എന്താ പ്രശ്നം പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഭാഷ അറിയാത്തതിൻ്റെ ഒരുപാട് പ്രശ്നങ്ങൾ ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ തെലുങ്ക് പടങ്ങളൊക്കെ ചെയ്യുമ്പം ഭയങ്കര ടഫാണ്. ഒരു സിനിമ ഒരു കോമഡി ഉണ്ടാകുന്ന വെച്ച് കഴിഞ്ഞാൽ ഡയറക്ടറിന് ഹിന്ദി അറിയില്ല, എന്താ പറയുക തമിഴും അറിയില്ല, ഇംഗ്ലീഷും അറിയില്ല, ആകെ അറിയാവുന്ന തെലുങ്കാണ്. എനിക്കാണെങ്കിൽ തെലുങ്ക് അറിയത്തുമില്ല, ബാക്കിയൊക്കെ ആണെങ്കിൽ മാനേജ് ചെയ്യാം, ബാക്കി ഹിന്ദിയും ഒക്കെ മുറി ഹിന്ദിയൊക്കെ പറഞ്ഞ് മാനേജ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇതൊന്നും അറിയത്തില്ല. ഇപ്പോൾ തെലുങ്കർക്ക് സാധാരണഗതിയിൽ ഹിന്ദി അറിയാവുന്നതാണ്, ഇത് ഈ ഡയറക്ടറിനൊന്നും അറിയില്ല, കുറച്ച് ഡീപ്പ് ഇൻറ്റീരിയർ ഇതിൽ നിന്ന് വന്ന്. അപ്പോൾ സംഭവിച്ച കാര്യം എന്ന് പറയുന്നത് അവിടെ ചായ കൊടുക്കാൻ വരുന്ന പയ്യനുണ്ട്, ചായ വരാവുന്ന പ്രൊഡക്ഷൻ പയ്യനുണ്ട്, അവന് തമിഴ് നന്നായിട്ട് അറിയാം, തെലുങ്കും അറിയാം. അപ്പം അവനെ പിടിച്ച് സൈഡിൽ ഇരുത്തി, ഡയറക്ടർ അപ്പുറത്ത്, ചായ തരാൻ വരുന്ന പയ്യൻ ഇവിടെ, ഞാനിവിടെ. അപ്പോൾ ഡയറക്ടർ എന്തോ തെലുങ്കിൽ കറക്ഷൻ പറയും, ഈ പയ്യൻ പറയും സാർ ഇവർ ഇപ്പിടി താൻ சொன்னாங்க സാർ, ഓക്കെ. അപ്പോൾ അത് കറക്ഷൻ ചെയ്തു. അപ്പോൾ ഞാൻ എന്നിട്ട് ഇവൻ്റെ അടുത്ത് പറയും, ഇവൻ തെലുങ്കിൽ അങ്ങനെ മിക്സ് ചെയ്യേണ്ടി വന്നു. പിന്നെ ഇതിൻ്റെ അകത്തുള്ള പ്രധാനപ്പെട്ട പ്രശ്നം ഞാൻ ഫേസ് ചെയ്തത്, വെൻ ഐ ഡു എ മലയാളം മൂവി, ഇതിൻ്റെ അകത്ത് ആവശ്യമില്ലാത്ത ഡയലോഗ്സ്, കണ്ടിന്യൂസ് കുറേ ഡയലോഗ് ഇത് കോമഡി തമാശ എന്നൊക്കെ പറഞ്ഞ് ഫില്ല് ചെയ്യും. അപ്പോൾ ഈ ഫില്ല് ചെയ്യുന്ന ഡയലോഗ് തമാശ ആയോ ഇല്ലയോ എന്നൊരു തർക്കത്തിനുള്ളൊരു ഏരിയ ഉണ്ട്. ലൈക്ക് ഐ ക്യാൻ ഫൈറ്റ് ഫോർ സം ടൈം, എന്തിനാണ് ഡയലോഗ് അവിടെ എന്ന് എനിക്ക് ചോദിക്കണമെന്നുണ്ടെങ്കിൽ ഐ ഡെഫിനറ്റ്ലി നീഡ് ടു നോ ദ ലാംഗ്വേജ്. ഇപ്പം ഞാൻ തെലുങ്ക് പടത്തിൽ ഇതേപോലെ ഫില്ലേഴ്സ് വരുന്ന സമയത്ത് ഞാനിങ്ങനെ ഒരാളെ വിളിച്ച് ചോദിക്കും, ഇതെന്തൊക്കെ പറഞ്ഞു, ഇതെന്താ പറഞ്ഞു, ഓരോ ഡയലോഗായിട്ട് ഞാൻ അവരുടെ അടുത്ത് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് ഞാൻ തർക്കിക്കും, പറയും സാർ അതല്ല സാർ ரொம்ப കോമഡി സാർ അതെന്ന് പറയും. ഓക്കെ ഫൈൻ, ഓക്കെ. അപ്പോൾ എനിക്ക് അവിടെ തർക്കിക്കാൻ സ്പേസ് ഇല്ല. അപ്പോൾ അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങൾ ഞാൻ ഫേസ് ചെയ്യാറുണ്ട്. കാരണം എനിക്കൊരു കോൾ എടുക്കാനായിട്ട് പറ്റാത്തൊരവസ്ഥകൾ ചില സമയത്ത് ഉണ്ടാവാറുണ്ട് ഈ അതർ ലാംഗ്വേജ്. പക്ഷേ ഇപ്പം ഇപ്പം ഇത്രയും പടങ്ങളാകുമ്പോൾ നാച്ചുറലി നമ്മൾ മനുഷ്യരായതുകൊണ്ട് നമുക്കൊരു ഇതുണ്ടാവുമല്ലോ, ലാംഗ്വേജ് മനസ്സിലാക്കാനുള്ള, ഇപ്പം കേട്ടാൽ മനസ്സിലാവും. ഇപ്പം അതിലോട്ടെത്തി. ഇപ്പം സംസാരിക്കാൻ പറ്റാറില്ല, ബട്ട് കേട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ കന്നഡയാണെങ്കിലും തെലുങ്കാണെങ്കിലും മനസ്സിലാക്കാൻ തുടങ്ങി. സോ ഇറ്റ് ഈസ് നൗ ഓക്കെ.